JMAൻ്റെ 2025 ഏപ്രിൽ ഷിഫ്റ്റ്, അതിൽ ഏപ്രിൽ 2nd ഷിഫ്റ്റ് അതിൻ്റെ മോർണിംഗ് സെക്ഷനാണ്. ഓക്കെ, മോർണിംഗ് ഷിഫ്റ്റിൻ്റെ പേപ്പർ ഡിസ്കഷനാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ ക്വസ്റ്റ്യൻ നമ്പർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. A light wave is propagating with a plane wavefront of the type x plus y plus z is a constant. The angle made by the direction of wave propagation with the x-axis. ഇപ്പോൾ നമുക്ക് ഇത് ആ പ്ലെയിൻ വേവ് ഫ്രണ്ട് ഇക്വേഷൻ ആണ്. ഇത് ഈ എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ഈസ് എ കോൺസ്റ്റന്റ്. അപ്പോൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ വേവ് ഫ്രണ്ടിൻ്റെ ഇക്വേഷൻ. അപ്പോൾ നമുക്കറിയാം വേവ് ഫ്രണ്ട്. അപ്പോൾ വേവ് ഫ്രണ്ട് എങ്ങനെയാണ്? സോ ഒരു വേവ് ഫ്രണ്ട് നമ്മളിങ്ങനെ എടുക്കുകയാണെങ്കിൽ വേവ് ഫ്രണ്ട്, ഇത് വേവ് ഫ്രണ്ട് ആണെങ്കിൽ, ഇത് വേവ് ഫ്രണ്ട് ആണെങ്കിൽ അതിന് പെർപെൻഡിക്കുലർ ആയിരിക്കും വേവിൻ്റെ പ്രൊപ്പഗേഷൻ. അതിന് പെർപെൻഡിക്കുലർ ആയിരിക്കും വേവിൻ്റെ പ്രൊപ്പഗേഷൻ. വേവിൻ്റെ പ്രൊപ്പഗേഷൻ അപ്പോൾ ഇതിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പോൾ നോക്കുക, ഇപ്പോൾ ഇത് ആ പ്ലെയിനിൻ്റെ ഇക്വേഷൻ. കാരണം ഇത് ഈ പ്ലെയിൻ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ, കാരണം എക്സ് ആക്സിനും വൈ ആക്സിനും ഒരുപോലെ കട്ട് ചെയ്യുന്ന ഒരു പ്ലെയിൻ. അപ്പോൾ ഈ പ്ലെയിൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ പ്ലെയിൻ നമ്മൾ എടുക്കുമ്പോൾ ഇതിൻ്റെ ഇത് ഇങ്ങനെ വരും. ഇതായിരിക്കും ആ പ്ലെയിൻ. അപ്പോൾ ഈ പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിരിക്കും അതിൻ്റെ പ്രൊപ്പഗേഷൻ. ഇപ്പോൾ ഇത് പ്ലെയിനിൻ്റെ ഇക്വേഷൻ. ഇത് ഇക്വേഷൻ ഓഫ് പ്ലെയിൻ ആണ്. എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് കോൺസ്റ്റന്റ്. ഇതൊരു പ്ലെയിനിൻ്റെ ഇക്വേഷൻ. ഇറ്റ്സ് ആൻ ഇക്വേഷൻ ഓഫ് എ പ്ലെയിൻ. ഒരു പ്ലെയിനിൻ്റെ ഇക്വേഷൻ വരുമ്പോൾ അതിൻ്റെ ഇക്വേഷൻ ഓക്കെ നമുക്കറിയാം. അപ്പോൾ അതിൻ്റെ എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി സെഡ് കോൺസ്റ്റന്റ് ആണെങ്കിൽ ഈ ഡയറക്ഷൻ, കാരണം അതിൻ്റെ നോർമൽ ഡയറക്ഷൻ അലോങ് ഈ ഡയറക്ഷനായിരിക്കും. അപ്പോൾ അതിൻ്റെ നോർമൽ ടു ദാറ്റ് പ്ലെയിൻ അലോങ്, സോ നോർമൽ ടു പ്ലെയിൻ അലോങ് ദിസ് ഡയറക്ഷൻ ആയിരിക്കും. സോ നോർമൽ ടു പ്ലെയിൻ അലോങ് ഈ ഡയറക്ഷൻ ആയിരിക്കും. നോർമൽ ടു പ്ലെയിൻ അലോങ് ദിസ് ഡയറക്ഷൻ ആയിരിക്കും. ഈ എ ഐ ഇക്വേഷൻ എ ഐ പ്ലസ് ബി ജെ പ്ലസ് സി സെഡ് സി കെ ഇതിൻ്റെ ഡയറക്ഷനിലായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുക. അപ്പോൾ ഇതിൻ്റെ നമ്മൾ എടുക്കുമ്പോൾ, അപ്പോൾ എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് എടുക്കുമ്പോൾ എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ഈസ് എ കോൺസ്റ്റന്റ്. അതിൻ്റെ നോർമൽ ടു പ്ലെയിൻ അലോങ്, സോ നോർമൽ ടു പ്ലെയിൻ അലോങ് ദിസ് ഡയറക്ഷൻ ആണ്, അലോങ് ഐ പ്ലസ് ജെ പ്ലസ് കെ ഡയറക്ഷൻ ആണ്, ഐ പ്ലസ് ജെ പ്ലസ് കെ. കാരണം ഇവിടുത്തെ ക്വസ്റ്റ്യൻ നോക്കുക, ഇത് 1 1 1 ഐ പ്ലസ് അലോങ് ഈ ഡയറക്ഷനിലായിരിക്കും. ഈ ഡയറക്ഷൻ ആയിരിക്കും. അപ്പോൾ പ്രൊപ്പഗേഷൻ അലോങ് ഈ ഡയറക്ഷനാണ്. വേവിൻ്റെ പ്രൊപ്പഗേഷൻ അലോങ് ഈ ഡയറക്ഷനാണ്. വേവ് പ്രൊപ്പഗേറ്റ് അലോങ് ദിസ് ഡയറക്ഷൻ. ഈ ഐ പ്ലസ് ജെ പ്ലസ് കെ ഡയറക്ഷനിലാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു വെക്ടർ ഈ ഡയറക്ഷൻ പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോൾ ഇത് ആ വെക്ടറാണ്. ഇപ്പോൾ വെക്ടർ, സോ ഐ പ്ലസ് ജെ പ്ലസ് കെ. ഈ വെക്ടർ ഇങ്ങനെ ഡയറക്ഷൻ പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ കൊസൈൻ, ദ ആംഗിൾ ഇറ്റ് മേഡ് വിത്ത് എക്സ് ആക്സിസ് പറയുമ്പോൾ കോസ് ആൽഫ. അപ്പോൾ കോസ് ആൽഫ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കുക? ഈ ഡയറക്ഷൻ കൊസൈനിൽ നിന്ന് ഈ ഡയറക്ഷൻ കൊസൈൻ്റെ യൂണിറ്റ് വെക്ടർ എടുക്കുക. ഐ പ്ലസ് ജെ പ്ലസ് കെ ഡിവൈഡഡ് ബൈ, അപ്പോൾ അത് നോക്കുക. അപ്പോൾ അതിൻ്റെ ഡയറക്ഷൻ കൊസൈൻ കോസ് ആൽഫ കണ്ടുപിടിക്കാനായിട്ട് കോസ് ആൽഫ ഈസ് ഈക്വൽ ടു ഐ ഡിവൈഡഡ് ബൈ ഈ ആർ എക്സ്. കോസ് ആൽഫ കണ്ടുപിടിക്കാനായിട്ട് ഇതിൻ്റെ, സോ ഈ വെക്ടർ എടുക്കുകയാണെങ്കിൽ ഐ പ്ലസ് ജെ പ്ലസ് കെ എന്ന് പറയുന്ന വെക്ടർ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ കോസ് ആൽഫ ഈസ് ഈക്വൽ ടു നമുക്കറിയാം അത് എ എക്സ് ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് എ എക്സ് സ്ക്വയർ പ്ലസ് എ വൈ സ്ക്വയർ പ്ലസ് എ ഇസഡ് സ്ക്വയർ എന്ന് വരും. അതിൻ്റെ ഡയറക്ഷൻ ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കാനായിട്ട് ദ ആംഗിൾ ഇറ്റ് മേഡ് വിത്ത് എക്സ് ആക്സിസ്. ഓക്കെ, ആംഗിൾ ഇറ്റ് മേഡ് വിത്ത് എക്സ് ആക്സിസ് നമുക്ക് ഇങ്ങനെ എടുക്കാം. എ എക്സ് ഡിവൈഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് എ എക്സ് സ്ക്വയർ പ്ലസ് എ വൈ സ്ക്വയർ പ്ലസ് എ ഇസഡ് സ്ക്വയർ. ഇവിടുത്തെ ഇതിൻ്റെ ഡയറക്ഷൻ നോക്കി, ഇതിൻ്റെ ഡയറക്ഷൻ ഐ പ്ലസ് ജെ പ്ലസ് കെ അല്ലെങ്കിൽ ഐ പ്ലസ് ജെ പ്ലസ് കെ ഡയറക്ഷനാണ്. സോ ഇതിൻ്റെ ഡയറക്ഷൻ അലോങ് ഈ ഡയറക്ഷനാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. അപ്പോൾ കോസ് ആൽഫ, ദ ആംഗിൾ മേഡ് വിത്ത് എക്സ് ആക്സിസ് കോസ് ആൽഫ ഈസ് ഈക്വൽ ടു 1 ഡിവൈഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ 1 ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 3 വരും. അപ്പോൾ 1 ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 3. ഓക്കെ, 1 ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 3. അപ്പോൾ കോസ് ആൽഫ ഈസ് ഈക്വൽ ടു 1 ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 3 ആണ്. അല്ലെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ യൂണിറ്റ് വെക്ടർ എടുത്താലും മതി. കാരണം ഐ പ്ലസ് ജെ പ്ലസ് കെ ഡയറക്ഷനാണ് ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ യൂണിറ്റ് വെക്ടർ ഈസ് ഈക്വൽ ടു ഐ പ്ലസ് ജെ പ്ലസ് കെ ഡിവൈഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 1 പ്ലസ് 1 പ്ലസ് 1 വരും. ഐ പ്ലസ് ജെ പ്ലസ് കെ ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 3. ഐ പ്ലസ് ജെ പ്ലസ് കെ ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 3 വരും. അപ്പോൾ അതിൻ്റെ ഡയറക്ഷൻ ക്വസ്റ്റ്യൻ എടുക്കുമ്പോൾ അങ്ങനെ തന്നെ. സോ ഇതിൻ്റെ ഡയറക്ഷൻ ക്വസ്റ്റ്യൻ എടുക്കുമ്പോൾ കാരണം ഇത് യൂണിറ്റ് വെക്ടറാണ്, അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ കോസ് ആൽഫ ഈസ് ഈക്വൽ ടു ദ ആംഗിൾ ഇറ്റ് മേഡ് വിത്ത് എക്സ് ആക്സിസ് 1 ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 3 വരും. അപ്പോൾ നോക്കുക, അപ്പോൾ ഈ പ്ലെയിൻ്റെ ഇക്വേഷൻ അതിൻ്റെ നോർമൽ ഡയറക്ഷൻ കിട്ടും. അപ്പോൾ നോർമൽ അലോങ് ഐ പ്ലസ് ജെ പ്ലസ് കെ ഡയറക്ഷനാണ്. ആ ഡയറക്ഷൻ കിട്ടുവാണെങ്കിൽ അത് ആ ഡയറക്ഷൻ ആ വെക്ടർ ദ ആംഗിൾ ഇറ്റ് മേഡ് വിത്ത് എക്സ് ആക്സിസ് നമുക്ക് എ എക്സ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് എ എക്സ് സ്ക്വയർ പ്ലസ് എ വൈ സ്ക്വയർ പ്ലസ് എ ഇസഡ് സ്ക്വയർ ആ ഫോമിൽ എഴുതി നമുക്ക് കണ്ടുപിടിക്കാം.
കുറച്ച് മാത്സിൻ്റെ ഒരു കോൺസെപ്റ്റ് വരുന്ന കേസാണ്. ഓക്കെ, നെക്സ്റ്റ് അപ്പോൾ അതിൻ്റെ ആൻസർ ഓപ്ഷൻ 1 അല്ലേ? ഓക്കെ, അതിൻ്റെ ആൻസർ ഓപ്ഷൻ 1 വരും. അപ്പോൾ ആൽഫ, സോ കോസ് ആൽഫ ഈസിക്വൽ ടു നമുക്ക് കിട്ടി കോസ് ആൽഫ ഈസിക്വൽ ടു 1/√3. അപ്പോൾ ആൽഫ ഈസിക്വൽ ടു കോസ് ഇൻവേഴ്സ് 1/√3 വരും. കോസ് ഇൻവേഴ്സ് ഓക്കെ 1/√3 വരും. ഓപ്ഷൻ 1 ക്വസ്റ്റ്യൻ നമ്പർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അതിൻ്റെ ആൻസർ ഓപ്ഷൻ 1 വരും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 27. The equation for real gas is given by P plus A by V square times V minus B is equal to RT, where P, V, T and R are the pressure, volume, temperature and gas constant respectively. Then the dimension of A B to the power -2 is equivalent to that of. അപ്പോൾ ഇത് വാണ്ടർവാൾ ഇക്വേഷൻ, അതിനകത്ത് എയുടെ ബി ടു ദ പവർ -2 നോക്കാം. അതെന്താണെന്ന് നോക്കാം. ഇവിടെ നോക്കാം, ഇവിടെ പി ബൈ, സോ ഈ ക്വാണ്ടിറ്റി ആഡ് ചെയ്യാണ്. അത് പി പ്ലസ് എ ബൈ വി സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇതൊരു ക്വാണ്ടിറ്റി ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ പ്രഷറിൻ്റെ ഡയമെൻഷൻ ആയിരിക്കണം. ഇതിൻ്റെ ഡയമെൻഷൻ ഷുഡ് ബി പ്രഷറിൻ്റെ ഡയമെൻഷൻ ആയിരിക്കണം. ദാറ്റ് മീൻസ് എ ബൈ വി സ്ക്വയർ എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് പ്രഷർ. അത് പ്രഷറിൻ്റെ ഡയമെൻഷൻ ആണ് പ്രഷർ. അപ്പോൾ എ ഈസ് ഈക്വൽ ഡയമെൻഷൻ ഓഫ് എ ഈസ് ഈക്വൽ ടു, സോ പ്രഷർ ഡയമെൻഷൻ എം എൽ പവർ -1 ടി പവർ -2 ഇൻറ്റു വോളിയം സ്ക്വയർ വരും. അത് എൽ ക്യൂബ് ടു ദ പവർ ഹോൾ സ്ക്വയർ വരും. എൽ ക്യൂബ് ടു ദ പവർ ഹോൾ സ്ക്വയർ. അപ്പോൾ എം എൽ പവർ -1 ടി പവർ -2 എൽ പവർ 6 വരും. അപ്പോൾ ഇത് എം എൽ പവർ 5 ടി പവർ -2 വരും. അപ്പോൾ ഇതാണ് ഡയമെൻഷൻ ഓഫ് എ. ഇനി ബിയുടെ ഡയമെൻഷൻ എടുക്കുക നോക്കുക. വി മൈനസ് വോളിയം മൈനസ് വി ബി, വോളിയം മൈനസ് ബി എടുക്കുമ്പോൾ ഇതിൻ്റെ ഡയമെൻഷൻ ഷുഡ് ബി വോളിയത്തിൻ്റെ ഡയമെൻഷൻ ആയിരിക്കണം. ഇവിടെ നോക്കുക, സോ വി ഡയമെൻഷൻ ഓഫ് വി, അപ്പോൾ നോക്കുക, സോ ഡയമെൻഷൻ ഓഫ് വി ഷുഡ് ബി ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് ബി, ദാറ്റ് ഷുഡ് ബി ഈക്വൽ ടു വോളിയത്തിൻ്റെ ഡയമെൻഷൻ ആയിരിക്കണം. അപ്പോൾ ബിയുടെ ഡയമെൻഷൻ എടുക്കുമ്പോൾ അത് എൽ ക്യൂബ് വരും. അപ്പോൾ എ ബി ടു ദ പവർ -2 എന്ന് പറയുമ്പോൾ എ ബി ടു ദ പവർ -2 ദാറ്റ് ഈസ് എ ബൈ ബി സ്ക്വയർ. എയുടെ ഡയമെൻഷൻ എം എൽ പവർ 5 ടി പവർ -2 ബൈ എൽ പവർ 3 ടു ദ പവർ 6 വരും. അപ്പോൾ ഇവിടെ നോക്കുക, ഇതിൻ്റെ ഡയമെൻഷൻ എടുക്കുമ്പോൾ നോക്കുക, എൽ ടു ദ പവർ 3 ടു ദ പവർ 2 ആണ്, എൽ പവർ 6 വരും. എം എൽ പവർ 5 ടി പവർ -2 ബൈ എൽ പവർ 6 ദാറ്റ് ഈസ് ഈക്വൽ ടു എം എൽ പവർ -1 ടി പവർ -2 വരും. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ ശരിക്കും പ്രഷറാണ്. പ്രഷറിൻ്റെ ഡയമെൻഷൻ തന്നെയാണ്. കംപ്രസിബിലിറ്റി എന്ന് പറയുമ്പോൾ ബൾക്ക് മോഡുലസിന് പ്രഷറിൻ്റെ ഡയമെൻഷൻ തന്നെയാണ്. ബൾക്ക് മോഡുലസിൻ്റെ ഡയമെൻഷൻ നോക്കുക. ഇവിടെ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് എടുക്കുക. പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ എച്ച് ഈസ് ഈക്വൽ ടു എച്ച് മി ഈസ് ഈക്വൽ ടു ഇ ആണ്. അപ്പോൾ എച്ച് മി എന്ന് പറയുമ്പോൾ എച്ച് ഇൻറ്റു ടി മൈനസ് 1/T വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു എം എൽ സ്ക്വയർ ടി പവർ -2. അപ്പോൾ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ഈസ് ഈക്വൽ ടു എം എൽ സ്ക്വയർ ടി പവർ -1 ആണ്. അപ്പോൾ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് അല്ല. കംപ്രസിബിലിറ്റി എന്ന് പറയുമ്പോൾ കംപ്രസിബിലിറ്റി ഈസ് 1 ബൾക്ക് മോഡുലസ് ആണ്. അപ്പോൾ ബൾക്ക് മോഡുലസിന് ഇതിൻ്റെ ഡയമെൻഷൻ, കാരണം ബൾക്ക് മോഡുലസിനും അല്ലെങ്കിൽ യങ്സ് മോഡുലസ് എല്ലാം അതിൻ്റെ ഡയമെൻഷൻ പ്രഷറിൻ്റെ ഡയമെൻഷൻ ആണ് എം എൽ പവർ -1 ടി പവർ -2. അപ്പോൾ കെ ഈസ് ഈക്വൽ ടു ഇത് എം പവർ -1 എൽ ടി പവർ 2 വരും. അപ്പോൾ കംപ്രസിബിലിറ്റി ആ ഓപ്ഷൻ അല്ല. പിന്നെ സ്ട്രെയിൻ നോ ഡയമെൻഷൻ. അപ്പോൾ എനർജി ഡെൻസിറ്റി ആയിരിക്കും. എനർജി ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ എനർജി ബൈ വോളിയം. അപ്പോൾ എനർജി ഡെൻസിറ്റി എനർജി ബൈ വോളിയം ആണ്. എനർജി ബൈ വോളിയം ദാറ്റ് ഈസ് ഈക്വൽ ടു എം എൽ സ്ക്വയർ ടി പവർ -2 ബൈ എൽ ക്യൂബ് വരും. സോ എം എൽ പവർ -1 ടി പവർ -2 വരും. എം എൽ പവർ -1 ടി പവർ -2. അപ്പോൾ എനർജി ഡെൻസിറ്റിക്കും പ്രഷറിനും ഒരേ ഡയമെൻഷൻ ആണ്. അപ്പോൾ അതിൻ്റെ ആൻസർ എനർജി ഡെൻസിറ്റി ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 27 ആണെന്ന്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ 4 ആണ്. ഓക്കെ, അതിൻ്റെ ആൻസർ ഓപ്ഷൻ 4 വരും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 28. A cord of negligible mass is wound around the rim of a wheel separated by spokes with a negligible mass. അപ്പോൾ അതായത് ഈ സ്പോക്സിനൊന്നും കോഡിനും മാസ് ഇല്ല, സ്പോക്കിനും മാസ് ഇല്ല. ഓക്കെ, mass of wheel is equal to 10 kg and radius is equal to 10 cm and it can freely rotate without any friction. Initially the wheel is at rest. Okay, if a steady pull of 20 Newton is applied on the cord, the angular velocity of the wheel after the cord is unwound by 1 meter would be. അതായത് ഈ കോഡ് ഇങ്ങനെ, സോ ഇവിടെ നോക്കുക, ഈ കോഡ് ഒരു വീലിന് ചുറ്റും ഇങ്ങനെ കോഡ് ഇങ്ങനെ വൗണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഒരു 20 ന്യൂട്ടൺ ഫോഴ്സ് വെച്ചിട്ട് നമ്മൾ ഇതിനെ പുള്ള് ചെയ്യണം. ഇതിൻ്റെ റേഡിയസ് 6 ആണ്.
റേഡിയസ് ഈസ് ഈക്വൽ ടു, സോ ഇതിൻ്റെ റേഡിയസ് ഈസ് ഈക്വൽ ടു 10 സെൻറ്റിമീറ്റർ. 10 സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ 0.1 മീറ്റർ. 0.1 മീറ്റർ വരും. 0.1 മീറ്റർ. ആൻഡ് മാസ് ഓഫ് വീൽ ഈസ് ഈക്വൽ ടു 10 കിലോഗ്രാം. മാസ് ഓഫ് വീൽ ഈസ് ഈക്വൽ ടു 10 കിലോഗ്രാം. ഫോഴ്സ് 20 ന്യൂട്ടൺ വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് വാട്ട് ഈസ് ആംഗുലർ വെലോസിറ്റി വീൽ ആഫ്റ്റർ ദ കോഡ് ഈസ് അൺബൗണ്ട് ബൈ 1 മീറ്റർ എന്ന് പറയുമ്പോൾ നോക്കാം. ഇവിടെ നമുക്ക് നെറ്റ് വർക്ക് ഡൺ. സോ നെറ്റ് വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ആംഗുലർ വെലോസിറ്റി അല്ലേ. സോ ഡെൽറ്റ കെ വരും. ഡെൽറ്റ കെ ദാറ്റ് ഈസ് ഈക്വൽ ടു നെറ്റ് വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ഡെൽറ്റ കെ. ദാറ്റ് ഈസ് ഇവിടെ നെറ്റ് വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ഡെൽറ്റ കെ എന്ന് പറയുമ്പോൾ കൈനറ്റിക് എനർജി ഫൈനൽ മൈനസ് കൈനറ്റിക് എനർജി ഇനിഷ്യൽ. അപ്പോൾ ഇനിഷ്യൽ കൈനറ്റിക് എനർജി 0 ആണ്, കാരണം സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റ് അല്ലേ. ഇനിഷ്യലി ദ വീൽ ഈസ് അറ്റ് റെസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൈനറ്റിക് എനർജി ഫൈനൽ എന്ന് പറയുമ്പോൾ അത് ഹാഫ് ഐ ഒമേഗ സ്ക്വയർ ആണ്. ഹാഫ് ഐ ഒമേഗ സ്ക്വയർ. റിം ഓഫ് വീലാണ്. അപ്പോൾ ഇവിടെ നോക്കി ഇതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ എടുക്കുമ്പോൾ ഒരു വീലാണ്, കാരണം ഒരു വീലായിട്ട് എടുക്കുമ്പോൾ കാരണം ഇവിടെ മാത്രമേ മാസുള്ളൂ. ഒരു വീൽ എടുക്കുമ്പോൾ ഈ ഭാഗത്ത് മാത്രമാണ് മാസുള്ളൂ. ഒരു വീൽ എടുക്കുമ്പോൾ ഈ ഭാഗത്ത് മാത്രമേ മാസുള്ളൂ. അതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ഐ ഈസ് ഈക്വൽ ടു അത് എം ആർ സ്ക്വയർ ആണ്. മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ഈസ് ഈക്വൽ ടു എം ആർ സ്ക്വയർ വരും. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു എം ആർ സ്ക്വയർ ഒമേഗ സ്ക്വയർ വരും. കാരണം വീലാകുമ്പോൾ ഇതിൻ്റെ ഈ റിമ്മിൽ മാത്രമേ മാസുള്ളൂ. അപ്പോൾ റിങ് തന്നെയാണ്. വീൽ എന്ന് പറയുമ്പോൾ ഇത് റിങ് തന്നെയാണ്, കാരണം ഡിസ്ക് അല്ല. ഓക്കെ, ഇത് നോക്കാം നമുക്ക് നെറ്റ് വർക്ക് ഡൺ. സോ നെറ്റ് വർക്ക് ഡൺ എന്ന് പറയുമ്പോൾ ഇവിടെ ടോർക്കാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ടോർക്ക് ഇൻറ്റു തീറ്റ വരും. ടോർക്ക് ഇൻറ്റു തീറ്റ. അപ്പോൾ തീറ്റ എന്ന് പറയുമ്പോൾ ആംഗിൾ ടേൺ. ഓക്കെ, സോ തീറ്റ ഈസ് ഈക്വൽ ടു ആംഗിൾ ടേൺ. തീറ്റ എന്ന് പറയുമ്പോൾ ആംഗിൾ ടേൺഡ് ആണ്. തീറ്റ ഈസ് ആംഗിൾ ടേൺ. തീറ്റ ഈസ് ആംഗിൾ ടേൺ. നോക്കുക, അപ്പോൾ ടോർക്ക് ഈസ് ടോർക്ക് നോക്കുക. ടോർക്ക് ഇവിടെ എടുക്കുമ്പോൾ നോക്കുക, ഇവിടെ ഫോഴ്സ് ഇല്ല. ഫോഴ്സ് എഫ് അപ്ലൈ ചെയ്യുന്നു. ഈ ഡിസ്റ്റൻസ് അതിൻ്റെ റേഡിയസ് ആർ. ടോർക്ക് ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു ആർ. ടോർക്ക് ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു ആർ. ആർ ഇൻറ്റു ആംഗിൾ തീറ്റ. ഒക്കെ സോ ഇവിടെ നോക്കുക, ഇപ്പോൾ നെറ്റ് വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു സോ എഫ് ഇൻറ്റു ആർ ഇൻറ്റു തീറ്റ. ആർ ഇൻറ്റു തീറ്റ എന്ന് പറയുമ്പോൾ ഇത്രയാണ്. സോ നമുക്കറിയാം, സോ ഇവിടെ എന്തുമാത്രം ത്രൂ ഔട്ട് ദാറ്റ് ആംഗിൾ. അത് നമുക്കിങ്ങനെ എടുക്കാം ഒരു തീറ്റ. സോ ഒരു തീറ്റ ഇവിടുത്തെ ഡി തീറ്റ ആണെങ്കിൽ ഡി തീറ്റ നമ്മൾ ടേൺ ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം, ആർ ഇൻറ്റു ഡി തീറ്റ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഡി എൽ ആണ്. ആർ ഇൻറ്റു ഡി തീറ്റ ഈസ് ഈക്വൽ ടു ഡി എൽ ആണ്. അപ്പോൾ ഇവിടെ ആർ, കാരണം ഇത് എന്തുമാത്രം ആംഗിൾ ടേൺ ചെയ്തു, കാരണം ഇത്രയും ആംഗിൾ ടേൺ ചെയ്തു. സോ ഇവിടുത്തെ ആർ ഇൻറ്റു തീറ്റ ഈസ് ആംഗിൾ ടേൺഡ്. അപ്പോൾ ഇവിടെ ആർ ഇൻറ്റു തീറ്റ ടേൺ. സോ ആർ ഇൻറ്റു ആംഗിൾ ടേൺഡ് എടുക്കുമ്പോൾ ദ എമൗണ്ട് ബൈ ദ ഡിസ്റ്റൻസ് ത്രൂ വിച്ച് ദ കോഡ് മൂവ്ഡ് ആണ്. അപ്പോൾ ആർ ഇൻറ്റു തീറ്റ എന്ന് പറയുമ്പോൾ ആർ ഇൻറ്റു തീറ്റ ദാറ്റ് ഈസ് ഈക്വൽ ടു എൽ. ദാറ്റ് ഈസ് എ ഡിസ്റ്റൻസ് ത്രൂ വിച്ച് ഓക്കെ ആ കോഡ് മൂവ് ചെയ്ത ഡിസ്റ്റൻസ് ആണ്. ദ ഡിസ്റ്റൻസ് ത്രൂ വിച്ച് ദ കോഡ് മൂവ് ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇപ്പോൾ അത് എൽ വരെ. ഇപ്പോൾ ആർ തീറ്റ ഈസ് ഈക്വൽ ടു എത്രയാണ്? അപ്പോൾ ദ കോഡ് ഈസ് മൂവ് ത്രൂ എ ഡിസ്റ്റൻസ്. ഓക്കെ, പറഞ്ഞിട്ടുണ്ട് അൺബൗണ്ട് ബൈ 1 മീറ്റർ ആണ്. അപ്പോൾ സോ ദാറ്റ് അതായത് ഡിസ്റ്റൻസ് അൺബൗണ്ട് ബൈ the length that is equal to the length unbound by string code ആണ്. length unbound by code വരും. that is equal to അത് 1 മീറ്റർ ആണ്. that is equal to 1 മീറ്റർ വരും. that is equal to 1 മീറ്റർ. ഓക്കെ, that is equal to 1 മീറ്റർ. അപ്പോൾ ഇവിടെ എഫ് ഇൻറ്റു എൽ വരും. അപ്പോൾ എഫ് ഇൻറ്റു എൽ ഈസ് ഈക്വൽ ടു, സോ ഇവിടെ നമുക്ക് എഫ് ഇൻറ്റു എൽ ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു ആർ തീറ്റ that is equal to f into L. So that is equal to f into L is equal to, so f into L is equal to, so 1/2. So f into L is equal to 1/2 mr square omega square. ഇനി നമുക്ക് വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടെ നമുക്ക് വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ റേഡിയസ് വന്നിട്ടുണ്ട്, മാസ് വന്നിട്ടുണ്ട്, ലെങ്ത് 1/1 മീറ്റർ ആണ്. അപ്പോൾ നമുക്ക് ആൻഡ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു 20 ന്യൂട്ടൺ. ഇവിടെ അപ്ലൈ ദ ഫോഴ്സ് 20 ന്യൂട്ടൺ. ഓക്കെ, അപ്ലൈ ദ ഫോഴ്സ് 20 ന്യൂട്ടൺ ആണ്. അപ്പോൾ 20 ഇൻറ്റു 1 ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു മാസ് 10 ഇൻറ്റു 0.1 സ്ക്വയർ ഇൻറ്റു ഒമേഗ സ്ക്വയർ വരും. ഓക്കെ, ഇവിടെ നോക്കുക, അങ്ങനെയല്ലേ 20 ന്യൂട്ടൺ. ഓക്കെ, ഇവിടെ എല്ലാം കറക്റ്റാണ്. ഇവിടെ നോക്കുക, ഇനി ഇവിടെ നമ്മൾ എടുക്കുമ്പോൾ ഇവിടെ ഈ സീറോ ഓക്കെ, ഈ സീറോ കട്ടായി പോകും. ഇവിടെ നമ്മൾ എടുക്കുക ഒമേഗ സ്ക്വയർ ഈസ് ഈക്വൽ ടു 4/0.1 സ്ക്വയർ വരും. and omega is equal to, so 2 divided by 0.1, that means 20 വരും. 20 radian per second. and final speed omega is equal to 20 radian per second വരും. ഓക്കെ, ഫൈനൽ സ്പീഡ് ഒമേഗ is equal to 20 radian per second വരും. ഓപ്ഷൻ 1 ആണ്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ 1 ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇത്രയേ ഉള്ളൂ. ഇവിടെ വർക്ക് എനർജി തിയറം തന്നെയാണ്. ഓക്കെ, അതായത് നെറ്റ് വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. അപ്പോൾ ഇവിടെ റൊട്ടേഷണൽ കൈനറ്റിക് എനർജി എടുക്കണം, ഹാഫ് ഐ ഒമേഗ സ്ക്വയർ. ഇനിഷ്യൽ കൈനറ്റിക് എനർജി 0 ആണ്.
അപ്പോൾ ടോർക്ക് ചെയ്ത വർക്ക് എന്ന് പറയുമ്പോൾ ടോർക്ക് ഇൻറ്റു ആംഗിൾ ടേൺ തീറ്റയാണ്. അപ്പോൾ ടോർക്ക് ഈസ് ഇക്വൽ ടു എഫ് ഇൻറ്റു ആർ ഇൻറ്റു തീറ്റ എന്ന് പറയുമ്പോൾ ഈ ആർ തീറ്റ എടുക്കുമ്പോൾ അപ്പോൾ എന്തുമാത്രം, അതായത് ആർ ഇൻറ്റു തീറ്റ എന്തുമാത്രം, ആർ ഇൻറ്റു തീറ്റ ചെയ്യുമ്പോൾ ആർക്ക് ലെങ്ത് കിട്ടും നമുക്ക്. ആർക്ക് ലെങ്ത് ആയിരിക്കും. അപ്പോൾ എന്തുമാത്രം കോഡ് അൺബൗണ്ട് ചെയ്തെന്ന് കിട്ടും. അപ്പോൾ അത് അതിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 4. ഓക്കെ, question number 29. Okay, a slanted object AB placed on, okay, a slanted object AB placed on one side of a convex lens as shown in the diagram. The image is formed. Okay, so on the opposite side, angle made by the image with the principal axis. അപ്പോൾ നമുക്ക് ആദ്യം ഇത് നമുക്ക് ലെൻസ് ഇക്വേഷൻ ഒക്കെ വെച്ചിട്ട് നോക്കാം. ഇവിടെ ഈ ഒബ്ജക്റ്റ് ഇങ്ങനെ ഇരിക്കണം. ഇപ്പോൾ ഈ ഒബ്ജക്റ്റ് ഇങ്ങനെ ഇരിക്കണേ. അപ്പോൾ ഇത് എ ഇങ്ങനെ ബി. അപ്പം ഞാൻ ഈ എയുടെ ഇമേജ് എവിടെ വരും നോക്കാം. എയുടെ ഇമേജ് നമുക്ക് ഇവിടെ കിട്ടും നോക്കാം. എയുടെ ഇമേജ് ഇവിടെ കിട്ടും നോക്കാം. കാരണം ഈ ഡിസ്റ്റൻസ് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് 30. ഇവിടെ ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ് ഈസ് ഈക്വൽ ടു 2 സെൻറ്റിമീറ്റർ ആണ്. ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ് ഈസ് ഈക്വൽ ടു 2 സെൻറ്റിമീറ്റർ. ഇവിടെ നോക്കുക എയുടെ ഇമേജ്. അപ്പോൾ എയുടെ ഇമേജ് നോക്കാനായിട്ട് സോ ഞാനിത് 30 ആയിട്ട് എടുക്കാം. സോ 1/v പ്ലസ് 1/v മൈനസ് 1/v ഈസ് ഈക്വൽ ടു 1/f ആണ്. അപ്പോൾ എഫ് ഈസ് ഈക്വൽ ടു 20. So 1/v negative 30 is equal to 1/20 വരും. അപ്പോൾ 1/v is equal to 1/20 minus 1/30 60 3 minus 2 and v final image is equal to 60/1 60 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഫൈനൽ ഇമേജ് ഇവിടെ വരും. ഫൈനൽ ഇമേജ് 60 സെൻറ്റിമീറ്റർ വരും. ഇവിടെ നോക്കുക ഇത് ഫൈനൽ ഇമേജ്. അപ്പോൾ എയുടെ കറസ്പോണ്ടിങ്, ഇപ്പോൾ ഫൈനൽ ഇമേജ്. അപ്പോൾ ഈ വി എയുടെ കറസ്പോണ്ടിങ് ആയിട്ട് അപ്പോൾ ഞാനിവിടെ വി എ കൊടുക്കുകയാണെങ്കിൽ യു എ വി എ 60 സെൻറ്റിമീറ്റർ കിട്ടും. ഇനി അടുത്തത് ഈ പോയിന്റ് ഇവിടെ നിൽക്കുമല്ലേ, ഈ പോയിന്റ് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇതിൻ്റെ ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് പറയുമ്പോൾ നോക്കുക. വേണമെങ്കിൽ അങ്ങനെയും ചെയ്ത് നോക്കാം. ഇത് ഈ രണ്ട് മെത്തേഡ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് എടുക്കുകയാണെങ്കിൽ അത് 29 അല്ലേ, ഇത് 29 വരും. ഇതിൻ്റെ വാല്യൂ 29 വരും. കറസ്പോണ്ടിങ് ആയിട്ട് ഇതിൻ്റെ വാല്യൂ 29. അങ്ങനെ നമുക്ക് ചെയ്ത് നോക്കാം. ആ മെത്തേഡ് ശരിയാവുമെന്ന് അറിയാം. അത് ശരിയായില്ലെങ്കിൽ ഇവിടെ നമുക്കിത് നോക്കുമ്പോൾ ഇതിൻ്റെ മാഗ്നിഫിക്കേഷൻ വേണ്ടി കിട്ടും. ഇതിൻ്റെ മാഗ്നിഫിക്കേഷൻ വേണ്ടി കിട്ടും. കാരണം 30 ആണ്, മറ്റോടത്ത് 60 ആണ്. ഇവിടുത്തെ മാഗ്നിഫിക്കേഷൻ എം ഈസ് ഈക്വൽ സോ വി ബൈ യു ആണ്. മാഗ്നിഫിക്കേഷൻ ഈസ് ഈക്വൽ വി ബൈ യു എന്ന് പറയുമ്പോൾ സോ വി ബൈ യു എടുക്കുമ്പോൾ സോ പ്ലസ് 60 -30 വരുമ്പോൾ സോ ഇത് മാഗ്നിഫിക്കേഷൻ -2 ആണ്. ഇവിടുത്തെ മാഗ്നിഫിക്കേഷൻ -2 ആണ്. അപ്പോൾ എങ്ങനെയാണെങ്കിലും നമുക്ക് ഇൻവേർട്ടഡ് ഇമേജേ കിട്ടുള്ളൂ. കാരണം ഇവിടെ ഇൻവേർട്ടഡ് ഇമേജാണ് വരുന്നത്, ഇൻവേർട്ടഡ് ഇമേജ്. ഇനി അടുത്ത് ബി എടുത്ത് നോക്കുക. സോ യു ബി സിക്വൾ ഞാൻ 29 കൊടുക്കാം. യു ബി സിക്വൾ സോ -29 കൊടുക്കുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് അപ്പോൾ 1/v -1/29 ഈസ് ഈക്വൽ ടു 1/20. അപ്പോൾ 1/v ഈസ് ഈക്വൽ ടു സോ 1/20 മൈനസ് 1/29 വരും. സോ 20 × 29 ബൈ മൈനസ് 20 വരും. അപ്പോൾ വി ബി കറസ്പോണ്ടിങ് ആയിട്ട് സോ 20 × 29/9 വരും. ഇതിൻ്റെ വാല്യൂ നമ്മൾ എടുക്കുമ്പോൾ അപ്രോക്സിമേറ്റ്ലി 20 × 29/9 ഇത് 64.44 വരും. 64.44 വരും. അപ്പോൾ 64.44 വരും. ഓക്കെ, 64.44 വരും. ഇവിടെ നോക്കുക ഇതിൻ്റെ വാല്യൂ 64.44 എങ്ങനെ വരും. ഓക്കെ, അപ്പോൾ അതായത് നിങ്ങൾ എങ്ങനെ ചെയ്യുമ്പോൾ സോ ഒരു മെത്തേഡ് ഞാൻ രണ്ട് മെത്തേഡ് കാണിച്ചു തരാം. ഒരു മെത്തേഡ് സാധാ നമ്മുടെ മെത്തേഡ്. അപ്പോൾ അതായത് ഈ മെത്തേഡ് ഞാൻ ചെയ്ത് ഈ മെത്തേഡ് ഇവിടെ ഈ ഒബ്ജക്റ്റ് ഇങ്ങനെ ഇരിക്കുകയല്ലേ, ഈ ഒബ്ജക്റ്റ് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇത് എ ഇവിടെ ബി ഇവിടെ. അപ്പോൾ എയുടെ ഡിസ്റ്റൻസ് നമുക്ക് ഇവിടെ വരുന്നത് എയുടെ ഡിസ്റ്റൻസ് 30 ആണ്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് അതിൻ്റെ ഇമേജ് ഇപ്പുറം അതിൻ്റെ ഇമേജ് വരുന്നത് ഇവിടെ 60 ഇവിടുന്ന് 60 എന്നാൽ ഈ ബിയുടെ ഇമേജ്, കാരണം ബിയുടെ ഡിസ്റ്റൻസ് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് 29 ആണ്. അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് ഇമേജ് വരുന്നത് കാരണം ഇവിടുന്ന് കുറച്ചുകൂടി മാറിയിട്ട് ഇവിടെ ഈ ഭാഗത്ത് ഇവിടെ ഇപ്പോൾ ബി ഇങ്ങനെയായിരിക്കും വരുന്നത്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് 64 വരും. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് 64.44 വരും. ഇനി നോക്കാം ഇവിടുത്തെ ഇതിൻ്റെ ഹൈറ്റ് എടുക്കുകയാണെങ്കിൽ ഇമേജിൻ്റെ ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ് എടുക്കുകയാണെങ്കിൽ ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ് സോ ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ് എച്ച് ഈസ് ഈക്വൽ ടു എത്രയായിരുന്നു, HO2 അല്ലേ, 2 സെൻറ്റിമീറ്റർ ആണ്. ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ് ഈസ് ഈക്വൽ ടു 2 സെൻറ്റിമീറ്റർ. ഈ ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റ് 2 സെൻറ്റിമീറ്റർ ആണ്. ഇത് 2 സെൻറ്റിമീറ്റർ ആണ്. കാരണം ഈ ലെങ്ത് ഒരു 1 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ് 2 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഹൈറ്റ് ഓഫ് ഇമേജ്
ഹൈറ്റ് ഓഫ് ഇമേജ് ഈസ് ഇക്വൽ ടു ഹൈറ്റ് ഓഫ് ഇമേജ് എന്ന് പറയുമ്പോൾ നമ്മൾ നോക്കുക അത് മാഗ്നിഫിക്കേഷൻ. സോ മാഗ്നിഫിക്കേഷൻ ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ് ആണ്. ദാറ്റ് ഈസ് ഇക്വൽ ടു മാഗ്നിഫിക്കേഷൻ എത്ര വരും? മാഗ്നിഫിക്കേഷൻ -2 ആണ്. നമുക്ക് ഓൾറെഡി കിട്ടിയായിരുന്നു. മാഗ്നിഫിക്കേഷൻ -2 വരും. -2 എന്ന് പറയുമ്പോൾ ഈ ഇമേജ് ഇതിൻ്റെ ഹൈറ്റ് നമ്മൾ നോക്കുമ്പോൾ ഈ ഹൈറ്റ് നോക്കുമ്പോൾ അത് ഇവിടെ നിന്ന് ഇരിക്കണ പോലെ തോന്നുന്നത്. ഇതിൻ്റെ ഹൈറ്റ് നമ്മൾ എടുക്കുമ്പോൾ സോ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ എടുക്കണം. കാരണം ഈ പോയിന്റിൽ നിന്ന് എടുക്കുന്ന പോലെ എടുക്കണം. ഹൈറ്റ് എടുക്കുമ്പോൾ സോ ഈ ഹൈറ്റ് ഇവിടെ വെക്കുന്ന പോലെയല്ലേ. ഇതിൻ്റെ ഹൈറ്റ് നമ്മൾ എടുക്കുമ്പോൾ അത് ഇവിടെ ഇരിക്കണ പോലെ തോന്നണം. അപ്പോൾ ഇത് 30 ആണ്. സോ ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ വന്നത് മറ്റോടത്ത് 60 അപ്പോൾ ഇതിൻ്റെ മാഗ്നിഫിക്കേഷൻ ഈസ് ഈക്വൽ ടു സോ 60/-30 MV/U -2 വരും. അപ്പോൾ ദാറ്റ് ഈസ് -2 ഇൻറ്റു ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ് 2 -4 വരും. അപ്പോൾ -4 എന്ന് പറയുമ്പോൾ താഴത്തോട്ടാണ് തോന്നുന്നത്. ഇവിടെ നോക്കുക. അപ്പോൾ ഇത് നോക്കുക. അപ്പോൾ ഇതിൻ്റെ ഈ ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ ഇത് നോക്കുക. എയുടെ ഇമേജ് ഇവിടെ വരും. എയുടെ ഇമേജ് ഇവിടെ വരും. ബിയുടെ ഇമേജ് ഇവിടെ വരും. ബിയുടെ ഇമേജ് ഈ ലൈനിൽ വരും. ബിയുടെ ഇമേജ് ഈ ലൈനിലായിരിക്കും. ബിയുടെ ഇമേജ് ഈ ലൈനിലായിരിക്കും. പിന്നെ ഹൈറ്റ് ഓഫ് ഇമേജ് എത്രയാണ്? സോ നമുക്ക് ഈ ബിയുടെ ലൊക്കേഷൻ കണ്ടുപിടിക്കാനായിട്ട് നോക്കുക. ഈ ഹൈറ്റ് ഓഫ് ഇമേജ് എന്ന് പറയുമ്പോൾ 4 ആണ്. ഹൈറ്റ് ഓഫ് ഇമേജ് ഈസ് ഈക്വൽ ടു ഇത് 4 സെൻറ്റിമീറ്റർ. ഹൈറ്റ് ഓഫ് ഇമേജ് ഈസ് ഈക്വൽ ടു 4 സെൻറ്റിമീറ്റർ വരും. അപ്പോൾ ഇവിടെ 4 സെൻറ്റിമീറ്റർ എടുക്കുക. അപ്പോൾ ഇത് എ. അപ്പോൾ ഇവിടെയാണ് ബിയുടെ ഇമേജ് വരുന്നത്. അപ്പോൾ നോക്കുക ബിയുടെ ഇമേജ് ഇവിടെ നിന്ന് ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് 29 ആണ്. അപ്പോൾ 29 ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് എടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഇമേജ് ഡിസ്റ്റൻസ് വരുന്നത് 64 ആണ്. അപ്പോൾ ഈ ലൈനിൽ നിന്ന് ഒരു പെർപെൻഡിക്കുലർ ഡ്രോപ്പ് ചെയ്യുക. അപ്പോൾ ഈ ലൈനിലാണ് ഈ ബിയുടെ ഇമേജ് കിടക്കുന്നത്. അപ്പോൾ ബിയുടെ നോക്കുക ഈ ഹൈറ്റ്, ഈ ഒബ്ജക്റ്റ് നമ്മളിവിടെ എടുക്കുമ്പോൾ ഇതിൻ്റെ ഹൈറ്റ് 2 ആയിട്ട് എടുക്കുക. അപ്പോൾ അത് എയിൽ ഇരിക്കുന്ന പോലെ എടുക്കുക. എയിലെ ഒബ്ജക്റ്റ് ഉള്ള പോലെ എടുക്കുക. ഇപ്പോൾ 30. അപ്പോൾ അതിൻ്റെ ഇമേജ് വരുന്നത് 60 മാഗ്നിഫിക്കേഷൻ -2 വരും. അപ്പോൾ ഇൻവേർട്ടഡ് ഇമേജ്. അപ്പോൾ -2 × 2. ഓക്കെ, -2 × 2 എടുക്കുമ്പോൾ ഹൈറ്റ് ഓഫ് ഇമേജ് വരും. അപ്പോൾ ഇവിടുന്ന് 4 സെൻറ്റിമീറ്റർ മാറിയിട്ടാണ് ഈ ബിയുടെ ലൊക്കേഷൻ കിടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇമേജ് ഇങ്ങനെ വരും. ഇതായിരിക്കും അതിൻ്റെ ഇമേജ്. അപ്പോൾ നോക്കുക ഈ ഡിസ്റ്റൻസ്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് നമുക്ക് എത്ര വരും? ഈ ഡിസ്റ്റൻസ് 64 - 64 ഇത് 4.44 വരും. അപ്പോൾ ഇതിൻ്റെ ഈ ആംഗിൾ എടുക്കുമ്പോൾ നോക്കുക. ഈ ആംഗിൾ 4 സെൻറ്റിമീറ്റർ. ഈ ആംഗിൾ 4.4. അപ്പോൾ ആംഗിൾ തീറ്റ ഈസ് ഈക്വൽ ടു ആംഗിൾ ആൽഫ്യൂ തീറ്റ എന്ന് തന്നിട്ടുണ്ട്. ഇത് ആൽഫയാണ്. മറ്റേ ആംഗിൾ എടുക്കുമ്പോൾ സോ ഇവിടുത്തെ ആംഗിൾ തീറ്റ ഞാൻ കൊടുക്കുകയാണെങ്കിൽ സോ ടാൻ തീറ്റ എടുക്കുമ്പോൾ ദാറ്റ് ഈസ് 4/4.44 സംതിങ്. അപ്പോൾ ഇത് 45 അടുത്താണ്. അപ്പോൾ ഇത് നെഗറ്റീവ് അല്ല. അപ്പോൾ ഈ ആംഗിൾ എടുക്കുമ്പോൾ സോ ഇത് ഇങ്ങനെ ആംഗിളാണ് വരുന്നത്. അപ്പോൾ ഈ ആംഗിൾ ഇങ്ങനെ എടുക്കുമ്പോൾ സോ ഈ ആംഗിൾ തീറ്റ ഈസ് ഈക്വൽ ടു -45 ഡിഗ്രി വരും. ആംഗിൾ തീറ്റ എടുക്കുക. അത് -45. അപ്പോൾ ഇതിനടുത്ത് വരുന്ന വാല്യൂ -45 ആണ്. അപ്പോൾ ഓപ്ഷൻ 2 വരും. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് വേറൊരു മെത്തേഡിലും ചെയ്യാം. അതാണ് കുറച്ചുകൂടെ ഈസി ആയിട്ട് വരുന്നത്. അപ്പോൾ ഇത്രയും നിങ്ങൾ 2 എണ്ണം എടുക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ അതിന് നിങ്ങൾ ഇത് ലാറ്ററൽ മാഗ്നിഫിക്കേഷൻ, മറ്റേത് ലോഞ്ചിറ്റ്യൂണൽ മാഗ്നിഫിക്കേഷൻ. ആ ഒരു കോൺസെപ്റ്റ് കൂടെ അറിഞ്ഞിരിക്കണം. ലോഞ്ചിറ്റ്യൂണൽ മാഗ്നിഫിക്കേഷൻ പറയണമെന്നാണ്. ലോഞ്ചിറ്റ്യൂഡിനൽ മാഗ്നിഫിക്കേഷൻ അതായത് ഇവിടെ നോക്കുക. നിങ്ങൾ 2 രീതിയിൽ. അപ്പോൾ അതിന് നിങ്ങൾ ഈ ഒരു കോൺസെപ്റ്റ് അറിഞ്ഞിരിക്കണം. അപ്പോൾ അത് അറിഞ്ഞാൽ ഇത് എളുപ്പമായിരിക്കും. അതായത് നമുക്കറിയാം ഇങ്ങനെ ഒരു ഒബ്ജക്റ്റ് കിടക്കുകയാണ്. ഇങ്ങനെ ഒരു ഒബ്ജക്റ്റ് ഇങ്ങനെ കിടക്കുകയാണെങ്കിൽ ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ് നമുക്കറിയാം. ഹൈറ്റ് ഓഫ് ഇമേജ് ഈസ് ഈക്വൽ ടു നമുക്ക് എഴുതാം ഹൈറ്റ് ഓഫ് ഇമേജ് ഈസ് ഈക്വൽ ടു m × ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ് എന്ന് വരും. ഇത് ലാറ്ററൽ മാഗ്നിഫിക്കേഷൻ. ഇനി ലോഞ്ചിറ്റ്യൂണൽ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ സ്മോൾ ഒബ്ജക്റ്റ് ഒക്കെ ആണെങ്കിൽ, അതായത് ലോഞ്ചിറ്റ്യൂണൽ എന്ന് പറയുമ്പോൾ ഒബ്ജക്റ്റിൻ്റെ ലെങ്ത് ടു ഇമേജിൻ്റെ ലെങ്ത് ടു ഒബ്ജക്റ്റിൻ്റെ ലെങ്ത് ആണ്. അതായത് ഇങ്ങനൊരു ഒബ്ജക്റ്റ് ഇവിടെ, ചെറിയൊരു ഒബ്ജക്റ്റ് ഇവിടെ കിടക്കുകയാണ്. ഇതാണ് അതിൻ്റെ ലെങ്ത്. അങ്ങനെയാണെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് ലെങ്ത് ഓഫ് ഇമേജ്. ഓക്കെ, പിന്നെ ലാറ്ററൽ മാഗ്നിഫിക്കേഷൻ m ലോഞ്ചിറ്റ്യൂണൽ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ലോഞ്ചിറ്റ്യൂണൽ മാഗ്നിഫിക്കേഷൻ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സോ ലെങ്ത് ഓഫ് ഇമേജ്. ഓക്കെ, സോ അപ്പോൾ ലോഞ്ചിറ്റ്യൂണൽ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു അത് m² ആണ്. അപ്പോൾ അതെങ്ങനെ വരുന്നതെന്ന് നോക്കാം. കാരണം ഈ ലാറ്ററൽ മാഗ്നിഫിക്കേഷൻ m ഈസ് ഈക്വൽ ടു v/u ആണ്. ലോഞ്ചിറ്റ്യൂണൽ മാഗ്നിഫിക്കേഷൻ വരുമ്പോൾ നമ്മുടെ ഇക്വേഷൻ ഇങ്ങനെയാണ്. 1/v - 1/u ഈസ് ഈക്വൽ ടു 1/f വരും. അപ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുക. dv/v² പ്ലസ് du/u² ഈസ് ഈക്വൽ ടു 0 വരും. അപ്പോൾ dv/v² ഈസ് ഈക്വൽ ടു du/u² വരും. അപ്പോൾ വെൻ ഒബ്ജക്റ്റ് ഈസ് സ്മോൾ സോ വെൻ ഒബ്ജക്റ്റ് സ്മോൾ അപ്പോൾ d എന്ന് പറയുമ്പോൾ അത് ലെങ്ത്. d എന്ന് പറയുമ്പോൾ Δu, ദാറ്റ് ഈസ് ലെങ്ത് ഓഫ് ഒബ്ജക്റ്റ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ലെങ്ത് ഓഫ് ഒബ്ജക്റ്റ് വരും. ലെങ്ത് ഓഫ് ഒബ്ജക്റ്റ്
അതുപോലെ ഡെൽറ്റ വി ഡി വി ഈസ് ഈക്വൽ ടു ഡെൽറ്റ വി ലെങ്ത് ഓഫ് ഇമേജ് വരും. ലെങ്ത് ഓഫ് ഇമേജ് വരും. അപ്പോൾ നോക്കുക, അപ്പോൾ ഡി വി ബൈ ഡി എന്ന് പറയുമ്പോൾ ഇത് ലെങ്ത് ഓഫ് ഇമേജ് ബൈ ലെങ്ത് ഓഫ് ഒബ്ജക്റ്റ് ആണ്. ലെങ്ത് ഓഫ് ഒബ്ജക്റ്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഇപ്പോൾ ഡി വി ബൈ ഡി എന്ന് പറയുമ്പോൾ ഡി വി ബൈ ഡി ഈസ് ഈക്വൽ ടു അത് വി സ്ക്വയർ ബൈ യു സ്ക്വയർ വരും. അപ്പോൾ ഇത് എം സ്ക്വയർ വരും. അപ്പോൾ നമ്മൾ ചെറിയ ഒബ്ജക്റ്റ് ആകുമ്പോൾ ലെങ്ത് ഓഫ് ഇമേജ് ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? ലെങ്ത് ഓഫ് ഇമേജ് ഈസ് ഈക്വൽ ടു ലെങ്ത് ഓഫ് ഇമേജ് എന്ന് പറയുമ്പോൾ എം സ്ക്വയർ ഇൻറ്റു ലെങ്ത് ഓഫ് ഒബ്ജക്റ്റ് വരും. അപ്പോൾ നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റും. അപ്പോൾ ആ കോൺസെപ്റ്റ് ചെയ്ത് നോക്കാം. ആ കോൺസെപ്റ്റ് നമ്മളിത് ചെയ്യുമ്പോൾ ഈ ഒബ്ജക്റ്റ് ഇവിടെ, അപ്പോൾ ഈ ഡിസ്റ്റൻസ് നമുക്കിങ്ങനെ എടുക്കാം. ഈ ഡിസ്റ്റൻസ് 30 സെൻറ്റിമീറ്റർ, ഇതിൻ്റെ ഫോക്കൽ ലെങ്ത് 20 സെൻറ്റിമീറ്റർ. അപ്പോൾ 1/v, 1/v മൈനസ് 1/30 ഇസ് ഈക്വൽ ടു 1/20 ചെയ്യുമ്പോൾ 1/v ഇസ് ഈക്വൽ ടു 1/20 മൈനസ് 1/30 ദാറ്റ് ഈസ് ഈക്വൽ ടു 1/60 വരും. അപ്പോൾ v ഇസ് ഈക്വൽ ടു 60. അപ്പോൾ ഇതിൻ്റെ മാഗ്നിഫിക്കേഷൻ m ഈസ് ഈക്വൽ ടു 60 ബൈ -30 -2 വരും. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഇമേജ് ഇൻവേർട്ടഡ് ഇമേജ് ആണ്, കാരണം m ഈസ് ഈക്വൽ ടു -2 ആണ്. പിന്നെ നോക്കി ഇതിൻ്റെ ലെങ്ത് ഓഫ് ഇമേജ്, ഇവിടെ ലെങ്ത് ഓഫ് ഇമേജ് എടുക്കുമ്പോൾ നോക്കുക, ലെങ്ത് ഓഫ് ഒബ്ജക്റ്റ് ഈസ് ഈക്വൽ ടു 1 വരും. ലെങ്ത് ഓഫ് ഒബ്ജക്റ്റ് ഈസ് ഈക്വൽ ടു 1 സെൻറ്റിമീറ്റർ, കാരണം ഈ ഡിസ്റ്റൻസ് 1 സെൻറ്റിമീറ്റർ, ഇത് 2 സെൻറ്റിമീറ്റർ. അപ്പോൾ നോക്കുക, അപ്പോൾ ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ് ഈസ് ഈക്വൽ ടു 2 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഹൈറ്റ് ഓഫ് ഇമേജ് ഈസ് ഈക്വൽ ടു -2 ഇൻറ്റു ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ്, അപ്പോൾ അത് -4 വരും. ഇനി ലെങ്ത് ഓഫ് ഇമേജ് ഈസ് ഈക്വൽ ടു എം സ്ക്വയർ ഇൻറ്റു ലെങ്ത് ഓഫ് ഒബ്ജക്റ്റ് ആണ്. എം സ്ക്വയർ ഇൻറ്റു ലെങ്ത് ഓഫ് ഒബ്ജക്റ്റ് വരും. അപ്പോൾ നമുക്ക് എം സ്ക്വയർ ഇൻറ്റു ലെങ്ത് ഓഫ് ഒബ്ജക്റ്റ്, എം സ്ക്വയറിൻ്റെ വാല്യൂ -2 ഹോൾ സ്ക്വയർ ഇൻറ്റു ലെങ്ത് ഓഫ് ഒബ്ജക്റ്റ് ഈസ് ഈക്വൽ ടു 1. അപ്പോൾ ഇത് 4 ഇൻറ്റു 1 വരും. അപ്പോൾ അത് 4 സെൻറ്റിമീറ്റർ വരും. ഇവിടെ നോക്കുക, അപ്പോൾ ഹൈറ്റ് ഓഫ് ഇമേജ് -4 എന്ന് പറയുമ്പോൾ അത് പ്രിൻസിപ്പൽ ആക്സിന് താഴെ കിടക്കുന്നത്. ആ ലെങ്ത് ഓഫ് ഇമേജ് +4 ആണ്. ഓക്കെ, ലെങ്ത് ഓഫ് ഇമേജ് ഈസ് ഈക്വൽ ടു +4 വരും. ഇവിടെ നോക്കാം, അപ്പോൾ ഇവിടെ നമ്മൾ എടുക്കുമ്പോൾ ഈ പോയിന്റിൽ ഇമേജ് ഫോം ചെയ്യുന്നത് ഇവിടുന്ന്, അതായത് ഇവിടുന്ന് എയുടെ ലൊക്കേഷൻ ഇവിടുന്ന് 60 സെൻറ്റിമീറ്റർ മാറി, എന്ന് 60 സെൻറ്റിമീറ്റർ മാറിയിട്ടാണ്. അപ്പോൾ ലെങ്ത് ഓഫ് ഇമേജ് എടുക്കുമ്പോൾ ഇവിടുന്ന് 4 സെൻറ്റിമീറ്റർ മാറി, ഇവിടുന്ന് 4 സെൻറ്റിമീറ്റർ മാറിയിട്ട് ആ ലൈനിലാണ് കിടക്കുന്നത്. ആ ലൈനിൽ പിന്നെ ഇവിടുത്തെ ഇതിൻ്റെ ഹൈറ്റ് ഓഫ് ഇമേജ് 4 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ അത് ഇങ്ങനെ വരും. ഇതായിരിക്കും ഇവിടെ AB. ഇതാണ് നമ്മുടെ ഇമേജ്, കാരണം അതിൻ്റെ ഇമേജിൻ്റെ ലെങ്ത് 4 വരും, ഹൈറ്റും 4 വരും. ഇമേജിൻ്റെ ലെങ്ത് 4, ഹൈറ്റ് 4. അപ്പോൾ ഇതും 4 ആണ്, ഹൈറ്റും 4 ആണ്, ലെങ്ത് 4 ആണ്. ഇൻവേർട്ടഡ് ഇമേജ് ആണ്. ഓക്കെ, ഇൻവേർട്ടഡ് ഇമേജ് ആകുമ്പോൾ ഈ ആംഗിൾ തീറ്റ നെഗറ്റീവ് വരും. അപ്പോൾ തീറ്റ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് -. ഓക്കെ, അല്ലെങ്കിൽ തീറ്റ ഈസ് ഈക്വൽ ടു നമുക്ക് ഇങ്ങനെ എഴുതാം, ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു -4/4. അപ്പോൾ തീറ്റ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് -1 ദാറ്റ് ഈസ് ഈക്വൽ ടു -45 ഡിഗ്രി വരും. ഈ മെത്തേഡ് ആകുമ്പോൾ കുറച്ചുകൂടെ എളുപ്പത്തിൽ കിട്ടും. രണ്ടും കറക്റ്റ് ആണ്. അപ്പോൾ ഇതൊരു അപ്രോക്സിമേഷൻ. നമ്മുടെ ലെങ്ത് ഓഫ് ഇമേജ്, ഇതിൻ്റെ കോൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ ലെങ്ത് ഭയങ്കര ചെറുതാകുമ്പോൾ, ഈ ഇമേജിൻ്റെ ലെങ്ത് ഒബ്ജക്റ്റിൻ്റെ ലെങ്ത് ചെറുതാകുമ്പോൾ നമുക്ക് ലെങ്ത് ഓഫ് ഇമേജ് ഈസ് ഈക്വൽ ടു എം സ്ക്വയർ ഇൻറ്റു ലെങ്ത് ഓഫ് ഒബ്ജക്റ്റ് എന്ന് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ മെത്തേഡിൽ ചെയ്തെടുക്കുന്ന രീതിയാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസർ -45 വരും. അപ്പോൾ അതിൻ്റെ ആൻസർ -45, ഓപ്ഷൻ 2. Question number 29 and the answer option 2 ആണ്. Next question number 30. Consider two infinitely large plane parallel conducting plates are shown below. The plates are uniformly charged with a surface charge density plus sigma and -2 sigma. The force experienced by a point charge plus Q placed at the midpoint between two plates. Okay, between the two plates. Okay, നമുക്ക് ഇൻഫിനിറ്റ് പ്ലേറ്റ് ആകുമ്പോൾ ഇപ്പോൾ ആ ഫോഴ്സ് ഡസ് നോട്ട് ഡിപ്പെൻഡ്സ് ഓൺ ദ ഡിസ്റ്റൻസ് ആണ്, കാരണം ഇൻഫിനിറ്റ് പ്ലേറ്റ് ആകുമ്പോൾ അത് ക്രിയേറ്റ് ചെയ്യുന്ന ഫീൽഡ് ഡസ് നോട്ട് ഡിപ്പെൻഡ്സ് ഓൺ ദ ഡിസ്റ്റൻസ് ആണ്. ഇവിടെ പ്ലസ് സിഗ്മയാണ്, ഇവിടെ -2 സിഗ്മ. ഈ പോയിന്റിൽ ഇത് ഇങ്ങോട്ടേക്ക് ഒരു ഇലക്ട്രിക് ഫീൽഡ് E1 ക്രിയേറ്റ് ചെയ്യും, ഇത് ക്രിയേറ്റ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് E2 ആയിരിക്കും. ഇവിടെ ഒരു Q എന്ന് പറയുന്ന ചാർജ് വെച്ചിരിക്കുക. ഇലക്ട്രിക് ഫീൽഡ് E1 ഈസ് ഈക്വൽ ടു സിഗ്മ/2 എപ്സിലോൺ നോട്ട് ആണ്. ആൻഡ് E2 ഈസ് ഈക്വൽ ടു അത് 2 സിഗ്മ/2 എപ്സിലോൺ നോട്ട് ആണ്.
ഇവിടെ നോക്കുക, കാരണം ഈ രണ്ട് ഫീൽഡ് ഈ പ്ലസ് ക്യൂ ഇരിക്കുന്ന ലൊക്കേഷനിൽ രണ്ട് ഫീൽഡ് ആക്ട് ചെയ്യുന്നുണ്ട്. കാരണം ഇതിൻ്റെ ഫീൽഡ് അവേ ഫ്രം ദ പ്ലേറ്റ് ആണെങ്കിൽ ഇത് ക്രിയേറ്റ് ചെയ്യുന്ന ഫീൽഡ് ടുവേഴ്സ് ദ പ്ലേറ്റ് ആണ്. അപ്പോൾ ക്യൂ എന്ന് പറയുന്ന ചാർജിൽ രണ്ട് ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, ക്യൂ എന്ന് പറയുന്ന ചാർജ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇങ്ങോട്ടേക്ക് ഒരു 2σ/2 എപ്സിലോൺ നോട്ട് എന്ന് പറയുന്ന ഫീൽഡ്, മറ്റേ ഈ പ്ലേറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന σ/2 എപ്സിലോൺ നോട്ട്. ഇത് രണ്ടും കൂടെയും ക്രിയേറ്റ് ചെയ്യുമ്പോൾ അപ്പോൾ ഫോഴ്സ് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഓൺ ക്യൂ ഈസ് ഈക്വൽ ടു, സോ ക്യൂ ഇൻറ്റു ഇ നെറ്റ് വരും, ക്യൂ ഇൻറ്റു ഇ നെറ്റ്. അപ്പോൾ ഇ നെറ്റ് ഈസ് ഈക്വൽ ടു σ/2 എപ്സിലോൺ നോട്ട് പ്ലസ് 2σ/2 എപ്സിലോൺ നോട്ട്, ദാറ്റ് ഈസ് ഈക്വൽ ടു 3σ/2 എപ്സിലോൺ നോട്ട് വരും. Power the force on Q, that is equal to Q into E net. Okay, so Q into E net, so Q into 3σ/2 epsilon naught. 3 into sigma Q by 2 epsilon naught വരും. 3 into sigma Q by 2 epsilon naught. Option 2. Okay, option 2 വരും. അപ്പോൾ അതിൻ്റെ ആൻസർ 3 into sigma Q, 3 sigma Q by 2 epsilon naught, ഓപ്ഷൻ 2 വരും. ക്വസ്റ്റ്യൻ നമ്പർ 30, അതിൻ്റെ ആൻസർ ഓപ്ഷൻ 2 വരും. Next question number 31. A river flowing from west to east direction with a speed of 9 km per hour. If a boat capable of moving at a maximum speed of 27 km per hour in still water crosses a river in half a minute. Okay, in a half a minute while moving the maximum speed at an angle of 150 degree to the direction of river flow, then the width of river. ഇവിടെ നോക്കുക, അപ്പോൾ ഇവിടെ ഒരു റിവർ ഇങ്ങനെ ഫ്ലോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ റിവർ, അപ്പോൾ ഇവിടെ നോക്കുക, അപ്പോൾ റിവർ ഫ്ലോ ഈ ഡയറക്ഷനാണ് റിവർ ഫ്ലോ വരുന്നത്. റിവർ ഫ്ലോ അത് 9 km per hourലാണ് റിവർ ഫ്ലോ വരുന്നത്. അപ്പോൾ ദ ബോട്ട് ക്രോസ് അറ്റ് ആൻ ആംഗിൾ. ഓക്കെ, സോ ബോട്ടിൻ്റെ മാക്സിമം സ്പീഡ് 27 km per hour ക്രോസസ് റിവർ ഇൻ എ ഹാഫ് എ മിനിറ്റിലാണ്. ഇത് ഇങ്ങോട്ടേക്ക് ക്രോസ് ചെയ്ത് ഹാഫ് എ മിനിറ്റ് ആണ്. വൈൽ മൂവിങ് വിത്ത് മാക്സിമം സ്പീഡ് അറ്റ് 150 ഡിഗ്രി ആംഗിളാണ്. അപ്പോൾ ഈ ആംഗിൾ, അപ്പോൾ ഇവിടുന്ന് ഈ ആംഗിൾ റിവർ ഫ്ലോ ആയിട്ട് 150 ഡിഗ്രിയാണ്. ഇവിടുന്ന് 150 ഡിഗ്രി എന്ന് പറയുമ്പോൾ, അപ്പോൾ 150 ഡിഗ്രി എന്ന് പറയുമ്പോൾ ഇത് 90 ഡിഗ്രി വരും. പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് 60 വരും. അപ്പോൾ ഇത് ഇവിടുന്ന് ക്രോസ് ചെയ്ത് ഈ ഡയറക്ഷനിലാണ്, ഈ ഡയറക്ഷനിൽ ഇവിടുന്ന് ക്രോസ് ചെയ്ത ആംഗിൾ, ഈ ആംഗിൾ 60 ഡിഗ്രി. ഈ 60 ഡിഗ്രിയിൽ ഇപ്പോൾ ഇത് 27 km per hour പോകും. ഈ ആംഗിളിലാണ് ഇത് ക്രോസ് ചെയ്ത്. അപ്പോൾ വിഡ്ത്ത് ഓഫ് റിവർ കണ്ടുപിടിക്കണം. ഇവിടെ നോക്കുക ഈ വെലോസിറ്റി നമുക്ക് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ നോക്കുക, ഈ റിവറിൻ്റെ വിഡ്ത്ത് W എന്നെല്ലാം കൊടുക്കാം. ഇവിടെ നോക്കുക, ഈ വെലോസിറ്റി എനിക്ക് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഈ വെലോസിറ്റിന്, ഈ സ്പീഡിന് എനിക്ക് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. കാരണം ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു സ്പീഡ്, ഓക്കെ, ഈ സ്പീഡിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. അപ്പോൾ നോക്കുക, ഈ ആംഗിൾ 60 ഡിഗ്രിയാണ്, ഈ ആംഗിൾ 60 ഡിഗ്രി. ഇത് 27 km per hour. ഈ ഡയറക്ഷൻ വരുന്ന കമ്പോണൻ്റ് എന്ന് പറയുമ്പോൾ ഇത് 27 cos 60 വരും. ആൻഡ് ഈ ഡയറക്ഷനിൽ 27 sin 60 വരും. അപ്പോൾ ഈ 27, ഈ റിവർ വിഡ്ത്ത് ക്രോസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഈ 27 cos 60 ഈ വിഡ്ത്ത് ക്രോസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ, സോ 27 cos 60 ആണ്. അപ്പോൾ ദ 27 cos 60 കമ്പോണൻറ്റ് 27 cos 60 കമ്പോണൻറ്റ് ഹെൽപ്സ് ടു ക്രോസ് ദ റിവർ. അപ്പോൾ നമ്മുടെ വെക്ടറിൻ്റെ ഓർത്തോഗണാലിറ്റി ആ കോൺസെപ്റ്റ് ആണ്. അപ്പോൾ ഈ കമ്പോണൻ്റ് ആണ് ഈ റിവർ ക്രോസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. ഈ കമ്പോണൻറ്റ് മറ്റേ റിവർ ഫ്ലോയിനെ ഒപ്പോസ് ചെയ്യുന്നത്. കാരണം ഇങ്ങോട്ടേക്ക് റിവർ ഫ്ലോ ഉണ്ട്. അപ്പോൾ ഇത് റിവർ ഫ്ലോയിനെ ഒപ്പോസ് ചെയ്യുന്നത്. അപ്പോൾ 27 cos 60 കമ്പോണൻറ്റ്, ഓക്കെ, ഹെൽപ്സ് ടു ക്രോസ് ദ റിവർ. ഹെൽപ്പ് ടു ക്രോസ് ദ റിവർ. അപ്പോൾ നോക്കുക, അപ്പോൾ ടൈം ടേക്കൺ ടു ക്രോസ്. ഓക്കെ, ടൈം ടേക്കൺ ടു ക്രോസ്. സോ ടൈം ടേക്കൺ ടു ക്രോസ് ദ റിവർ എന്ന് പറയുമ്പോൾ ടൈം ടേക്കൺ ടു ക്രോസ് ദ റിവർ T is equal to, അപ്പോൾ അതിൻ്റെ വിഡ്ത്ത് ഡിവൈഡ് ബൈ, സോ 27 cos 60 വരും. അപ്പോൾ ഞാനിതിന് നമുക്ക് വിഡ്ത്ത് എല്ലാം മീറ്ററിലാണ്. അപ്പോൾ ഞാനിതിന് ഈ കിലോമീറ്റർ പെർ അവറിനൊന്ന് മീറ്റർ പെർ സെക്കൻഡ് ആക്കുക. അപ്പോൾ 27 കിലോമീറ്റർ ഉണ്ട്. സോ 5/8 എടുക്കും. 5/18 ചെയ്യുമ്പോൾ ഇവിടെ 3 × 5/2 വരും. ഇത് 15/2 വരും. ഓക്കെ, 15/2. ഇത് 15/2 വരും അല്ലേ. അപ്പോൾ ഇവിടുത്തെ ടൈം T is equal to, സോ വിഡ്ത്ത് ഡിവൈഡ് ബൈ 27, ഇതിനെ നമ്മൾ ഇതിലോട്ട് മാറ്റുമ്പോൾ 15/2 ഇൻറ്റു cos 60 ആണ്. cos 60 1/2 ആണ്. സോ വിഡ്ത്ത് ഡിവൈഡ് ബൈ 15/2 ഇൻറ്റു 1/2. അപ്പോൾ വിഡ്ത്ത് ഈസ് ഈക്വൽ ടു, സോ ടൈം T ഇൻറ്റു 15/4 വരും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ടൈം T ഇൻറ്റു 15/4. ഇപ്പോൾ ഇവിടുത്തെ ടൈം ഹാഫ് എ മിനിറ്റ് ആണ്. ഹാഫ് എ മിനിറ്റ് എന്ന് പറയുമ്പോൾ 30 വരും അല്ലേ. ഹാഫ് എ മിനിറ്റ് എന്ന് പറയുമ്പോൾ 30 വരും. സോ T ഈസ് ഈക്വൽ ടു ഹാഫ് എ മിനിറ്റ്, അത് 30 സെക്കൻഡ് ആണ്. കാരണം ഇത് നമുക്ക് മീറ്റർ പെർ സെക്കൻഡ്, ഇത് മീറ്റർ പെർ സെക്കൻഡിലൂടെ ഞാൻ മാറ്റി. ഇത് മീറ്റർ പെർ സെക്കൻഡ് 15/2 ഇൻറ്റു cos 60 വരുമ്പോൾ 15/2 ഇൻറ്റു 1/2 വരും.
ഇവിടെ ടൈം t ഈക്വൽ 30 × 15/4 വരും. ഇവിടെ നോക്കുക, ഇവിടെ 15 × 15 ഇവിടെ 2 വരും, കാരണം ഇവിടെ 15 ഇവിടെ 2 വരും. അപ്പോൾ 225/2 എന്ന് പറയുമ്പോൾ 112.5 വരും. ഓക്കെ, 112.5 മീറ്റർ വരും. സോ 112.5 മീറ്റർ. അപ്പോൾ അതാണ് ആ റിവറിൻ്റെ വിഡ്ത്ത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്ര എടുത്താൽ മതി. ഓക്കെ, നമുക്ക് വേറെ ഒന്നും ചെയ്യേണ്ട കാര്യം ഒന്നുമില്ല. ഇപ്പോൾ ഇത് ഓപ്ഷൻ 31 ഓപ്ഷൻ 2. യെസ്, ഇവിടെ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ആ വെലോസിറ്റീനെ ആ കമ്പോണൻ്റ് ആക്കുക, ആ റിവറിൻ്റെ, കാരണം ഈ വിഡ്ത്തിന് അക്രോസ് ആയിട്ടും ആ കമ്പോണൻ്റ് ആക്കുക. കാരണം ഈ കമ്പോണൻ്റ്, ഓക്കെ, ഈ 27 sin 60 ഓപ്പോസിറ്റ് റിവർ ഫ്ലോ ആണ്. ഈ 27 cos 60 അലോങ് ദാറ്റ്, ഓക്കെ, അലോങ് ദ വിഡ്ത്ത് ആണ്, അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ടു റിവർ വെലോസിറ്റി ആണ്. കാരണം ഈ 27 cos 60 അലോങ് ദ വിഡ്ത്ത് ആണ്. ഇത് വിഡ്ത്ത് ഈ ഡയറക്ഷൻ ആണെങ്കിൽ, ഈ വിഡ്ത്ത് ഈ ഡയറക്ഷൻ ആണെങ്കിൽ, ഈ ഡയറക്ഷൻ ആണ് 27 cos 60. അപ്പോൾ ഈ കമ്പോണൻ്റ് ആണ് റിവർ ക്രോസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. ഈ കമ്പോണൻ്റ് ആണ് റിവർ ക്രോസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. മറ്റേ കമ്പോണൻ്റ് റിവർ ഫ്ലോയ്ക്ക് ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ വിഡ്ത്ത് ഡിവൈഡ് ബൈ ഈ 27 cos 60, അതല്ലെങ്കിൽ 15/2 cos 60 മീറ്റർ പെർ സെക്കൻഡ്. മീറ്റർ പെർ സെക്കൻഡ് മാറ്റുമ്പോൾ 15/2 cos 60 മീറ്റർ പെർ സെക്കൻഡ്. ആ കമ്പോണൻ്റ് ആണ് റിവർ ക്രോസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ 112.5 മീറ്റർ വരും. ഓപ്ഷൻ 2. Next question number 32. A point charge Q is placed at the origin. A second point charge is placed at D, 0,0. In a Cartesian coordinate system, the point in between them where the electric field vanishes. അപ്പോൾ ഏത് പോയിന്റിലാണ് ഇലക്ട്രിക് ഫീൽഡ് 0 ആവുന്നത്? അപ്പോൾ നോക്കിയാൽ മതി, ഒരു പോയിന്റ് ചാർജ്, ഒക്കെ, ഒരു പോയിന്റ് അറ്റ് ഡിസ്റ്റൻസ്, ഒക്കെ, ഒറിജിനിലും, ഒരെണ്ണം ഇവിടെ ഒറിജിനിലാണ്, ഒരെണ്ണം ഇവിടെ ഒറിജിനിലാണ്, 0,0,0, മറ്റേത് അറ്റ് എ ഡിസ്റ്റൻസ് ഡിയിലാണ്. ഇപ്പോൾ ഇവിടെ ഒരു എക്സ് എന്ന് പറഞ്ഞ പോയിന്റ് എടുക്കുക. ഈ എക്സ് എന്ന് പറഞ്ഞ പോയിന്റിൽ ഇവിടെ ക്യൂ എന്ന് പറഞ്ഞ ചാർജ്, ഇവിടെ പ്ലസ് ക്യൂ, ഇവിടെ പ്ലസ് 9Q വരും. സോ പ്ലസ് 9Q വരും. ഇവിടെ ഈ ഡിസ്റ്റൻസ് ഞാൻ എക്സ് എടുക്കുകയാണെങ്കിൽ ഇത് D - x വരും, ഇത് D - x. അപ്പോൾ ഈ D - xൽ ഇലക്ട്രിക് ഫീൽഡ് വാനിഷസ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് 0 ആണ്. അപ്പോൾ ഞാനിവിടെ എടുക്കുകയാണെങ്കിൽ, ഞാനിങ്ങനെ എടുക്കുമ്പോൾ, സോ ഇവിടെ പ്ലസ് ക്യൂ, ഈ പോയിന്റിൽ ഇത് ഇങ്ങോട്ടേക്ക് ഒരു E1 ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ, ഈ പോയിന്റിൽ ഈ 9Q ഇത് ഇങ്ങോട്ടേക്ക് ഒരു E2 ക്രിയേറ്റ് ചെയ്യും, ഇങ്ങോട്ടേക്ക് ഒരു E2 ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ അവിടെ ഈ പോയിന്റിൽ നെറ്റ്, കാരണം ഇത് രണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷൻ, കാരണം ഈ പ്ലസ് ക്യൂ ഇങ്ങോട്ടേക്ക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഈ പ്ലസ് 9Q ഇങ്ങോട്ടേക്ക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ഈ നെറ്റ് ഈസ് ഈക്വൽ ടു 0, ഈ നെറ്റ് ഈസ് ഈക്വൽ ടു 0 ആണ് ആ പോയിന്റിൽ. അപ്പോൾ E1 plus E2 is equal to 0. അപ്പോൾ magnitude of E1 is equal to magnitude of E2 ആണ്, magnitude of E2 ആണ്. അപ്പോൾ magnitude of E1 എടുക്കുമ്പോൾ, സോ magnitude of E1 is equal to magnitude of E1 എന്ന് പറയുമ്പോൾ അത് K × Q/x² വരും. അപ്പോൾ ഇത് D - x വരും. magnitude of E2 എന്ന് പറയുമ്പോൾ K × 9Q ആണ്, K × 9Q/D - x² വരും. ഇത് രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്യുമ്പോൾ KQ/x², K × 9Q/D - x². ഇവിടെ നോക്ക്, ഇവിടെ നമ്മൾ എടുക്കുമ്പോൾ ഇവിടെ KQ. അപ്പോൾ ഇവിടെ D - x² is equal to, so D - x² is equal to 9x² വരും. അപ്പോൾ D - x is equal to 3x വരും. അപ്പോൾ D - x is equal to 3x. ഓക്കെ, അപ്പോൾ 4x is equal to D എന്ന് വരും. 4x is equal to D and x is equal to D/4 വരും. അപ്പോൾ 4x is equal to D, അപ്പോൾ x is equal to 4x is equal to D, അപ്പോൾ x is equal to D/4 വരും. x is equal to D/4. അപ്പോൾ എക്സിൻ്റെ വാല്യൂ D/4 ആണ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ D/4. അപ്പോൾ ഈ എക്സിൻ്റെ വാല്യൂ D/4 ആണ്. അപ്പോൾ നമ്മളിവിടെ എടുക്കുകയാണെങ്കിൽ, സോ ഇവിടെ എടുക്കുമ്പോൾ ഇവിടെ പ്ലസ് ക്യൂ, ഇവിടെ പ്ലസ് 9Q, ഈ ഡിസ്റ്റൻസ് D/4 വരും. ഈ ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ D/4, 0,0 വരും. ഈ ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു D/4, 0,0. അപ്പോൾ അതിൻ്റെ ആൻസർ ഓപ്ഷൻ 2. ക്വസ്റ്റ്യൻ നമ്പർ 32 ആൻസർ ഓപ്ഷൻ 2 ആണ് അല്ലേ. Next question number 33. A battery of mobile phone is rated as 4.2 volt and 55,800 milliampere hour. How much energy is stored in it when it is fully charged? അപ്പോൾ അതിനകത്ത് സ്റ്റോർ ചെയ്ത എനർജി ഇവിടെ പറഞ്ഞിരിക്കുന്നത് ജസ്റ്റ് ഇതിൻ്റെ വോൾട്ടേജ് 4.2 volt.
ഇത് പറഞ്ഞിരിക്കുന്നത് ഇറ്റ് ക്യാൻ സപ്ലൈ, ഈ ബാറ്ററി ക്യാൻ സപ്ലൈ 5800 മില്ലി ആംബിയർ ഫോർ 1 hour ആണ്. പിന്നെ റേറ്റിംഗ്, ഇപ്പോൾ ഇതിൻ്റെ റേറ്റിംഗ് അങ്ങനെ പറയുന്നത്, അതായത് ഇതിൻ്റെ റേറ്റിംഗ് എടുക്കുമ്പോൾ ഇതിന് ഇറ്റ് ക്യാൻ സപ്ലൈ 5800, ഇറ്റ് ക്യാൻ സപ്ലൈ 5800 മില്ലി ആംബിയർ ഫോർ 1 hour. ഇറ്റ് ക്യാൻ സപ്ലൈ 5800 മില്ലി ആംബിയർ ഫോർ 1 hour ആണ്. അപ്പോൾ നമുക്കറിയാം, അപ്പോൾ അതിൻ്റെ പവർ പി ഇസ് ഈക്വൽ ടു വി ഇൻറ്റു ഐ. അപ്പോൾ എനർജി ഇസ് ഈക്വൽ ടു പി ഇൻറ്റു വി ഇൻറ്റു ടൈം ആയിരിക്കും. പി ഇൻറ്റു വി ഇൻറ്റു ടൈം ത്രൂ വിച്ച് ഇറ്റ് ഈസ് കൺസ്യൂംഡ്. ഇവിടെ നോക്കുക, ഇവിടെ നോക്കുക, ഇറ്റ് ക്യാൻ സപ്ലൈ 5800 മില്ലി ആംബിയർ ഫോർ 1 hour. പിന്നെ ഇതിൻ്റെ പവർ എടുക്കുമ്പോൾ നമുക്ക് ഇവിടെ പവർ ഈസ് ഈക്വൽ ടു, ഈ ബാറ്ററി സപ്ലൈ ചെയ്യുന്ന പവർ പി വി ഈസ് ഈക്വൽ ടു പവർ ഈസ് ഈക്വൽ ടു അത് വോൾട്ടേജ് ഇൻറ്റു കറണ്ട് എന്ന് എഴുതാം. അപ്പോൾ പവർ പി ഈസ് ഈക്വൽ ടു 4.2 ഇൻറ്റു 5800, അത് മില്ലി ആംബിയർ ആണ്. അപ്പോൾ ഇത് മില്ലി വാട്ട് വരും. അപ്പോൾ ഞാൻ 4.2 ഇൻറ്റു 5.8 വാട്ട്സ് വരും. ഇതാണ് ഇതിൻ്റെ പവർ. 4.2 ഇൻറ്റു 5.8 വാട്ട്സ് വരും. ഇതാണ് ഇതിൻ്റെ പവർ. അപ്പോൾ നമ്മളിവിടെ ഇതിലോട്ട് മാറ്റുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം, 5800 മില്ലി ആംബിയർ ഫോർ 1 hour ഓർ 5.8 ആംബിയർ ഫോർ 1 hour. ഈ ബാറ്ററിക്ക്, അതായത് 4.2 വോൾട്ട് ബാറ്ററി, ഇതിന് ഈ 5.8 ആംബിയർ ഫോർ 1 hour സപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എനർജി സിക്കിൾ ഇവിടെ പി വി അല്ല, അറിയാം പി ഐ വി ഐ ആണ്. പവർ ഈസിക്കിൾ വി ഐ, ഇവിടെ പി വി എന്ന് പറയാൻ എഴുതിപ്പോയതാണ്. എനർജി സിക്കിൾ വി ഇൻറ്റു ഐ ഇൻറ്റു ടൈം വരും. വി ഇൻറ്റു കറണ്ട് ഇൻറ്റു ഐ ഇൻറ്റു ടൈം. ഇപ്പോൾ വോൾട്ടേജ് 4.2, കറണ്ട് 5.8 ആംബിയർ ഇൻറ്റു ടൈം 1 hour ആണ്. അപ്പോൾ 1 hour എന്ന് പറയുമ്പോൾ നമുക്ക് ഇത് SI യൂണിറ്റിലാണ്. അപ്പോൾ ഇതിനെ സെക്കൻഡിലോട്ട് മാറ്റാം. അപ്പോൾ 4.2 ഇൻറ്റു 5.8 ഇൻറ്റു 60 ഇൻറ്റു 60 വരും. ഈ വാല്യൂ എടുക്കുമ്പോൾ 42 ഇൻറ്റു 58 ഇൻറ്റു 36 വരും. അപ്പോൾ 42 ഇൻറ്റു 58 ഇൻറ്റു 36 എടുക്കുമ്പോൾ 42 ഇൻറ്റു 58 ഇൻറ്റു 36, ഇത് 87693 ജൂൾ വരും. അപ്പോൾ അത് കിലോ ജൂളിലോട്ട് മാറ്റുമ്പോൾ 87.693 കിലോ ജൂൾ. അപ്പോൾ അത് 87.7 കിലോ ജൂളാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 87.7 കിലോ ജൂൾ. 87.7 കിലോ ജൂൾ വരും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസർ ഓപ്ഷൻ 3. ഓക്കെ, നമ്മൾ ഈ ബാറ്ററിയുടെ ഒക്കെ ഇത് നോക്കിയാൽ അപ്പോൾ അതിൻ്റെ അകത്ത് പവർ റേറ്റിംഗ് നോക്കിയാൽ കാണാൻ പറ്റും. അതിൻ്റെ വോൾട്ടേജും തരും. ചിലപ്പോൾ ഇത്ര ആംബിയർ അവർ എന്നും പറയും. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇത്രയേ ഉള്ളൂ. 5800 മില്ലി ആംബിയർ ഫോർ 1 hour. അതിനുള്ള ചാർജ് അതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ അതിനകത്ത് സ്റ്റോർ ചെയ്തിരിക്കുന്ന ചാർജ് എടുക്കുകയാണെങ്കിൽ ചാർജ് സ്റ്റോർ Q ഈസ് ഈക്വൽ ടു 5.8 ആംബിയർ ഇൻറ്റു 1 hour. അപ്പോൾ 5.8 ഇൻറ്റു 60 ഇൻറ്റു 60, അപ്പോൾ ഇത്രയും ചാർജിന് അതിന് മൂവ് ചെയ്യിക്കാൻ പറ്റും. ഒരു സൈക്കിളിൽ. അപ്പോൾ ഒരു ഫുള്ളായിട്ട് ചാർജ് ചെയ്താൽ ഇത്രയും ചാർജിന് അതിന് മൂവ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ 5.8 ആംബിയർ ഫോർ 1 hour. അപ്പോൾ അതിൻ്റെ പവർ ഈസ് ഈക്വൽ ടു വി ഐ, അതായത് 4.2 ഇൻറ്റു 5.8 ആംബിയർ ഇൻറ്റു 1 hour. അത്രയും 1 hour ഇത് യൂസ് ചെയ്യാൻ പറ്റും. അന്നേരം ഇത് സ്റ്റോർ ചെയ്തിരിക്കുന്ന എനർജി 87.7 കിലോ ജൂൾ ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 33, അതിൻ്റെ ആൻസർ ഓപ്ഷൻ 3 വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 34. A particle is subjected to two simple harmonic motion given us. Okay, so √7 phi t sin phi t centimeter, x2 is equal to 2 √7 sin phi t plus pi by 3 centimeter, where x is the displacement and t is the time in second. The max acceleration of the particle x is equal to, the max acceleration of the particle is equal to x into 10 to the power -2 meter per second square, the value of x. ഇവിടെ നോക്കുക, നമുക്ക് ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കണ്ടുപിടിക്കണം. ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ ഇതിൻ്റെ നോക്കുക, ഇതിൻ്റെ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് എ മാക്സ് ഈസ് ഈക്വൽ ടു, എ മാക്സ് എന്ന് പറയുമ്പോൾ എ മാക്സ് ഈസ് ഈക്വൽ ടു ഒമേഗ സ്ക്വയർ ഇൻറ്റു ആംപ്ലിറ്റ്യൂഡ് എ വരും. ആംപ്ലിറ്റ്യൂഡ് എ ഇവിടെ ഒമേഗ ഈസ് ഈക്വൽ ടു നമുക്ക് 2 എടുക്കുമ്പോൾ 2ൻ്റെ x1 എടുക്കുമ്പോൾ x1 2ന് ഒരേ സ്ക്വയർ റൂട്ട് ഓഫ് 7 sin phi t ആണ്. ഇവിടുത്തെ ω1 ഈസ് ഈക്വൽ കാരണം ഒമേഗ ടി സൈൻ, കാരണം ആംപ്ലിറ്റ്യൂഡ്. അപ്പോൾ ഇതിൻ്റെ ജനറൽ ഇക്വേഷൻ എഴുതുവാണെങ്കിൽ x1 ഈസ് ഈക്വൽ ടു a1 സൈൻ ഒമേഗ ടി എഴുതുമ്പോൾ ω1t എഴുതുമ്പോൾ ω1 ഈസ് ഈക്വൽ ടു 5 വരും. നമ്മൾ രണ്ടാമത്തെ ഇക്വേഷൻ എഴുതുമ്പോൾ x2 ഈസ് ഈക്വൽ ടു 2 സ്ക്വയർ റൂട്ട് ഓഫ് 7 സൈൻ 5t പ്ലസ് 5/3 വരും.
സൈൻ 5t പ്ലസ് 5/3. അപ്പോൾ ഇത് A2 സൈൻ ω2t പ്ലസ് 5/3 വരും. അപ്പോൾ ഇവിടെ ω2 5 തന്നെയാണ്. രണ്ടിനും ഒരേ ആംപ്ലിറ്റ്യൂഡ്. അപ്പോൾ ഇവിടുത്തെ ω = 5 വരും. ഇവിടുത്തെ ω = 5 വരും. ഇവിടെ നോക്കുക രണ്ട് ആംപ്ലിറ്റ്യൂഡ് ഇവർക്കിടയ്ക്ക് ഒരു ഫേസ് ഡിഫറൻസ് ഉണ്ട്. ഒരു ആംപ്ലിറ്റ്യൂഡ് A1 A2 ഇടയ്ക്കുള്ള ഫേസ് ഡിഫറൻസ് ഇത് A1 ഇത് A2 എടുക്കുകയാണെങ്കിൽ ഇവർക്കിടയ്ക്കുള്ള ഫേസ് ഡിഫറൻസ് 5/3 വരും. 5/3 = 60 ഡിഗ്രി. ഇവിടുത്തെ A റിസൾട്ടൻ്റ് ഒക്കെ A റിസൾട്ടൻ്റ് = സ്ക്വയർ റൂട്ട് ഓഫ് A1 സ്ക്വയർ പ്ലസ് A2 സ്ക്വയർ പ്ലസ് 2A1 A2 cos 5 വരും. കാരണം ഇവിടുത്തെ 5 cos 5 = π/3 ആണ്. അപ്പോൾ ഇവിടെ സ്ക്വയർ റൂട്ട് A1 സ്ക്വയർ പ്ലസ് A2 സ്ക്വയർ പ്ലസ് 2A1 A2 cos 5 എടുക്കുമ്പോൾ A1 സ്ക്വയർ എടുക്കുമ്പോൾ 7 വരും. മറ്റേത് 4 × 7 വരും. അതായത് 2 സ്ക്വയർ റൂട്ട് ഓഫ് 7 അല്ല 4 × 7 പ്ലസ് 2 × സ്ക്വയർ റൂട്ട് ഓഫ് 7 2 × സ്ക്വയർ റൂട്ട് ഓഫ് 7 × 2 × സ്ക്വയർ റൂട്ട് ഓഫ് 7 × cos 60 വരും. cos 60 എന്ന് പറയുമ്പോൾ 1/2 വരും. അത് 1/2 വരും. cos 60 1/2. ഇപ്പോൾ ഇവിടുത്തെ വാല്യൂ നമ്മൾ എടുക്കുമ്പോൾ നോക്കാം. ഇവിടുത്തെ വാല്യൂ എടുക്കുമ്പോൾ ഇത് 7 പ്ലസ് ഇത് 28 പ്ലസ് ഇവിടെ എടുക്കുമ്പോൾ ഈ 2 കട്ടായി പോകും. ഇവിടെ 14 × 2 ഇവിടെ ഇല്ല 14 × 2 വരില്ല. ഇവിടെ 7 × 2 അല്ലേ. സ്ക്വയർ റൂട്ട് ഓഫ് 7 × 7 വരും. 7 × 2 വരും. ഇത് 35 പ്ലസ് 35 പ്ലസ് 14 വരും. അത് 49 സ്ക്വയർ റൂട്ട് ഓഫ് 49 ദാറ്റ് ഈസ് ഈക്വൽ ടു 7. ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ഈസ് ഈക്വൽ ടു ഇതിൻ്റെ മാക്സ് A റിസൾട്ടൻ്റ് ഇപ്പോൾ റിസൾട്ടൻ്റ് ആംപ്ലിറ്റ്യൂഡ് ഈസ് ഈക്വൽ ടു A റിസൾട്ടൻ്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു A റിസൾട്ടൻ്റ് ആംപ്ലിറ്റ്യൂഡ് ഈസ് ഈക്വൽ ടു 7 വരും. അപ്പോൾ A max പറയുമ്പോൾ A max ഈസ് ഈക്വൽ ടു ω സ്ക്വയർ × ആംപ്ലിറ്റ്യൂഡ് റിസൾട്ടൻ്റ് ആംപ്ലിറ്റ്യൂഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു ω സ്ക്വയർ × A വരും. ഒമേഗയുടെ വാല്യൂ 5 ആയിരുന്നു. 5 സ്ക്വയർ × 7 ദാറ്റ് ഈസ് ഈക്വൽ ടു 25 × 7 എന്ന് പറയുമ്പോൾ അത് 175 വരും. അതിൻ്റെ ആൻസർ 175. അതിൻ്റെ ആൻസർ 175 വരും. അപ്പോൾ ω സ്ക്വയർ A ഇവിടെ നോക്കുക. ഇപ്പോൾ ഇത് സെൻറ്റിമീറ്റർ ഇവിടെ ഇത് സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് ഇത് സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് ആണ്. കാരണം ഇത് സെൻറ്റിമീറ്ററിലാണ്. കാരണം ഇത് ഈ വാല്യൂ തന്നിരിക്കുന്നത് ഇത് സെൻറ്റിമീറ്ററിലാണ്. കാരണം A1 A2 ഇതെല്ലാം സെൻറ്റിമീറ്ററിലാണ്. അപ്പോൾ നമ്മൾ എയുടെ വാല്യൂ എടുക്കുമ്പോൾ ഇവിടെ എയുടെ വാല്യൂ എടുക്കുമ്പോൾ ഇവിടെ ω സ്ക്വയർ കറക്റ്റ് റേഡിയൻ ആണ്. ഇതെടുക്കുമ്പോൾ ഇത് സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ വരും. അത് മീറ്ററിലോട്ട് മാറ്റുമ്പോൾ 1.75 × മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ വരും. അല്ലെങ്കിൽ നമുക്ക് എഴുതാം 175 × 10⁻² മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ വരും. അപ്പോൾ 175 × 10⁻² മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പോൾ x × 10⁻² മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എടുക്കുമ്പോൾ ഇപ്പോൾ എക്സിൻ്റെ വാല്യൂ x = 175 വരും. അപ്പോൾ x = 175. ഇപ്പോൾ എക്സിൻ്റെ വാല്യൂ 175 ആണ്. x = 175 ഓപ്ഷൻ 1. ഇപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 34 അല്ലേ. ക്വസ്റ്റ്യൻ നമ്പർ 34 അതിൻ്റെ ആൻസർ ഓപ്ഷൻ 1 വരും. ക്വസ്റ്റ്യൻ നമ്പർ 34 അതിൻ്റെ ആൻസർ ഓപ്ഷൻ 1. Next question number 35. The relationship between the magnetic susceptibility and the magnetic permeability mu is given by mu0 is a permeability of free space and mu r is a relative permeability. അപ്പോൾ നമുക്കറിയാം mu r is equal to susceptibility chi+1 ആണ്. അപ്പോൾ mu r is equal to നമുക്കിവിടെ mu r ഇവിടെ ഒന്നുമില്ല. mu r is equal അപ്പോൾ ഇത് റോങ് ആണ്. ഇത് റോങ് ആണ്. കാരണം mu r is equal to chi+1. അപ്പോൾ നമുക്ക് ഈ mu r is equal to ഇങ്ങനെ എഴുതാം. mu r is equal to കാരണം mu is equal to mu r × mu0 അല്ലേ. അപ്പോൾ mu r is equal to mu/mu0 വരും. അപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ എഴുതുമ്പോൾ mu/mu0 is equal to mu/mu0 is equal to chi+1. ഇവിടെ നോക്കുക. അപ്പോൾ chi is equal to susceptibility chi is equal to mu/mu0 -1 വരും. susceptibility chi is equal to mu/mu0 -1. അപ്പോൾ അതിൻ്റെ ആൻസർ ഓപ്ഷൻ 1 ആണ്. chi is equal to mu/mu0 -1 ഓപ്ഷൻ 1 വരും. ക്വസ്റ്റ്യൻ നമ്പർ 35 അതിൻ്റെ ആൻസർ ഓപ്ഷൻ 1. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 36. A standard diode with 5 volts in a voltage is used to regulate an unregulated DC voltage of input 25 volt for a 400 ohm resistor connected in series. The Senna current is found to be 4 times the load current. The load current and the load resistance RL. അപ്പോൾ ഇത് രണ്ട് കണ്ടുപിടിക്കണം. നമുക്കൊരു സർക്യൂട്ട് വരയ്ക്കാം.
ഇവിടുത്തെ ഇൻപുട്ട് വോൾട്ടേജ് 25 ആണ്, 25 വോൾട്ട്. പിന്നെ ഇവിടെ ഒരു സീരീസ് റെസിസ്റ്റൻസ് ഉണ്ട്, അതിൻ്റെ വാല്യൂ 400 ഓം. പിന്നെ ഇവിടെ ഒരു സെനർ ഡയോഡ്. ഇവിടെ ഒരു ലോഡ് റെസിസ്റ്റൻസ് RL. ഇതിൽ കൂടെ പോകുന്ന കറണ്ട് പറയുന്നത് ദ സെനർ കറണ്ട് ഈസ് ഫൗണ്ട് ടു ബി 4 ടൈംസ് എ ലോഡ് കറണ്ട്. ഓക്കെ, ഇതിൽ കൂടെ പോകുന്ന കറണ്ട്, സോ ഇതിൽ കൂടെ പോകുന്ന ഐ എന്ന് എടുക്കുകയാണെങ്കിൽ ഇത് ലോഡ് കറണ്ട് ഈസ് ഈക്വൽ ടു IR. ഓക്കെ, ലോഡ് കറണ്ട് ഈസ് ഞാൻ I എന്ന് കൊടുക്കുകയാണ്. ലോഡ് കറണ്ട് ഓക്കെ IL. സോ IL ഈസ് ഈക്വൽ ഞാൻ I എന്ന് കൊടുക്കാം. ഇത് I എന്ന് കൊടുക്കുകയാണെങ്കിൽ ഓക്കെ കറണ്ട് ത്രൂ സെനർ ഡയോഡ് IZ ഈസ് ഈക്വൽ ടു 4 ടൈംസ് IL ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 4I വരും. ഇതിൽ കൂടെ പോകുന്ന കറണ്ട് 4I വരും, സോറി 4I. ഇതിൽ കൂടെ പോകുന്ന കറണ്ട് 4I വരും, 4I. അപ്പോൾ ഇതിൽ കൂടെ വരുന്ന കറണ്ട് 5I ആണ്, 5I വരും. ഇവിടുത്തെ വോൾട്ടേജ് ഇത് 25 വോൾട്ടാണ്, ഇവിടെ 25 വോൾട്ട് വരും. അപ്പോൾ ഇതിൽ കൂടെ 4I, ഇതിൽ കൂടെ I, ഇതിൽ കൂടെ നമുക്ക് 400 ഓം ആണ്. ഓക്കെ, 400 ഓം വരും. ഇനി ഇവിടെ നോക്കാം. അപ്പോൾ ഇവിടുത്തെ വോൾട്ടേജ് സെനറിൻ്റെ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്, ഇവിടുത്തെ ഇതിൻ്റെ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്, ഇത് ബ്രേക്ക് ഡൗൺ. അപ്പോൾ ഇവിടുത്തെ വോൾട്ടേജ് ഡ്രോപ്പ് 5 വോൾട്ടാണ്. അപ്പോൾ ഇവിടുത്തെ വോൾട്ടേജ് ഡ്രോപ്പ്, കാരണം ഇത് പാരലൽ, അപ്പോൾ ഇവിടെ 5 വോൾട്ടാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം I ഇൻറ്റു RL. സോ I ഇൻറ്റു RL ഈസ് ഈക്വൽ ടു 5 വോൾട്ടാണ്. I ഇൻറ്റു RL ഈസ് ഈക്വൽ ടു 5 വോൾട്ട് വരും. ഇനി നമുക്ക് നോക്കാം ഇവിടുത്തെ കറണ്ട് എത്രയോ, ഈ റെസിസ്റ്റർ എടുക്കുന്നത്, കാരണം ഇവിടുത്തെ വോൾട്ടേജ് ഡ്രോപ്പ് എത്രയാണ്, കാരണം ഇവിടെ 5 ആണ്, മൊത്തം 25. അപ്പോൾ ഇവിടുത്തെ ഡ്രോപ്പ് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഡ്രോപ്പ് ഈസ് ഈക്വൽ ടു 20 വോൾട്ട്. 20 വോൾട്ട്. ഇതിൽ കൂടെ പോകുന്ന കറണ്ട് 5I, ഇതിൻ്റെ റെസിസ്റ്റൻസ് 400 ഓം. അപ്പോൾ നോക്കുക, അപ്പോൾ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും, 400 ഇൻറ്റു 5I ഈസ് ഈക്വൽ ടു 20 വോൾട്ട്. കാരണം ഇവിടുത്തെ ഡ്രോപ്പ്, കാരണം ഇവിടെ 5 വോൾട്ട് ആണെങ്കിൽ ഇവിടുത്തെ വോൾട്ടേജ് ഡ്രോപ്പ് ഈസ് ഈക്വൽ ടു ഇവിടുത്തെ ഡ്രോപ്പ് അത് 20 വോൾട്ടാണ്. കാരണം ഇവിടെ 25 ആണ്, ഇവിടെ 5 ആണ്. അപ്പോൾ ഇവിടുത്തെ ഡ്രോപ്പ് 20 വോൾട്ട് വരും. അപ്പോൾ 20 വോൾട്ട് ഈസ് ഈക്വൽ ടു 400 ഇൻറ്റു 5I. അപ്പോൾ കറണ്ട് I ഈസ് ഈക്വൽ ടു 20 ഡിവൈഡഡ് ബൈ 5 ഇൻറ്റു 400 വരും. അപ്പോൾ 20 ഡിവൈഡ് ബൈ 5 എന്ന് പറയുമ്പോൾ 4 വരും. 4/400 ഈസ് ഈക്വൽ ടു 1/100. അപ്പോൾ 0.01 ആംപിയർ വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു അത് 10 മില്ലി ആംപിയർ ആണ്. എനിക്ക് 10 ഇൻറ്റു 10⁻³ എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 10 മില്ലി ആംപിയർ. ഇവിടുത്തെ ലോഡ് കറണ്ട് ഓക്കെ I എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ലോഡ് കറണ്ട് ആണ്. ലോഡ് കറണ്ട് ഓക്കെ I ഈസ് ഈക്വൽ ടു ലോഡ് കറണ്ട് ഓക്കെ IL. ലോഡ് കറണ്ട് I ഈസ് ഈക്വൽ ടു അത് 10 മില്ലി ആംപിയർ ആണ്. ലോഡ് കറണ്ട് ഈസ് ഈക്വൽ ടു 10 മില്ലി ആംപിയർ. അപ്പോൾ ലോഡ് കറണ്ട് 10 മില്ലി ആംപിയർ. അപ്പോൾ അങ്ങനെ വരുന്ന 2 ഓപ്ഷൻ ഉള്ളൂ. അപ്പോൾ ഈ 1ഉം 3 എലിമിനേറ്റ് ചെയ്യാം. ഇനി നമുക്ക് ലോഡ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം. ലോഡ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ അതിൻ്റെ ഇക്വേഷൻ I ഇൻറ്റു RL ഈസ് ഈക്വൽ ടു 5 വോൾട്ട്. അപ്പോൾ I ഇൻറ്റു RL ഈസ് ഈക്വൽ ടു 5 വോൾട്ട് ആണ്. ഇപ്പോൾ ലോഡ് റെസിസ്റ്റൻസ് RL ഈസ് ഈക്വൽ ടു 5/I. 5/I എന്ന് പറയുമ്പോൾ സോ 5 ഇത് 5/0.01 ദാറ്റ് ഈസ് ഈക്വൽ ടു ഇത് 500 ഓം വരും. ഇപ്പോൾ ലോഡ് റെസിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു 500 ഓം. ഓക്കെ, ലോഡ് റെസിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു 500 ഓം. അപ്പോൾ അതിൻ്റെ ആൻസർ ഓപ്ഷൻ 4 ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 36 അതിൻ്റെ ആൻസർ ഓപ്ഷൻ 4 വരും. യെസ്. Next question number 37. In an adiabatic process, which of the following statement is true? The molar specific heat is infinite. Adiabatic process ആകുമ്പോൾ Qയുടെ വാല്യൂ 0 ആണ്. അപ്പോൾ molar specific heat ഓക്കെ സോ NCV. സോ നമ്മൾ NC delta T is equal to Q എന്ന് എടുക്കാം. അപ്പോൾ NC delta T is equal to Q. Q. അപ്പോൾ C is equal to Q/N delta T ആണ്. ഇവിടെ നോക്കുക. സോ ഇൻ അഡിയാബാറ്റിക് പ്രോസസ്സിൽ Q 0 ആകുമ്പോൾ വെൻ Q is equal to 0, C is equal to 0 അല്ലേ, കാരണം Qയുടെ വാല്യൂ 0 അല്ലേ. അപ്പോൾ മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഇൻഫിനിറ്റ്, അത് റോങ് ആണ്. ആൻഡ് മോളാർ ഹീറ്റ് കപ്പാസിറ്റി 0, ഇത് കറക്റ്റാണ്. കാരണം സിയുടെ വാല്യൂ 0 ആണ്, അത് കറക്റ്റാണ്. ദ വർക്ക് ഡൺ ബൈ ദ ഗ്യാസ് ഈക്വൽസ് ഇൻക്രീസ് ഇൻ ഇന്റേണൽ എനർജി, അത് റോങ് ആണ്. കാരണം Q 0 ആകുമ്പോൾ സോ Q ഈസ് ഈക്വൽ ടു ഡെൽറ്റ U പ്ലസ് W ആണ്. അപ്പോൾ Q 0 ആകുമ്പോൾ ഡെൽറ്റ U പ്ലസ് W. അപ്പോൾ W ഈസ് ഈക്വൽ ടു നെഗറ്റീവ് ഡെൽറ്റ U വരും. വർക്ക് ഡൺ ബൈ ദ ഗ്യാസ് ഈക്വൽ ടു ദ ഡിക്രീസ് ഇൻ ഇന്റേണൽ എനർജി ആയിരിക്കും. ഓക്കെ, ഇന്റേണൽ എനർജി ഗ്യാസ് ഡിക്രീസസ് ആർ ദ ടെമ്പറേച്ചർ ഇൻക്രീസസ്. ഓക്കെ, അത് റോങ് അല്ലേ. ഇന്റേണൽ എനർജി ഗ്യാസ് ഡിക്രീസസ് അല്ല, കാരണം T കൂടുകയാണെങ്കിൽ നമുക്കറിയാം U പ്രൊപ്പോർഷണൽ ടു T ആണ്. അപ്പോൾ ടെമ്പറേച്ചർ കൂടുകയാണെങ്കിൽ ഇന്റേണൽ എനർജി കൂടുക ചെയ്യുന്നത്. ഈ സ്റ്റേറ്റ്മെൻറ്റും ഈ 2 സ്റ്റേറ്റ്മെൻറ്റും റോങ് ആണ്.
അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ 3 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 37 അതിൻ്റെ ആൻസർ ഓപ്ഷൻ 3 വരും. And question number 38, a square lamina OABC of length 10 cm is pivoted at O. Forces act at lamina are shown in the figure. The lamina remains stationary, then the magnitude of FR. ഇവിടെ പിവറ്റഡ് ആണ്, O എന്ന് പറയുമ്പോൾ പിവറ്റഡ് ആണ്. അപ്പോൾ ഇവിടെ നോക്കുക, അപ്പോൾ ഇവിടെ നമുക്ക് നെറ്റ് ഫോഴ്സ് ഒക്കെ ഇവിടെ പിവറ്റഡ് ആകുമ്പോൾ നമുക്ക് ഇവിടുത്തെ നെറ്റ് ടോർക്ക് എടുക്കണം. കാരണം നെറ്റ് ഫോഴ്സ് പറയുമ്പോൾ ഇവിടുത്തെ പിവറ്റ് ചെയ്യുമ്പോൾ ഇവിടുത്തെ ഈ കോണ്ടാക്ട് ഫോഴ്സ് വരും. കാരണം ഈ Oയിൽ നിന്ന് കോണ്ടാക്ട് ഫോഴ്സ് വരും. കാരണം ഈ Oയിൽ നിന്ന് കോണ്ടാക്ട് ഫോഴ്സ് വരും. നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു 10 ന്യൂട്ടൺ, 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 ഇങ്ങോട്ടേക്ക് ഒരു ഫോഴ്സ് എഫ് ഉണ്ട്. കാരണം ഈ കോണ്ടാക്ട് ഫോഴ്സ് ഇവിടുന്ന് നമുക്കൊരു കോണ്ടാക്ട് ഫോഴ്സ് ഒരു NYയും ഇവിടുന്ന് ഒരു NXും വരും. അപ്പോൾ എഫ് നെറ്റ് ഒക്കെ എഫ് നെറ്റ് 0 എന്ന് പറയുമ്പോൾ എഫ് നെറ്റ് ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ നമ്മൾ എടുക്കുമ്പോൾ NY പ്ലസ് 10 മുകളിലോട്ടാണ്, പ്ലസ് 10 ഉണ്ട്, 10 ഈസ് ഈക്വൽ ടു NY പ്ലസ് 10 പ്ലസ് NY പ്ലസ് 10 പ്ലസ് ഓക്കെ. ഇവിടെ നോക്കുക NY പ്ലസ് 10 പ്ലസ് ഇവിടെ NY ഉണ്ട്, 10 ഉണ്ട്, താഴത്തോട്ട് താഴത്തോട്ട് ഒരു 10 ഉള്ളൂ. അപ്പോൾ താഴത്തോട്ട് ഒരു 10 ഉള്ളൂ. താഴത്തോട്ട് ഒരു 10 ഉള്ളൂ. അപ്പോൾ NY ഈസ് ഈക്വൽ ടു നെഗറ്റീവ് 10 ആണ്. ഇവിടെ ഒരു സപ്പോർട്ടിൽ താഴത്തോട്ടൊരു നെഗറ്റീവ് 10 ഫോഴ്സ് ഉണ്ട്, താഴത്തോട്ടൊരു നെഗറ്റീവ് 10 ഫോഴ്സ് ഉണ്ട്. ഇനി എഫ് നെറ്റ് ഓക്കെ. സോ എഫ് നെറ്റ് ഇൻ എക്സ് ഡയറക്ഷൻ 0 എടുക്കുമ്പോൾ എഫ് നെറ്റ് ഇൻ എക്സ് 0, എഫ് നെറ്റ് ഇൻ എക്സ് ഈസ് ഈക്വൽ ടു 0 എടുക്കുമ്പോൾ നോക്കുക ഇങ്ങോട്ടേക്ക് 10 പിന്നെ ഇവിടുത്തെ NX ഉണ്ട്. അപ്പോൾ ഇവിടെ നോക്കുക നമ്മളിവിടെ എടുക്കുമ്പോൾ NX പ്ലസ് 10 പ്ലസ് 10, NX പ്ലസ് 10 പ്ലസ് 10 ഓക്കെ. NX പ്ലസ് 10 പ്ലസ് 10 എടുക്കുമ്പോൾ NX പ്ലസ് 10 പ്ലസ് 10 ഓക്കെ. പിന്നെ ഇങ്ങോട്ടേക്ക് NX ഉണ്ട്, 10 ഉണ്ട്. ദാറ്റ് ഷുഡ് ബി ഈക്വൽ ടു എഫ് എന്ന് വരും. ഇവിടെ നോക്കിയാൽ നമുക്ക് ഇത് ഒറ്റ ഇക്വേഷൻ വെച്ചിട്ട്, കാരണം NX കണ്ടുപിടിച്ചാൽ മാത്രമേ എഫ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. കാരണം ഇവിടെ NX എന്ന് പറയുന്ന ഫോഴ്സ് ഉണ്ട്, പിന്നെ ഇവിടെ എഫ് എന്ന് ഞാൻ എഫ് എടുക്കുന്നു. അപ്പോൾ ഇങ്ങോട്ടേക്ക് 10, ഇങ്ങോട്ടേക്ക് 10. അപ്പോൾ വൈ ഡയറക്ഷൻ നമുക്ക് വേണമെങ്കിൽ സപ്പോർട്ട് റിയാക്ഷൻ NY ഡയറക്റ്റ് കിട്ടും, സപ്പോർട്ട് റിയാക്ഷൻ Y ഡയറക്ഷൻ കിട്ടും. കാരണം മുകളിലോട്ട് 2 10, താഴത്തോട്ട് ഒരു 10. അപ്പോൾ ഇവിടെ NY എടുക്കുമ്പോൾ താഴത്തോട്ട് 10 ആയിരിക്കണം. NX എടുക്കുമ്പോൾ NX ഉണ്ട്, എഫ് ഉണ്ട്. ഇവിടുത്തെ സപ്പോർട്ട് റിയാക്ഷൻ എഫ് എടുക്കണം, ഇതും എടുക്കണം. അപ്പോൾ നമുക്ക് NXും എഫും വരും. അപ്പോൾ ഇനി അടുത്ത് നമുക്ക് ടോർക്ക് കണ്ടുപിടിക്കാം. ടോർക്ക് അബൌട്ട് O0, കാരണം ഇത് റിമെയിൻ സ്റ്റേഷനറി ആണ്. അപ്പോൾ ടോർക്ക് അബൌട്ട് നെക്സ്റ്റ് നമ്മൾ ടോർക്ക് അബൌട്ട് O ഈസ് ഈക്വൽ ടു 0 എടുക്കാം. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ടോർക്ക് അബൌട്ട് O, Oയ്ക്ക് അബൌട്ട് നെക്സ്റ്റ് ടോർക്ക് അബൌട്ട് O ഈസ് ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് ടോർക്ക് അബൌട്ട് O, ടോർക്ക് ക്രിയേറ്റ് ചെയ്യുന്ന ഫോഴ്സ് മാത്രം എടുക്കാം. ഓയിൽ ടോർക്ക് ക്രിയേറ്റ് ചെയ്യുന്ന ഫോഴ്സ് മാത്രം എടുക്കാം. ഈ 10 ന്യൂട്ടൺ ഫോഴ്സ് ടോർക്ക് ക്രിയേറ്റ് ചെയ്യില്ല, കാരണം ദാറ്റ് ഈസ് ആക്ടിങ് അലോങ് ദ O ആണ്. ഈ 10 ന്യൂട്ടൺ ഇറ്റ് വോണ്ട് ക്രിയേറ്റ് എ ഫോഴ്സ് ഓക്കെ. ഈ 10 ന്യൂട്ടൺ ഓക്കെ. സോ വോണ്ട് ക്രിയേറ്റ് എ വോണ്ട് ക്രിയേറ്റ് ടോർക്ക് അബൌട്ട് O ആണ്, കാരണം ഇറ്റ് ഈസ് ആക്ടിങ് അലോങ് ദ സെയിം ലൈൻ ആണ്. അതുപോലെ തന്നെ ഈ 10 ന്യൂട്ടണും ഇതും ഇറ്റ് വോണ്ട് ക്രിയേറ്റ് എ ടോർക്ക് അബൌട്ട് O ആണ്. അപ്പോൾ ഈ ടോർക്ക് ക്രിയേറ്റ് ചെയ്യുന്ന ഫോഴ്സ് മാത്രം ഞാൻ എടുക്കാൻ പോവാം. കാരണം ഇവിടെ ഞാൻ എടുക്കുമ്പോൾ ഇവിടെ ടോർക്ക് ക്രിയേറ്റ് ചെയ്യുന്ന ഫോഴ്സ് മാത്രം എടുക്കാം. അപ്പോൾ താഴത്തോട്ടുള്ള ഈ 10 ന്യൂട്ടൺ ഇവിടെ ക്രിയേറ്റ് ചെയ്യും, ഈ 10 ന്യൂട്ടൺ ചെയ്യും, ഈ 10 ന്യൂട്ടൺ ചെയ്യും, ഈ എഫ് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ഈ 3 ഫോഴ്സസ്, അതായത് ഈ ഫോഴ്സ് ക്രിയേറ്റ് ചെയ്യും, ഇത് ക്രിയേറ്റ് ചെയ്യും, ഇത് ക്രിയേറ്റ് ചെയ്യും, ഇത് ക്രിയേറ്റ് ചെയ്യും, ഈ എഫ് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഫോഴ്സ്, കാരണം ഇവിടെ ടോർക്ക് ക്രിയേറ്റ് ചെയ്യുന്ന ഈ 10 ന്യൂട്ടണും ഈ 10 ന്യൂട്ടണും ഈ 10 ന്യൂട്ടണും ഈ എഫ് ടോർക്ക് ക്രിയേറ്റ് ചെയ്യുള്ളൂ. കാരണം ഈ 10 ന്യൂട്ടണും ഈ 10 ന്യൂട്ടണും ടോർക്ക് ക്രിയേറ്റ് ചെയ്യില്ല, കാരണം അതിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ അലോങ് O ആണ് വരുന്നത്. അപ്പോൾ ടോർക്ക് ക്രിയേറ്റ് ചെയ്യുന്ന ഫോഴ്സ് മാത്രം ഞാനിവിടെ നോട്ട് ചെയ്യാം. അപ്പോൾ ടോർക്ക് അബൌട്ട് O ഈസ് ഈക്വൽ ടു 0, ടോർക്ക് അബൌട്ട് O 0 എടുക്കുമ്പോൾ ടോർക്ക് അബൌട്ട് O ഈസ് ഈക്വൽ ടു 0, ടോർക്ക് അബൌട്ട് O 0 എടുക്കുമ്പോൾ നമുക്ക് ഇത് ക്രിയേറ്റ് ചെയ്യുന്ന ടോർക്ക് ഒരു ക്ലോക്ക് വൈസ് ടോർക്ക്, ഇത് ക്ലോക്ക് വൈസ് ടോർക്കാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. കാരണം ഈ 10 ന്യൂട്ടൺ ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു ക്ലോക്ക് വൈസ് ടോർക്കാണ്, ഈ 10 ന്യൂട്ടൺ ഒരു ക്ലോക്ക് വൈസ് ടോർക്കാണ്. കാരണം ഇത് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ക്ലോക്ക് വൈസ് ടോർക്കാണ്, ഇത് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ആൻറ്റി ക്ലോക്ക് വൈസ് കൗണ്ടർ ക്ലോക്ക് വൈസ് ടോർക്കാണ്. ഇത് ക്ലോക്ക് വൈസ്, ഇതും ക്ലോക്ക് വൈസ്, ഇത് കൗണ്ടർ ക്ലോക്ക് വൈസ്. അപ്പോൾ ടോർക്ക് അബൌട്ട് O 0 എന്ന് കൊടുക്കുമ്പോൾ നോക്കുക ഇവിടെ 10 ഇൻറ്റു ഈ ഡിസ്റ്റൻസ് സ്ക്വയർ അല്ലേ, സ്ക്വയറിൻ്റെ 10 സെൻറ്റിമീറ്റർ ആണ്. സ്ക്വയർ ലാമിനയാണ്. അപ്പോൾ ഇതെല്ലാം 10 സെൻറ്റിമീറ്റർ ആണ്, 10. അപ്പോൾ ഇത് ഡിസ്റ്റൻസ് ഞാൻ എല്ലെന്ന് കൊടുക്കുക, എല്ലാത്തിൻ്റെ ഡിസ്റ്റൻസും സെയിം അല്ലേ. അപ്പോൾ ഈ ഡിസ്റ്റൻസ് എല്ലാം സെയിം ഓക്കെ. സ്ക്വയർ ലാമിനയാണ്. അപ്പോൾ ടോർക്ക് അബൌട്ട് O 0 എന്ന് പറയുമ്പോൾ 10 ഇൻറ്റു L, ഇത് ക്ലോക്ക് വൈസ്,
ഈ 10 പ്ലസ് ഓക്കെ 10 ഇൻറ്റു എൽ അത് ക്ലോക്ക് വൈസ്. ഞാനിപ്പോൾ ക്ലോക്ക് വൈസ് പോസിറ്റീവ് എടുക്കുകയാണ്. അത് ആൻറ്റി ക്ലോക്ക് വൈസ് ആണ് പോസിറ്റീവ് നമ്മൾ കൺവെൻഷൻ അങ്ങനെ. ഓക്കെ, ഇവിടെ നെഗറ്റീവ് ഇത് നെഗറ്റീവ് 10 ഇൻറ്റു എൽ, നെഗറ്റീവ് 10 ഇൻറ്റു എൽ. ഈ എഫ് ഞാൻ ഇങ്ങനെ എടുത്തേക്കണം. അപ്പോൾ എഫും കൗണ്ടർ ക്ലോക്ക് വൈസ് ആണ്. അപ്പോൾ നെഗറ്റീവ് എഫ് ഇൻറ്റു എൽ ഈസ് ഈക്വൽ ടു 0 എന്ന് വരും. ഇവിടെ നോക്കിയപ്പോൾ ഇവിടെ എൽ കോമൺ അല്ലേ, ഇത് ക്ലോക്ക് വൈസ്, ഇത് ആൻറ്റി ക്ലോക്ക് വൈസ്, ഇതും ആൻറ്റി ക്ലോക്ക് വൈസ്. ഇവിടെ നോക്കിയപ്പോൾ ഇവിടെ എഫ് എൽ ഈസ് ഈക്വൽ സോ 10L, സോ ഇവിടെ 10L വരും. എഫ് എൽ ഈസ് ഈക്വൽ ഒരു 10L ക്യാൻസൽ ആയി പോകും, ഒരു 10L ക്യാൻസൽ ആയി പോകും. അപ്പോൾ എഫ് എൽ ഈസ് ഈക്വൽ 10L, അപ്പോൾ എഫ് ഈസ് ഈക്വൽ ടു 10 വരും. എഫ് ഈസ് ഈക്വൽ ടു 10 ന്യൂട്ടൺ വരും. എഫ് ഈസ് ഈക്വൽ ടു 10 ന്യൂട്ടൺ. അപ്പോൾ അതിൻ്റെ ആൻസർ 10 ന്യൂട്ടൺ ആണ്. ഓപ്ഷൻ 3. ക്വസ്റ്റ്യൻ നമ്പർ ഏതാണ്? ക്വസ്റ്റ്യൻ നമ്പർ 38 ഓപ്ഷൻ 3 വരും. ക്വസ്റ്റ്യൻ നമ്പർ 38 അതിൻ്റെ ആൻസർ ഓപ്ഷൻ 3 വരും. Next question number 39. Let B1 be the magnitude of magnetic field at the center of a circular coil of radius r carrying current I. Let B2 be the magnitude of a magnetic field at an axial distance x from the center. For x is to r is equal to 3:4. Then x is to r that is equal to 3:4. Then B2 by B1 കണ്ടുപിടിക്കുക. ഇപ്പോൾ നോക്കുക, ഈ B1 എന്ന് പറയുമ്പോൾ ഒരു അതിൻ്റെ സെൻട്രലുള്ള മാഗ്നറ്റിക് ഫീൽഡ് ആണ്. ഒരു കോയിലിൻ്റെ സെൻട്രലുള്ള മാഗ്നറ്റിക് ഫീൽഡ് B1. അപ്പോൾ B1 ഈസ് ഈക്വൾ സോ mu naught I by 2r വരും. mu naught I by 2r വരും. അതാണ് B1. B2 be the magnitude of magnetic field at an axial distance x from the center ആണ്. at an axial distance x from the center. അടുത്ത B2 എന്ന് പറയുമ്പോൾ at an axial distance x from the center ആണ്. ഇത് ഡിസ്റ്റൻസ് R. at an axial distance ആകുമ്പോൾ നമുക്കറിയാം അതിൻ്റെ ഇക്വേഷൻ B at an axial distance അത് mu naught I by so mu naught by 4 pi into 2I by r square plus x square to the power 3/2 ആണ്. ഇവിടെ നോക്കാം x by r is equal to so x by r is equal to 3/4 വരും. x by r is equal to 3/4. അപ്പോൾ അതിൻ്റെ റേഡിയസ് r ആണ്. അപ്പോൾ x is equal to അപ്പോൾ എക്സിൻ്റെ വാല്യൂ x is equal to 3r/4. x is equal to 3r/4 വരും. 3r/4. അപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ നോക്കുക, നമ്മൾ ഇതിൻ്റെ ഇക്വേഷൻ എഴുതുമ്പോൾ ഇത് B2 അല്ലേ, B2. അപ്പോൾ B2 is equal to so mu naught I by mu naught ഇവിടെ നോക്കുക, mu naught ഈ 2π ഇവിടെ ഇതും കൂടെ പോകുമ്പോൾ so mu naught 2π ഇങ്ങനെ ഇവിടെ ഈ 2π ഇതും കൂടെ ക്യാൻസൽ ആയി പോകുമ്പോൾ ഇവിടെ r സ്ക്വയർ, ഇവിടെ mu naught I r സ്ക്വയർ വരും. 2π ഇതും കൂടെ ഇവിടെ 2 വരും. 2 ഇൻറ്റു r സ്ക്വയർ പ്ലസ് എക്സിൻ്റെ സ്ഥാനത്ത് 3r/4 ഓൾ സ്ക്വയർ ടു ദ പവർ 3/2 വരും. So mu naught I r square by 2 into so 16 r square plus 9 r square by 16 to the power 3/2 വരും. ഇവിടെ എടുക്കുമ്പോൾ നോക്കാം, ഇവിടെ നമ്മൾ എടുക്കുമ്പോൾ ഇവിടെ mu naught I r square by 2 into so ഇവിടെ 25r square by 16 to the power 3/2 വരും. ഇവിടെ നോക്കുക, ഇവിടെ 5 ഇതിൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ നോക്കുക, ഇത് നമ്മൾ എടുക്കുമ്പോൾ so mu naught I r square by 2 into so ഇവിടെ 5/4 r all cube വരും. അതിൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ ഇത് 25r/4 വരും. ഇനി അതിൻ്റെ ക്യൂബ് എടുക്കുക, അതിൻ്റെ ക്യൂബ് എടുക്കുമ്പോൾ B2 so B2 is equal to B2 so mu naught I r square by 2 into 125 r cube into 4 into 3 16 വരും. അല്ല 16 അല്ലല്ലോ, 64 അല്ലേ, 64 വരും. അപ്പോൾ നമ്മളിവിടെ എടുക്കുമ്പോൾ സോ ഇവിടെ mu naught I into 32/125 r വരും. ഇപ്പോൾ B2 by B1. ഇനി നമുക്ക് B2 by B1 എടുക്കാം. B2 by B1 എടുക്കുമ്പോൾ B2 by B1 so B2 by B1 എന്ന് പറയുമ്പോൾ B2 by B1 so mu naught I into 32/125 r divided by mu naught I by 2r വരും. ഇവിടെ നമ്മൾ എടുക്കുക mu naught I r വരും. And that is equal to so 32 into 2 divided by
125 that is equal to 64 by 125 വരും. അപ്പോൾ B2 is to B1, so B2 is to B1, so that is equal to 64 is to 125 വരും. 64 is to 125 that is equal to 64 is to 125 വരും. ഓപ്ഷൻ 3. ക്വസ്റ്റ്യൻ നമ്പർ 39 അതിൻ്റെ ആൻസർ ഓപ്ഷൻ 3 വരും. Next question number 40. Considering Bohr atomic model for hydrogen atom. Okay, Bohr atomic model ആണ്. Energy of hydrogen atom in the ground state is same as energy of helium plus ion in the first excited state. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ N is equal to so 2ൽ. അപ്പോൾ എനർജി ഓഫ് ഹൈഡ്രജൻ ആറ്റം, അപ്പോൾ എനർജി ഓഫ് H2 in the ground state എന്ന് പറയുമ്പോൾ that is H2 എനർജി H in the ground state that is equal to -13.6 ആണ്. എനർജി ഓഫ് ഹീലിയം പ്ലസ് He plus in N is equal to 2 എടുക്കുമ്പോൾ ഇവിടെ -13.6 ഇൻറ്റു 2 സ്ക്വയർ ബൈ 2 സ്ക്വയർ വരും. അപ്പോൾ നെഗറ്റീവ്, അപ്പോൾ അതിൻ്റെ വാല്യൂ -13.6 4/4 വരും. അത് -13.6. അപ്പോൾ ഹീലിയം പ്ലസിൻ്റെ ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റിൽ ഹൈഡ്രജൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി സെയിം, എ കറക്റ്റാണ്. എനർജി ഓഫ് ഹൈഡ്രജൻ ആറ്റം ഇൻ ദ ഗ്രൗണ്ട് സ്റ്റേറ്റ് ഈസ് സെയിം ആസ് ദാറ്റ് ഫോർ ലിഥിയം 2+ അയോൺ ഇൻ ഇറ്റ് സെക്കൻഡ് എക്സൈറ്റഡ് സ്റ്റേറ്റ്. ഇവിടെ N is equal to 3 വരും, സെക്കൻഡ് എക്സൈറ്റഡ് സ്റ്റേറ്റിൽ. ഇപ്പോൾ ഫസ്റ്റ് അപ്പോൾ ലിഥിയത്തിൻ്റെ Li2+ൻ്റെ N is equal to 3ൽ അതിൻ്റെ എനർജി -13.6 ഇൻറ്റു 3 സ്ക്വയർ, കാരണം Z പോസ്റ്റ് 3 ആണ്, 3 നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഉണ്ട്. അപ്പോൾ 3 സ്ക്വയർ ബൈ 3 സ്ക്വയർ -13.6 ഇലക്ട്രോൺ വോൾട്ട് വരും. അപ്പോൾ അതും കറക്റ്റാണ്. ഇപ്പോൾ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റിലും ലിഥിയം 2+ൻ്റെ സെക്കൻഡ് എക്സൈറ്റഡ് സ്റ്റേറ്റ് N is equal to 3ൽ എനർജി സെയിം ആണ്. അപ്പോൾ എനർജി ഓഫ് ഹൈഡ്രജൻ ആറ്റം ഇൻ ദ ഗ്രൗണ്ട് സ്റ്റേറ്റ് സെയിം ആസ് ആറ്റം ഹീലിയം പ്ലസ് ഇൻ ദ ഗ്രൗണ്ട് സ്റ്റേറ്റ്. ഹീലിയം പ്ലസിൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് എടുക്കുമ്പോൾ അത് -13.6 ഇൻറ്റു 2 സ്ക്വയർ ബൈ 1 ആണ്, അത് -54.4 ആണ്. അതല്ല, ഇത് റോങ് ആണ്. The energy of helium plus ion in the first excited state is same as that of lithium 2+ ion in its ground state. He plus in the first excited state, He plus in the first excited state എന്ന് പറയുമ്പോൾ that is 13.6 ആണ്. അതിൻ്റെ N is equal to 2 എന്ന് പറയുമ്പോൾ N is equal to 2ൽ എനർജി എന്ന് പറയുമ്പോൾ അതിൻ്റെ എനർജി അത് -13.6 ഇലക്ട്രോൺ വോൾട്ട് ആണ്. അപ്പോൾ Li2+ൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റിലെ N is equal to 1ലെ എനർജി അത് -13.6 ഇൻറ്റു 3 സ്ക്വയർ ആണ്. അപ്പോൾ -13.6 ഇൻറ്റു 9 വരും. ഇത് രണ്ട് സിമിലർ അല്ല, രണ്ട് ഈക്വൽ അല്ല. അപ്പോൾ ഇതിൻ്റെ അകത്ത് എയും ബിയും മാത്രമല്ലേ, എയും ബിയും ആണ് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ എയും ബിയും മാത്രമാണ്, ഓപ്ഷൻ 2 വരും. ക്വസ്റ്റ്യൻ നമ്പർ 40 അതിൻ്റെ ആൻസർ ഓപ്ഷൻ 2 വരും. ആൻഡ് ക്വസ്റ്റ്യൻ നമ്പർ 40 അതിൻ്റെ ആൻസർ ഓപ്ഷൻ 2 വരും. Okay, next question number 41. The moment of inertia of a rod of mass m and length L about an axis passing through its center and normal to the length is A alpha. Now the rod is cut into 2 equal parts and these parts are joined symmetrically to form a cross shape. ഇവിടെ നോക്കുക, ഇവിടെ the rod is cut into 2 equal parts and these parts are joined symmetrically to form a cross shape. The moment of inertia of the cross about an axis passing through its center and normal to the plane containing the cross. ഇവിടെ നോക്കുക, ഇവിടെ നമ്മൾ രണ്ട് പാർട്സോടെ റോഡ് ഈസ് കട്ട് ഇൻ 2 ഈക്വൽ പാർട്സ്. ദ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് എ റോഡ്, ഇവിടെ നോക്കുക മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് എ റോഡ് ഓഫ് മാസ് m. ഇതിൻ്റെ ആക്സിസ് കൂടെ പോകുന്ന മൊമെന്റ് ഓഫ് ഇനർഷ്യ നോക്കുക, ഇതിൻ്റെ ആക്സിന് വേണ്ടിയുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ. സോ ഇതിൻ്റെ മാസ് m എടുക്കുക, ഇതിൻ്റെ ലെങ്ത് L എടുക്കുക, ഇതിൻ്റെ ലെങ്ത് L. അപ്പോൾ മൊമെന്റ് ഓഫ് ഇനർഷ്യ സോ I ഈസ് ഈക്വൽ ടു mL²/12 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു, അത് ആൽഫയാണ്, ഇത് ആൽഫയാണ്. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് now the road is cut into 2 equal parts. ഈക്വൽ പാർട്സ് നമ്മൾ ഇതിനെ രണ്ട് ക്രോസ് ഇങ്ങനെ ആക്കി. അപ്പോൾ അതിനെ ലെങ്ത് ചെറുതായി എന്നാണ്, ഇതിൻ്റെ ലെങ്ത് ചെറുതായി കാണും. ഇങ്ങനെ രണ്ട് ക്രോസ് ആക്കി, ഇങ്ങനെ രണ്ട് ക്രോസ് ആക്കി. അപ്പോൾ ഇതിനെ ബോട്ടായിട്ട് ഇങ്ങനെ രണ്ട് ക്രോസ് ആക്കി. സോ നമുക്ക് ഇതുപോലെ കുറച്ച് വലുതാക്കാം. അപ്പോൾ ഇങ്ങനെയാണ് തോന്നുന്നത്. അപ്പോൾ അലോങ് ദ ലെങ്ത് ആയിരിക്കും കട്ട് ചെയ്ത്. ഇപ്പോൾ ഈ ലെങ്ത്, ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ ലെങ്ത് എടുക്കുമ്പോൾ ഇതിൻ്റെ ലെങ്ത് L/2 ആണ്. അപ്പോൾ ഇതിൻ്റെ ലെങ്ത് എടുക്കുമ്പോൾ ഈ ലെങ്ത് L/2 ആണ്. ഇതിൻ്റെ മാസ് m/2 ആണ്, മാസ് m/2 വരും. ഇതിൻ്റെ മാസ് m/2, ഇതിൻ്റെ മാസ് m/2 ആണ്. ഇതിൻ്റെ ലെങ്ത് L/2, ഇതിൻ്റെ ലെങ്ത് L/2 വരും, ലെങ്ത് L/2. ഇതിൻ്റെ ലെങ്ത്തും L/2 ആണ്. ഇതിൻ്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ ക്രോസ് ഷേപ്പിലായിട്ട് ദേ ജോയിൻ സിമെട്രിക് ടു ഫോം എ ക്രോസ് ഷേപ്പ്.
moment of inertia of the cross about an axis passing through the center and normal to the plane containing cross എടുക്കുമ്പോൾ നോക്കുക ഒരു റോഡിൻ്റെ IF1 റോഡ് എടുക്കുമ്പോൾ IF എ സിംഗിൾ റോഡ് എടുക്കുമ്പോൾ എടുക്കുമ്പോൾ സോ 1/12 ഇൻറ്റു ഇതിൻ്റെ മാസ് m/2 വരും പിന്നെ ഇതിൻ്റെ ലെങ്ത് L/2 അല്ലേ സോ L/2 സ്ക്വയർ വരും. ദിസ് ഈസ് ഇക്വൽ ടു 1/12 ഇൻറ്റു സോ mL²/8 വരും. ഇതാണ് ഒരു സിംഗിൾ റോഡിൻ്റെ mL²/8 1/12 ഇൻറ്റു mL²/8 വരും. അപ്പോൾ ഐ ഓഫ് ദിസ് ക്രോസ് ഷേപ്പ്, ഈ ക്രോസ് ഷേപ്പിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ എടുക്കുമ്പോൾ 2 ഇൻറ്റു IF സിംഗിൾ റോഡാണ് 2 ഇൻറ്റു IF സിംഗിൾ റോഡ് ദാറ്റ് ഈസ് ഇക്വൽ ടു 2 ഇൻറ്റു സോ 1/12 ഇൻറ്റു സോ mL²/8 വരും. അപ്പോൾ ഇത് നോക്കുക 1/12 ഇൻറ്റു mL²/4 വരും. 1/12 ഇൻറ്റു mL²/4 ദാറ്റ് ഈസ് ഇക്വൽ ടു mL²/12 ബൈ 1/4 വരും. ദാറ്റ് ഈസ് ഇക്വൽ ടു അത് α/4 അല്ലേ. അപ്പോൾ അതിൻ്റെ വാല്യൂ α/4 ആണ്. α/4 വരും. അപ്പോൾ ഓപ്ഷൻ 2 ക്വസ്റ്റ്യൻ നമ്പർ 41 അതിൻ്റെ ആൻസർ ഓപ്ഷൻ 2 ആണ്. അപ്പോൾ ക്രോസ് ഷേപ്പ് അത് അതിൻ്റെ ഹാഫ് ഓഫ് ദ ലെങ്ത് ആയിട്ട് കട്ട് ചെയ്തിരിക്കുന്നത്. കറക്റ്റ് അതിൻ്റെ മിഡിൽ കട്ട് ചെയ്തു. മറ്റേ രീതിയിലല്ല കട്ട് ചെയ്തിരിക്കുന്നത്, ഈ രീതിയിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് α/4 വരും. ഓപ്ഷൻ 2. Okay, next question number 42. A spherical surface separate two media of refractive indices 1 and 1.5 are shown in the figure. Distance of the image of the object O is, okay, നമുക്ക് നോക്കാം. അപ്പോൾ C is the center of curvature of the spherical surface and R is radius of curvature. അപ്പോൾ നോക്കുക ഇപ്പോൾ ഒരു സ്ഫെറിക്കൽ, അപ്പോൾ റിഫ്രാക്ഷൻ സ്ഫെറിക്കൽ സർഫസ് അതിൻ്റെ ബേസ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നോക്കുക, ഇതാ സ്ഫെറിക്കൽ സർഫസ്, പിന്നെ റേഡിയസ് ഓഫ് കർവേച്ചർ. ഓക്കെ, സി എന്ന് പറയുക റേഡിയസ് ഓഫ് കർവേച്ചർ. റേഡിയസ് ഓഫ് കർവേച്ചർ എടുക്കുക. അപ്പോൾ ഇവിടെ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്, ഇത് ഒബ്ജക്റ്റ്, ഇത് പോയിന്റ് വരും. അതിൻ്റെ റേഡിയസ് ഓഫ് കർവേച്ചർ ഈസ് ഈക്വൽ റേഡിയസ് ഓഫ് കർവേച്ചർ. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ മെഷർ ചെയ്യുന്നത്, ഇത് ഇൻസിഡൻറ്റ് റേ, ഈ ഡയറക്ഷൻ വരും ഇൻസിഡൻറ്റ് റേ ആൻഡ് μ1 ഈസ് ഈക്വൽ ടു 1 and μ2 ഈസ് ഈക്വൽ ടു 1.5. റേഡിയസ് ഓഫ് കർവേച്ചർ ഈസ് ഈക്വൽ ടു റേഡിയസ് ഓഫ് കർവേച്ചർ ആൻഡ് 0.4 മീറ്റർ വരും. 0.4 മീറ്റർ ആൻഡ് ഇവിടെ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് u ഈസ് ഈക്വൽ ടു 0.2 മീറ്റർ വരും. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ഇക്വേഷൻ, റിഫ്രാക്ഷൻ ഇക്വേഷൻ μ2/v മൈനസ് μ1/u ഈസ് ഈക്വൽ ടു സോ μ2 മൈനസ് μ1 റേഡിയസ് ഓഫ് കർവേച്ചർ r വരും. ഇവിടെ μ2ൻ്റെ വാല്യൂ μ2 ഈസ് ഈക്വൽ ടു 1.5. ഓക്കെ, μ2 ഈസ് ഈക്വൽ ടു 1.5. വിയുടെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം. കാരണം റിഫ്രാക്റ്റഡ് റേ കിടക്കുന്നത് ഈ മീഡിയത്തിലാണ്. കാരണം ഇവിടെ ഇൻസിഡൻറ്റ് റേ ഈ ഡയറക്ഷനിലും, റിഫ്രാക്റ്റഡ് റേ വരുന്നത് ഈ ഡയറക്ഷനിലും ആയിരിക്കും. അപ്പോൾ 1.5/v μ1, ഇത് 1/u എടുക്കുമ്പോൾ -2 ആയിട്ട് എടുക്കണം. കാരണം നെഗറ്റീവ് പോയിന്റ് കാരണം ഇവിടെ നിന്നല്ല, ഇവിടുന്നാണ് അതിൻ്റെ ഒപ്റ്റിക്കൽ സെൻറ്റർ. അപ്പോൾ നമ്മൾ മെഷർമെൻറ്റ് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ യു മെഷർ ചെയ്യുന്നത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണ്. ഒപ്റ്റിക്കൽ സെൻറ്റർ ഇത് ഈ ഇൻ്റർഫേസ് എടുത്തിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് മെഷർ ചെയ്യുന്നത്. അപ്പോൾ യു നെഗറ്റീവാണ്. ഇനി റേഡിയസ് ഓഫ് കർവേച്ചർ എടുക്കുമ്പോൾ അത് ഇവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ടേക്ക് മെഷർ ചെയ്യുന്നത്. R മെഷർ ചെയ്യുന്നത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണ്. അപ്പോൾ ദാറ്റ് ഈസ് ഇൻ ദ ഡയറക്ഷൻ ഇൻസിഡൻറ്റ് റേ ആണ്, ദാറ്റ് ഈസ് പോസിറ്റീവ്. അപ്പോൾ 1.5 മൈനസ് 1 റേഡിയസ് ഓഫ് കർവേച്ചർ ദാറ്റ് ഈസ് ഇക്വൽ ടു 0.4 വരും. ഇവിടെ നോക്കുക, ഇവിടെ 1.5/v ഈസ് ഈക്വൽ ടു 0.5/0.4 മൈനസ് ഇത് മൈനസ് വരും, -1/0.2 വരും. അപ്പോൾ 1/0.2. ഓക്കെ, ഇവിടെ മൈനസ് പോസിറ്റീവ് വരും. ഇവിടെ നോക്കുക, ഇവിടെ 1.5 എന്ന് പറയുമ്പോൾ 3/2 v ഈസ് ഈക്വൽ ടു ഇത് 1.5/0.2 എന്ന് പറയുമ്പോൾ ഇത് 5/4 വരില്ല, ഇത് 5/4 വരും. ഇത് 5/4. ഇതിൻ്റെ വാല്യൂ 1/0.2 എന്ന് പറയുമ്പോൾ ഇത് 5 വരും. ഇത് 5 വരും. ഇത് 25 മൈനസ് ഇത് 3 പോയിൻറ്റ്സ്, ഇത് -5 മൈനസ് 20/4 ദാറ്റ് ഈസ് ഈക്വൽ -15/4. ദാറ്റ് ഈസ് ഈക്വൽ -15/4. ഇതിൻ്റെ വാല്യൂ -15/4 ആണ് അല്ലേ, -15/4. അപ്പോൾ 3/2v ഈസ് ഈക്വൽ ടു -15/4. അപ്പോൾ v ഈസ് ഈക്വൽ ടു, ഇപ്പോൾ വിയുടെ വാല്യൂ v ഈസ് ഈക്വൽ ടു നോക്കാം, v ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു -3 ഇൻറ്റു 4/2 ഇൻറ്റു 15 വരും.
അപ്പോൾ ഇവിടെ 5 വരും, ഇവിടെ അത് 5 വരും, ഇവിടെ 2 വരും. സോ നെഗറ്റീവ് 2/5 വരും, നെഗറ്റീവ് 2/5. സോ ദാറ്റ് ഈസ് ഈക്വൽ നെഗറ്റീവ് 2/5. അപ്പോൾ വി ഈസ് ഈക്വൽ സോ നെഗറ്റീവ് 2/5 ദാറ്റ് ഈസ് ഈക്വൽ നെഗറ്റീവ് 0.4 മീറ്റർ. അപ്പോൾ വി ഈസ് ഈക്വൽ സോ ഇമേജ് ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ നെഗറ്റീവ് 0.4 മീറ്റർ. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ നെഗറ്റീവ് 0.4 മീറ്റർ. അപ്പോൾ ഇത് ഇപ്പോൾ 0.4 മീറ്റർ ടു ദ ലെഫ്റ്റ് ഓഫ് സ്ഫെറിക്കൽ സർഫസ് ആണ്, കാരണം വി നെഗറ്റീവാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ വിയുടെ വാല്യൂ നോക്കുക, ഇമേജ് ഡിസ്റ്റൻസ് നെഗറ്റീവ് വന്നിരിക്കുന്നത്. ദാറ്റ് മീൻസ് ഈ ഇമേജ് ഫോം ചെയ്യുന്നത് ആഫ്റ്റർ റിഫ്രാക്ഷൻ, ഇമേജ് ഫോം ചെയ്യുന്നത് ഈ ഡിസ്റ്റൻസിലാണ്. ഇമേജ് ഇവിടെ നമുക്ക് കിട്ടുന്നത്, അതായത് ഒബ്ജക്റ്റ് ഇവിടെ 0.2 ആണെങ്കിൽ ഇമേജ് ഇവിടെ വി ഈസ് ഈക്വൽ ടു, സോ അത് 0.4 ലെഫ്റ്റ് ആണ്, ലെഫ്റ്റ് ഓഫ് സർഫസ് ആണ്. അപ്പോൾ ലെഫ്റ്റ് ഓഫ് ആ കോൺവെക്സ് സർഫസിന് ലെഫ്റ്റ് ആണ്. ഓക്കെ, 0.4 മീറ്റർ ലെഫ്റ്റ് ടു ദ സ്ഫെറിക്കൽ സർഫസ് ആണ്. 0.4 മീറ്റർ ലെഫ്റ്റ് ടു ദ സ്ഫെറിക്കൽ സർഫസ് വരും. അപ്പോൾ അതിൻ്റെ ആൻസർ ഓപ്ഷൻ 2, ക്വസ്റ്റ്യൻ നമ്പർ 42. അതിൻ്റെ ആൻസർ ഓപ്ഷൻ 2 ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 43. മാസ് ലിസ്റ്റ് ആണ്. ഗോഷ്യൽ വിസ്കോസിറ്റി, വിസ്കോസിറ്റിയുടെ ഈറ്റ എന്ന് പറയുമ്പോൾ സോ എഫ് ഈസ് ഈക്വൽ ടു ഈറ്റ എ ഡി വി ബൈ ഡി എക്സ്. അപ്പോൾ ഈറ്റയുടെ ഡയമെൻഷൻ ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു ഡി എക്സ് ബൈ എ ഇൻറ്റു ഡി വി വരും. അപ്പോൾ എം എൽ ടി പവർ നെഗറ്റീവ് 2 എൽ സ്ക്വയർ എൽ ടി പവർ നെഗറ്റീവ് 1. അപ്പോൾ ഇവിടെ എം എൽ പവർ നെഗറ്റീവ് 1 ടി പവർ നെഗറ്റീവ് 1 വരും. ഇപ്പോൾ ഗോഷ്യൽ വിസ്കോസിറ്റി എം എൽ പവർ നെഗറ്റീവ് 1 ടി പവർ നെഗറ്റീവ് 1. അപ്പോൾ 8 to 4 എന്ന് പറയുമ്പോൾ തന്നെ 1ഉം 4 എലിമിനേറ്റ് ചെയ്യുക. ഓക്കെ, ഇനി ഇൻറ്റൻസിറ്റി ഓഫ് വേവ്, ഇൻറ്റൻസിറ്റി ഐ എസ് ഈക്വൽ പ്രഷർ ബൈ ഏരിയ ആണ്. പ്രഷർ ബൈ പി ബൈ ഏരിയ, പ്രഷർ അല്ല പവർ ബൈ ഏരിയ, പവർ ബൈ ഏരിയ ദാറ്റ് ഈസ് ഈക്വൽ ടു എം എൽ സ്ക്വയർ ടി പവർ നെഗറ്റീവ് 3 ബൈ എൽ സ്ക്വയർ എം ടി പവർ നെഗറ്റീവ് 3. ഇൻറ്റൻസിറ്റി ഓഫ് വേവ് ഈസ് ഈക്വൽ ടു എം ടി പവർ നെഗറ്റീവ് 3. സോ B21 എന്ന് പറയുമ്പോൾ തന്നെ ഓപ്ഷൻ 2 കിട്ടും. ഓക്കെ, B21 എന്ന് പറയുമ്പോൾ തന്നെ ഓപ്ഷൻ 2 വരും. ക്വസ്റ്റ്യൻ നമ്പർ 43 ഓപ്ഷൻ 2 ആണ്. ഓക്കെ, സോ നമുക്കിപ്പോൾ തന്നെ വേണമെങ്കിൽ നോക്കാം. ബാക്കി കൂടെ ചെക്ക് ചെയ്യാം. പ്രഷർ ഗ്രേഡിയൻ്റ്. ഒക്കെ പ്രഷർ ഗ്രേഡിയൻ്റ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഇങ്ങനെയാണ്. ഈ ഗ്രേഡിയൻ്റ് എന്ന് പറയുമ്പോൾ ബൈ ഡിസ്റ്റൻസ്, ഗ്രേഡിയൻ്റ് എന്ന് പറയുമ്പോൾ എപ്പോഴും ബൈ ഡിസ്റ്റൻസ് ആണ്. റേറ്റ് എന്ന് പറയുമ്പോൾ ബൈ ടൈം പോലെ, ഗ്രേഡിയൻ്റ് എന്ന് പറയുമ്പോൾ പ്രഷർ ഗ്രേഡിയൻ്റ് എന്ന് പറയുമ്പോൾ ബൈ ഡിസ്റ്റൻസ് ആയിരിക്കും. അപ്പോൾ ഗ്രേഡിയൻ്റ് എന്ന് പറയുമ്പോൾ ബൈ ഡിസ്റ്റൻസ് ആണ് വരുന്നത്. പ്രഷർ ഗ്രേഡിയൻ്റ് ഈസ് ഈക്വൽ ടു അപ്പോൾ ഡെൽറ്റ പി ബൈ ഡെൽറ്റ എക്സ് പ്രഷർ ഗ്രേഡിയൻ്റ്. ഓക്കെ, പ്രഷർ ഗ്രേഡിയൻ്റ് delta p by delta x. അപ്പോൾ എം എൽ പവർ നെഗറ്റീവ് 1 ടി പവർ നെഗറ്റീവ് 2 ബൈ എൽ ദാറ്റ് ഈസ് ഇക്വൽ ടു എം എൽ പവർ നെഗറ്റീവ് 2 ടി പവർ നെഗറ്റീവ് 2 വരും. എം എൽ പവർ നെഗറ്റീവ് 2 ടി പവർ നെഗറ്റീവ് 2 ഓപ്ഷൻ 2. അപ്പോൾ ഇതും കറക്റ്റാണ്, സീറ്റ് 2. ഇനി കംപ്രസിബിലിറ്റി എന്ന് പറയുമ്പോൾ സോ കേസുകൾ 1 ബൈ ബൾക്ക് മോളസ് ആണ്. കേസുകൾ 1 ബൈ ബൾക്ക് മോളസ്. അപ്പോൾ ഈ ബൾക്ക് മോളസിൻ്റെ ഡയമെൻഷൻ അത് പ്രഷറിൻ്റെ ഡയമെൻഷൻ തന്നെയാണ്. കാരണം അത് യങ്സ് മോളസ് ബൾക്ക് മോളസ് അതിനെല്ലാം ഒരേ ഡയമെൻഷനാണ്. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു എം പവർ നെഗറ്റീവ് 1 എൽ പവർ 1 ടി പവർ 2. എം പവർ നെഗറ്റീവ് 1 എൽ ടി പവർ 2 വരും. D23 ഇപ്പോൾ D23 വരും. ഓക്കെ, D23 വരും. സോ ക്വസ്റ്റ്യൻ നമ്പർ അതിൻ്റെ ആൻസർ ഓപ്ഷൻ 2 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 43 അതിൻ്റെ ആൻസർ ഓപ്ഷൻ 2 വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 44. A small bulb of mass 100 milligram and charge 1 microcoulomb is connected to an insulating string of length 1 meter. It is brought near to an infinity long conducting sheet of charged density sigma shown in the figure. The string subtends an angle of 45 degree with the sheet at equilibrium. The charge density of the sheet will be. ഇവിടെ നോക്കാം, ഇവിടെ ഒരു ചാർജ് ഷീറ്റ് സിഗ്മ, എൻ്റെ ചാർജ് ഡെൻസിറ്റി സിഗ്മയാണ്. അപ്പോൾ ഇതിലോട്ട് ഒരു സ്ട്രിങ് ഇങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നു. ഇവിടെ നോക്കി, ഇവിടെ ഒരു ചാർജ് ക്യൂ ഉണ്ട്. അപ്പോൾ ഇങ്ങോട്ടേക്ക് ഒരു QE ഫോഴ്സ് ഉണ്ട്, താഴത്തോട്ടൊരു mg ഉണ്ട്, ഇവിടെ 45 ഡിഗ്രി. ഇവിടെ ടെൻഷൻ T ഉണ്ട്, അപ്പോൾ ടെൻഷൻ ഞാൻ സബ്റ്റൻഡ് ചെയ്യുമ്പോൾ ഇങ്ങോട്ടേക്ക് ഈ ആംഗിൾ 45 ഡിഗ്രി. ഇപ്പോൾ T cos 45 വരും, ഇങ്ങോട്ടേക്ക് T sin 45 വരും. നമ്മൾ എഴുതുമ്പോൾ T sin 45. സോ T sin 45 is equal to QE and T cos 45 is equal to mg. T cos 45 is equal to mg വരും. And tan 45 is equal to QE by mg.
അപ്പോൾ ഇവിടെ ടാൻ 45 ഈസ് ഈക്വൽ ടു QE ബൈ mg വരും. QE ബൈ mg QE is equal to, so QE is equal to, so 1 into mg വരും. So QE is equal to mg, so QE is equal to mg വരും. So QE is equal to mg, so QE is equal to mg വരും. QE is equal to mg ആണ്. QE is equal to mg. അപ്പോൾ QE, സോ ഇവിടെ നോക്കുക, നമുക്ക് വേണ്ടത് സിഗ്മയല്ലേ, സിഗ്മയാണ് വേണ്ടത്. അപ്പോൾ മാസ് വന്നിട്ടുണ്ട്, മാസ് 100 മില്ലിഗ്രാം ആണ്. മറ്റേത് Q10 മൈക്രോകൂളം ആണ്. സിഗ്മ ഇവിടുത്തെ ഇതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് E is equal to, അത് സിഗ്മ ബൈ 2 എപ്സിലോൺ നോട്ട് ആണ്. ഇലക്ട്രിക് ഫീൽഡ് E is equal to സിഗ്മ ബൈ 2 എപ്സിലോൺ നോട്ട് ആണ്. അപ്പോൾ ഒരു ചാർജ് ഷീറ്റ് അല്ലേ, ചാർജ് ഷീറ്റ് ആണ്. ഓക്കെ, കണ്ടക്ടിങ് ഷീറ്റ് ആണ്. ഇവിടെ നോക്കുക, ഇവിടെ നമ്മൾ എടുക്കുമ്പോൾ സോ Q ഇൻറ്റു സിഗ്മ ബൈ 2 എപ്സിലോൺ നോട്ട് ഇൻറ്റു ദാറ്റ് ഈസ് 10 mg വരും. അപ്പോൾ സിഗ്മ ഈസ് ഈക്വൽ ടു സോ mg 2 എപ്സിലോൺ നോട്ട് ബൈ Q വരും. അപ്പോൾ 100 മില്ലിഗ്രാം, സോ 100 ഇൻറ്റു 10 ടു ദ പവർ -3 ഇൻറ്റു 10 ടു ദ പവർ -3 ഇൻറ്റു 10 ഇൻറ്റു 2 ഇൻറ്റു എപ്സിലോൺ നോട്ട് 8.85 ഇൻറ്റു 10 ടു ദ പവർ -12 ബൈ Q 10 to the power -6 അല്ലേ. Q is equal to 10 to the power 10 മൈക്രോകൂളം ആണ്. Q is equal to 10 മൈക്രോകൂളം ആണ്. 10 മൈക്രോകൂളം ഇവിടെ നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ എടുക്കുമ്പോൾ ഈ ടൈം ക്യാൻസൽ ആയി പോകും. അപ്പോൾ സിഗ്മ is equal to, സോ 8.85 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ, സോ 8.85 ഇവിടെ 17.70. ഓക്കെ, 17.70 ഇൻറ്റു, ഇപ്പോൾ ഇവിടെ 10 to the power 3 അല്ലേ, 1 2 3 10 to the power 3 ഇൻറ്റു 10 to the power -12 കൂളം ബൈ മീറ്റർ സ്ക്വയർ വരും. അപ്പോൾ 17.70 ഇൻറ്റു 10 to the power -9 കൂളം ബൈ മീറ്റർ സ്ക്വയർ വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 17.70 നാനോ കൂളം ബൈ മീറ്റർ സ്ക്വയർ വരും. That is equal to 17.70. Okay, 17.70 നാനോകൂളം ബൈ മീറ്റർ സ്ക്വയർ. 17.7 നാനോകൂളം ബൈ മീറ്റർ സ്ക്വയർ. ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി. സോ ഇവിടെ 10 ഉണ്ടായിരുന്നു, ഇവിടെ ഒരു 10 ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ 10 വരുമ്പോൾ ശരി, ഇവിടെ ഒരു 10 വരുമ്പോൾ നമ്മളിവിടെ ഒരു 10 കൂടെ ഉണ്ടായിരുന്നു, ഒരു 10 ഉണ്ട്. അപ്പോൾ ഇവിടെ എടുക്കുമ്പോൾ സോ ഇവിടെ 10 വരും. ഇവിടെ 10 ക്യാൻസൽ ആയി പോകും. ഈ 10ഉം ഈ 10 കൂടെ ക്യാൻസൽ ആവും. ഈ 10ഉം കൂടെ ക്യാൻസൽ ആവും. ഇവിടെ നമ്മൾ എടുക്കുമ്പോൾ 8.85, ഇവിടെ 17.70 ഇൻറ്റു, സോ 100 ഇൻറ്റു 10 ടു ദ പവർ -12 ആണ്. കൂളം ബൈ മീറ്റർ സ്ക്വയർ വരും. ഇവിടെ 17.70 ഇൻറ്റു 10 ടു ദ പവർ -10 കൂളം ബൈ മീറ്റർ സ്ക്വയർ വരും. ഇവിടെ 1.77 ഇൻറ്റു 10 ടു ദ പവർ -9 കൂളം ബൈ മീറ്റർ സ്ക്വയർ വരും. അപ്പോൾ 1.77 നാനോ കൂളം ബൈ മീറ്റർ സ്ക്വയർ വരും. 1.77. ഓക്കെ, 1.77 നാനോ കൂളം ബൈ മീറ്റർ സ്ക്വയർ വരും. അപ്പോൾ അതിൻ്റെ ആൻസർ ഓപ്ഷൻ 4 ആണ്. അപ്പോൾ അതിൻ്റെ ആൻസർ ഓപ്ഷൻ 4 വരും. സോറി, 2 അല്ല, അതിൻ്റെ ആൻസർ ഓപ്ഷൻ 4 ആണ്. അപ്പോൾ അതിൻ്റെ ആൻസർ ഓപ്ഷൻ 4 വരും. ഓപ്ഷൻ 4 വരും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസർ ക്വസ്റ്റ്യൻ നമ്പർ 44, അതിൻ്റെ ആൻസർ ഓപ്ഷൻ 4 ആണ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. A monochromatic light is incident on a metallic plate having a work function phi. An electron emitted normally to the plate from, okay, an electron emitted normally to a plate from point A with a maximum kinetic energy enters a constant magnetic field perpendicular to the initial velocity of electron. The electron passes through a curve and hits back at the plate, okay, at point B. The distance between A and B. അപ്പോൾ അതായത് പറഞ്ഞിരിക്കുന്നത് ഈ പ്ലേറ്റിൽ നിന്ന് ഇലക്ട്രോൺ എജക്റ്റ് ആയി. ഓക്കെ, പ്ലേറ്റിൽ നിന്ന് ഇലക്ട്രോൺ എജക്റ്റ് ആയി. ഈ എജക്റ്റ് ആയ പ്ലേറ്റിൽ അപ്പോൾ അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. അപ്പോൾ അതായത് ഇവിടെ നോക്കുക, അപ്പോൾ ഇലക്ട്രോൺ ഇങ്ങനെ പോകാമെന്ന് വിചാരിക്കുക. ഇവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, ഇവിടുത്തെ ഇലക്ട്രോൺ. അപ്പോൾ ഇലക്ട്രോൺ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യണം, ഇലക്ട്രോൺ ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നു. അപ്പോൾ കറണ്ട് ഈ ഡയറക്ഷനില്ല. അപ്പോൾ കറണ്ട് ഈ ഡയറക്ഷനാണ്. അപ്പോൾ കറണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷൻ, കറണ്ട് ഡയറക്ഷൻ ഇങ്ങനെ വരും, കറണ്ട് ഈ ഡയറക്ഷൻ. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെയായിരുന്നെങ്കിൽ, അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് കമ്മിങ് ഔട്ട് ആയിരുന്നു. കാരണം നോക്കുക, അപ്പോൾ ഇലക്ട്രോൺ ഇങ്ങോട്ട്, മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെയായിരുന്നെങ്കിൽ സപ്പോസ് ഇവിടെ ഈ പ്ലേറ്റിൽ നിന്ന്, ഒരു പ്ലേറ്റാണ്, പ്ലേറ്റിൽ നിന്ന് ഇലക്ട്രോൺ എജക്റ്റ് ആയി, പ്ലേറ്റിൽ നിന്ന് ഇലക്ട്രോൺ ഇങ്ങനെ എജക്റ്റ് ചെയ്തു. സോ പ്ലേറ്റിൽ നിന്ന് ഇലക്ട്രോൺ എജക്റ്റ് ആയി. ഇവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഈസ് കമ്മിങ്, ഓക്കെ, ഔട്ട് ഓഫ് ദ പ്ലേറ്റ്.
കമ്മിങ് ഔട്ട് ഓഫ് ദ പ്ലെയിൻ ഉണ്ട്. അപ്പോൾ ഇലക്ട്രോൺ ഇങ്ങനെ വരുമ്പോൾ കറണ്ട് ഈ ഡയറക്ഷൻ വരും, കറണ്ട് മാഗ്നറ്റിക് ഫീൽഡ് ഈ ഡയറക്ഷൻ, കറണ്ട് ഈ ഡയറക്ഷൻ. സോ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങോട്ട്, കറണ്ട് ഈ ഡയറക്ഷൻ. അപ്പോൾ മാഗ്നറ്റിക് ഫോഴ്സ് ഇങ്ങോട്ടേക്കായിരിക്കും. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു പാത്തിൽ കൂടെ ആയിരിക്കും പോകുന്നത്. ഇലക്ട്രോണിൻ്റെ ഒരു പാത്ത് ഇങ്ങനെയായിരിക്കും. ഇലക്ട്രോൺ ഇങ്ങനെ ഒരു പാത്ത് എടുത്തിട്ട് അപ്പോൾ ഇറ്റ് ഹിറ്റ്, ഇപ്പോൾ എന്ന് എജക്റ്റ് ആയ ഇലക്ട്രോൺ ബിയിൽ ഹിറ്റ് ചെയ്തു. ഇത് പ്ലേറ്റ് ആണ്, ഇതാ പ്ലേറ്റ്. അപ്പോൾ പ്ലേറ്റിൽ നിന്ന് ഇലക്ട്രോൺ എജക്റ്റ് ആയി. അപ്പോൾ ആ പോയിന്റിൽ ഇവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഈസ് കമ്മിങ് ഔട്ട് ഓഫ്. അപ്പോൾ പ്ലേറ്റ് ഇങ്ങനെ കിടക്കുക, അത് പ്ലേറ്റ് ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. ഇതാണ് ആ പ്ലേറ്റിൽ നിന്ന് എജക്ട് ചെയ്ത ഇലക്ട്രോൺ അത് ഇങ്ങനെ വന്നിട്ട് തിരിച്ച് പ്ലേറ്റിൽ തന്നെ ഹിറ്റ് ചെയ്തു. അതിവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഇങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ അല്ലേ, ലെഫ്റ്റ്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങോട്ട്, ഇലക്ട്രോൺ ഇങ്ങോട്ട് പോകണോണ്ട് കറണ്ട് ഈ ഡയറക്ഷൻ അല്ലേ, മാഗ്നറ്റിക് ഫോഴ്സ് ഇങ്ങനെ വരും. അപ്പോൾ ഇലക്ട്രോൺ ഈ ഒരു പാത്തിൽ കൂടെ വന്നിട്ട് ഇവിടെ ഹിറ്റ് ചെയ്തു. അപ്പോൾ ഈ AB എന്ന് പറയുന്നത് അതിൻ്റെ ഡയമീറ്റർ ആണ്. ഇത് അതിൻ്റെ സർക്കുലർ പാത്തിൻ്റെ റേഡിയസ് R ആണ്. ഇത് സർക്കുലർ പാത്ത് എടുക്കുകയാണെങ്കിൽ ഇത് അതിൻ്റെ റേഡിയസ് R ആണ്. പിന്നെ ഈ AB, സോ ഡിസ്റ്റൻസ് AB എന്ന് പറയുമ്പോൾ ഡയമീറ്റർ ആണ്. AB ഇസ് എ ഡയമീറ്റർ. AB എന്ന് പറയുന്നത് ഡയമീറ്റർ ആണ്. ദാറ്റ് ഈസ് ഇക്വൽ ടു 2 ടൈംസ് R. R എന്ന് പറയുമ്പോൾ റേഡിയസ് ഓഫ് ദാറ്റ് പാത്ത് ആണ്. റേഡിയസ് ഓഫ് പാത്ത് ആണ്. ഇപ്പോൾ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ A ആൻഡ് B, ഇപ്പോൾ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ A ആൻഡ് B ഇസ് ഇക്വൽ അത് 2R ആണ്. ഇപ്പോൾ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2R എന്ന് പറയും. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ AB ആണ്, AD അല്ല. AB എന്ന് പറയുമ്പോൾ ഡയമീറ്റർ ആണ്. അപ്പോൾ ഡിസ്റ്റൻസ് AB ഇസ് എ ഡയമീറ്റർ. ഇപ്പോൾ ഡിസ്റ്റൻസ് AB എന്ന് പറയുമ്പോൾ ഡയമീറ്റർ ആണ്. ഡിസ്റ്റൻസ് AB, that is a diameter, that is equal to അത് 2R ആണ്. അപ്പോൾ നമുക്കറിയാം റേഡിയസ് ഈസ് ഇക്വൽ ടു MV/QB ആണ്. MV/QB അല്ലെങ്കിൽ അത് MV/EB വരും. അപ്പോൾ റേഡിയസ് ഈസ് ഇക്വൽ ടു MV/EB. അപ്പോൾ MV എന്ന് പറയുമ്പോൾ മൊമെൻറ്റം, ആണ്. MV is a momentum. B, that is equal to square root of 2m kinetic energy. That is equal to 2m kinetic energy. ഇനി kinetic energy കണ്ടുപിടിക്കാം. ഇവിടെ ലാംഡ വേവ് ലെങ്തിൻ്റെ ടൈംസിൽ നമ്മുടെ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ഇക്വേഷൻ ഇവിടെ കമ്പൈൻ ചെയ്യണം. അപ്പോൾ hc/λ, സോ hc/λ ഈസ് ഇക്വൽ ടു വർക്ക് ഫംഗ്ഷൻ പ്ലസ് കൈനറ്റിക് എനർജി. ആ വർക്ക് ഫംഗ്ഷൻ ഫൈൻഡ് ഔട്ട് ഇല്ല. അപ്പോൾ കൈനറ്റിക് എനർജി ഈസ് ഇക്വൽ ടു അത് hc/λ മൈനസ് വർക്ക് ഫംഗ്ഷൻ ആണ്. ഇപ്പോൾ ഇവിടെ നോക്കുക, അപ്പോൾ റേഡിയസ് R ഈസ് ഇക്വൽ ടു, സോ നോക്കുക ഇവിടെ സ്ക്വയർ റൂട്ട് ഓഫ് 2m ke വരും. Square root of 2m ke by EB. The kinetic energy is equal to hc/λ minus phi naught. That is equal to square root of 2m into hc/λ minus phi by EB വരും. അപ്പോൾ ഇതാണ് റേഡിയസ്. നമുക്ക് ഡിസ്റ്റൻസ് AB വേണ്ടേ. അപ്പോൾ ABയുടെ ഡിസ്റ്റൻസ്, ഓക്കെ, AB ഡിസ്റ്റൻസ് AB is equal to ഇത് 2 ടൈംസ് ഡയമീറ്റർ ആണ്. ഡിസ്റ്റൻസ് AB is equal to 2 ടൈംസ് റേഡിയസ് ആണ്, ഡയമീറ്റർ ആണ്. അത് ഡയമീറ്റർ ആണ്. ഇത് 2R വരും. 2 into square root of 2m into hc/λ minus phi divided by EB വരും. ഇപ്പോൾ 2 into square root of 2m times, ഓക്കെ, hc/λ minus phi by EB വരും. ഇപ്പോൾ 2 into m ഉള്ളൂ. അപ്പോൾ വേണമെങ്കിൽ നോക്കി 2നെ ഈ സ്ക്വയർ റൂട്ട് അകത്തോട്ട് കയറ്റാം. 2നെ സ്ക്വയർ റൂട്ട് അകത്തോട്ട് കയറ്റുമ്പോൾ നോക്കാം. ഇപ്പോൾ 2 അകത്ത് വരുമ്പോൾ 4 വരും. 4 into 2m into hc/λ minus phi divided by EB വരും. That is equal to square root of 8m. So hc/λ minus phi divided by EB വരും. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെന്ന് തോന്നുന്നു. ഓപ്ഷൻ 3 അങ്ങനെ ആ ഓപ്ഷനാണ്. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 8m ടൈംസ് hc/λ മൈനസ് 5 ഡിവൈഡ് ബൈ EB വരും. അപ്പോൾ അതിൻ്റെ ആൻസർ ഓപ്ഷൻ 3 ആണ്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ 3 വരും. അപ്പോൾ അതിൻ്റെ ആൻസർ ഓപ്ഷൻ 3 ആണ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 45 ആൻസർ ഓപ്ഷൻ 3 വരും. ഓക്കെ, നമുക്കിനി അടുത്തത് ഇൻറ്റിജർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. A vessel with a square cross section and height 6 meter is vertically partitioned. A small window of 100 cm square with a hinge door is fitted at a depth of 3 meter in the partition wall. One part of the vessel is filled completely with a water and other side is filled with a liquid having a density 1.5 into 10 to the power 3 kilogram meter cube. What force one need to apply on the hinge door so that it does not get opened? ഇവിടെ ഒരു ഡോർ കിടപ്പുണ്ട്, ഒരു ഡോർ ഉണ്ട്. ഇവിടെ ഇതിൻ്റെ ഈ സൈഡിൽ ലിക്വിഡ് ആണ്. ഈ ഡെപ്ത്, ഇവിടുത്തെ ഡെപ്ത് എന്ന് പറയുന്നത്, ഇതിൻ്റെ ഡെപ്ത് എന്ന് പറയുമ്പോൾ ഡെപ്ത് ഈസ് ഈക്വൽ ടു 3 മീറ്റർ ആണ്. ഇവിടുത്തെ ലിക്വിഡിൻ്റെ ഡെൻസിറ്റി 1500 കിലോഗ്രാം മീറ്റർ ക്യൂബ് ആണ്, കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ഇവിടുത്തെ ലിക്വിഡ് ഡെൻസിറ്റി അത് വാട്ടർ ആണ്, ദാറ്റ് ഈസ് 10 to the power 3 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്.
1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ വെസൽ വിത്ത് എ സ്ക്വയർ ക്രോസ് സെക്ഷൻ ആൻഡ് എ ഹൈറ്റ് ഓഫ് 6 മീറ്റർ ഈസ് വെർട്ടിക്കലി പാർട്ടീഷൻ ആണ്. അത് വെർട്ടിക്കലി പാർട്ടീഷൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഒരു സൈഡിൽ, അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഒരു സൈഡിൽ പാർട്ടീഷൻ ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഹൈറ്റ് ഓഫ് വെസൽ ഈസ് ഈക്വൽ ടു 6 മീറ്റർ ആണ്. അപ്പോൾ ഹൈറ്റ് ഓഫ് വെസൽ 6 മീറ്റർ ആണ്. അപ്പോൾ അതിന് a small window 100 centimeter square is hinged with a hinge door is fitted at a depth of 3 meter in one partition wall. One part is filled with water, other side is filled with liquid having a density. ഇവിടെ നോക്കുക. അപ്പോൾ ഈ പാർട്ടീഷൻ ഡോർ എടുക്കുമ്പോൾ ഇവിടെ നോക്കുക. ഇവിടെ നിന്ന് ഒരു ഫോഴ്സ്, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു ഫോഴ്സ് F1 ആക്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു ഫോഴ്സ് F2 ആക്ട് ചെയ്യുന്നുണ്ട്. F1 ഈസ് ഈക്വൽ ടു സോ പ്രഷർ P1 ഇൻറ്റു ഏരിയ വരും. ആൻഡ് ഇവിടുത്തെ F2 ഈസ് ഈക്വൽ ടു പ്രഷർ P2 ഇൻറ്റു ഏരിയ വരും. അപ്പോൾ P1 ഈസ് ഈക്വൽ ഇവിടുത്തെ P1 എന്ന് പറയുമ്പോൾ H ഇൻറ്റു റോ W ഇൻറ്റു G വരും. ആൻഡ് ഇവിടുത്തെ പ്രഷർ P2 ഈസ് ഈക്വൽ ടു H ഇൻറ്റു റോ ഓഫ് ലിക്വിഡ് ഇൻറ്റു G വരും. ഇവിടുത്തെ നെറ്റ് ഫോഴ്സ് നമുക്ക് F2 ആയിരിക്കും കൂടുതൽ, കാരണം റോ ഓഫ് ലിക്വിഡ് കൂടുതലല്ലേ. ഇപ്പോൾ F1 വാല്യൂ നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് F1 വാല്യൂ F1 ഈസ് ഈക്വൽ ടു പ്രഷർ ഓക്കെ H ഹൈറ്റ് ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു, അപ്പോൾ ഇവിടുത്തെ പ്രഷർ ഓക്കെ F1 കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് F1 കണ്ടുപിടിക്കാം. F1 ഈസ് ഈക്വൽ ടു P1 ഇൻറ്റു A H റോ W ഇൻറ്റു G ഇൻറ്റു ഏരിയ വരും. ഹൈറ്റ് 3 മീറ്റർ ഒക്കെ, ഇവിടെ 3 മീറ്റർ 3 ഇൻറ്റു 1000 ഇൻറ്റു 10 ഇൻറ്റു ഏരിയ 100 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. 100 ഇൻറ്റു 10 ടു ദ പവർ സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് പറയുമ്പോൾ 10 ടു ദ പവർ -4 10 ടു ദ പവർ -4 വരും. അപ്പോൾ ഇവിടുത്തെ വാല്യൂ എടുക്കുമ്പോൾ ഇവിടെ ഇതും ഈ വാല്യൂം ക്യാൻസൽ ആയി പോകും. ഇവിടുത്തെ F1 300 ന്യൂട്ടൺ ആണ്. F1 ഈസ് ഈക്വൽ ടു 300 ന്യൂട്ടൺ. അപ്പോൾ ഇവിടെ നിന്ന് ഈ വാട്ടർ എക്സൈറ്റ് ചെയ്യുന്ന ആ സൈഡിൽ നിന്നുള്ള ഫോഴ്സ് 300 ന്യൂട്ടൺ വരും. ഈ P2 എടുക്കുമ്പോൾ P2 ഈസ് ഈക്വൽ ടു പ്രഷർ ഇവിടുത്തെ F2 എടുക്കുമ്പോൾ F2 ഇവിടുത്തെ മറ്റേ സൈഡിൽ നിന്നുള്ള ലിക്വിഡിൻ്റെ സൈഡിൽ നിന്നുള്ള F2 H ഇൻറ്റു റോ ഓഫ് ലിക്വിഡ് ഇൻറ്റു G ഇൻറ്റു ഏരിയ വരും. 3 ഇൻറ്റു 1500 ഇൻറ്റു 10 ഇൻറ്റു 100 ഇൻറ്റു 10 ടു ദ പവർ -4 വരും. എൻ്റെ ഇവിടെ എടുക്കും നോക്കുക. ഇവിടെ എടുക്കുമ്പോൾ ഇവിടുത്തെ വാല്യൂ എടുക്കുമ്പോൾ നോക്കുക. ഇവിടെ 15 ഇൻറ്റു 3 45 450 വരില്ല, കാരണം നോക്കുക 3 ഇൻറ്റു 15 ഇൻറ്റു 10 വരും 450 ന്യൂട്ടൺ വരും. ഇവിടെ നോക്കുക ഒരു സൈഡിൽ 300 മറ്റേ സൈഡിൽ 450. ഇവിടെ നോക്കുക ഈ ഡോർ എടുക്കുമ്പോൾ ഡോറിൻ്റെ ഒരു സൈഡിൽ നിന്ന് 300 മറ്റേ സൈഡിൽ നിന്ന് 450 വരും. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന F അഡീഷണൽ ഈസ് ഈക്വൽ ടു F അഡീഷണൽ നോക്കുക. F അഡീഷണൽ ഓക്കെ F ആഡ് ചെയ്യേണ്ട F അഡീഷണൽ, അപ്പോൾ അത് 150 ആയിരിക്കും. ഇപ്പോൾ 300 പ്ലസ് F അഡീഷണൽ ഈസ് ഈക്വൽ ടു 450 വരും. അപ്പോൾ F അഡീഷണൽ 150 വരും. അപ്പോൾ F അഡീഷണൽ ഈസ് ഈക്വൽ ടു 150. അപ്പോൾ അതിൻ്റെ ആൻസർ നമ്മൾ ആ ഡോറ് തുറന്നു മാറിക്കാൻ നമ്മൾ കൊടുക്കേണ്ട അഡീഷണൽ ഫോഴ്സ് 150 ന്യൂട്ടൺ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 150 ന്യൂട്ടൺ. അപ്പോൾ അതിൻ്റെ ആൻസർ 150 വരും. ക്വസ്റ്റ്യൻ നമ്പർ 21 അതിൻ്റെ ആൻസർ 21 അല്ല 46 അതിൻ്റെ ആൻസർ 150 വരും. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ സ്റ്റിൽ വയർ ഓഫ് ലെങ്ത് 2 meter and its smallness 2 × 10 to the power 11 Newton per meter square stretched by a force if the Poisson ratio and the transfer strain for the wire is 0.2 and okay Poisson ratio എന്ന് പറയുമ്പോൾ ഡെൽറ്റ ആർ ബൈ അതല്ലേ. Poisson ratio എന്ന് പറയുമ്പോൾ സിഗ്മ. Poisson ratio ഈസ് ഈക്വൽ ടു അത് ഡെൽറ്റ, അതായത് ട്രാൻസ്ഫർ റേഷ്യോ ബൈ ലോഞ്ചിറ്റ്യൂണൽ സ്ട്രെയിൻ അല്ലേ. അപ്പോൾ Poisson ratio എന്ന് പറയുമ്പോൾ Poisson ratio ഈസ് ഈക്വൽ ടു ഡെൽറ്റ ആർ ബൈ ആർ ബൈ ഡെൽറ്റ എൽ ബൈ എൽ നെഗറ്റീവ് അല്ലേ. സോ അത് എടുക്കുമ്പോൾ ഇതിൻ്റെ വാല്യൂ എടുക്കുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു അത് 0.2. ഇവിടെ നോക്കുക 0.2 വരും. അപ്പോൾ ഇവിടെ ഡെൽറ്റ എൽ ബൈ എൽ അപ്പോൾ അതിൻ്റെ ലോഞ്ചിറ്റ്യൂണൽ സ്ട്രെയിൻ ഡെൽറ്റ എൽ ബൈ എൽ എന്ന് പറയുമ്പോൾ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ ഡെൽറ്റ എൽ ബൈ എൽ ഈസ് ഈക്വൽ ടു ഡെൽറ്റ എൽ ബൈ എൽ ദാറ്റ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ ആർ ബൈ 0.2 വരും. ഡെൽറ്റ ആർ ബൈ ആർ എന്ന് പറയുമ്പോൾ 10 to the power -3 by 0.2 5 into 10 to the power -3 that is equal to 10 by 1 by 0.2 10 by 5 into 10 to the power -3 അതാണ് ഇവിടുത്തെ സ്ട്രെയിൻ. അപ്പോൾ ഇവിടുത്തെ സ്ട്രെയിൻ ഈസ് ഈക്വൽ ടു നമുക്ക് യങ്സ് മോഡുലസ് കണ്ടുപിടിക്കേണ്ട അതിൽ യൂസ് ചെയ്യുന്ന സ്ട്രെയിൻ ഈ ലോഞ്ചിറ്റ്യൂണൽ സ്ട്രെയിൻ ആണ്. അപ്പോൾ അത് 5 into 10 to the power -3 വരും. ഇപ്പോൾ യങ്സ് മോഡുലസ് അതിൻ്റെ അകത്ത് കണ്ടുപിടിക്കുന്ന സ്ട്രെയിൻ ഓക്കെ ലോഞ്ചിറ്റ്യൂണൽ സ്ട്രെയിൻ ആണ്.
അപ്പോൾ then the elastic potential energy or density of the wire. Okay. അപ്പോൾ അതായത് എനർജി പെർ യൂണിറ്റ് വോളിയം, പൊട്ടൻഷ്യൽ എനർജി ഡെൻസിറ്റി. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വോളിയം, പൊട്ടൻഷ്യൽ എനർജി പെർ വോളിയം, പൊട്ടൻഷ്യൽ എനർജി പെർ വോളിയം എന്ന് പറയുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി പെർ വോളിയം ദാറ്റ് ഈസ് ഇവിടെ ഹാഫ് ഇൻറ്റു യങ്സ് മോളസ് ഇൻറ്റു സ്ട്രെയിൻ സ്ക്വയർ ആണ്. ഹാഫ് ഇൻറ്റു യങ്സ് മോളസ് ഇൻറ്റു സ്ട്രെയിൻ സ്ക്വയർ, ഹാഫ് ഇൻറ്റു ഇപ്പോൾ ഇവിടുത്തെ യങ്സ് മോളസ് എത്ര വരും? യങ്സ് മോളസ് 2 ഇൻറ്റു 10 to the power 2 into 10 to the power, okay, 2 into 10 to the power 11 into strain is equal to ഇത് 5 into 10 to the power -3 all square വരും. ഇവിടെ നോക്കുക, ഇവിടെ 10 to the power 11 into 25 into 10 to the power -6, ഇവിടെ 25 into 10 to the power 5 വരും. So joule per meter cube, okay, so 25 into 10 to the power 5, 25 into 10 to the power 5 joule per meter cube വരും. അപ്പോൾ ഇതിൻ്റെ ഓക്കെ 25 into 10 to the power 5, അപ്പോൾ ഇവിടെ 25 വരും. ഇതിൻ്റെ ആൻസർ 25 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 47 അതിൻ്റെ ആൻസർ 25 വരും. യെസ്, 25 ആണ് ആൻസർ. Okay, next question number 23. If the measured angular separation between the second minimum to the left of central maximum and the third minimum to the right of central maximum is 30 degree in a single slit diffraction pattern recorded using 628 nanometer light, then the width of slit കണ്ടുപിടിക്കണം. width of slit is dash micrometer. അപ്പോൾ നോക്കുക, ഇപ്പോൾ ഇവിടെ ഒരു സൈഡിൽ ഇപ്പോൾ സെൻട്രൽ മാക്സിമം ഇത് സെൻട്രൽ മാക്സിമം, പിന്നെ ഫസ്റ്റ് മിനിമം, then സെക്കൻഡ് മിനിമം, തേർഡ് മിനിമം. ഇത് നോക്കുക, ഇത് സെൻട്രൽ മാക്സിമം, ഇവിടെ സെൻട്രൽ മാക്സിമം, ഇത് ഫസ്റ്റ് മിനിമം, ഇത് സെക്കൻഡ് മിനിമം, ഇത് തേർഡ് മിനിമം. ഇത് ഫസ്റ്റ് മിനിമം, ഇത് സെക്കൻഡ് മിനിമം. ഇവിടെ നോക്കുക, ഇവിടെ നമ്മൾ എടുക്കുമ്പോൾ ഈ ആംഗിൾ, അപ്പോൾ ഈ സെക്കൻഡ് മിനിമം ലെഫ്റ്റ് ഓഫ് സെൻട്രൽ മാക്സിമം ടു ദ തേർഡ് മിനിമം ടു ദ റൈറ്റ് ഓഫ് സെൻട്രൽ മാക്സിമം. അപ്പോൾ ഈ രണ്ട് തേർഡ് മിനിമം ഇടും. അപ്പോൾ ഈ രണ്ട് ആംഗിൾ, അപ്പോൾ ഈ ആംഗിൾ θ1, ഈ ആംഗിൾ θ2, ഈ രണ്ടിൻ്റെ ഇടയ്ക്കുള്ള ആംഗിൾ. സോ ദാറ്റ് ഈസ് സെൻട്രൽ മാക്സിമം ഇസ് 30 ഡിഗ്രി. അതായത് θ1 + θ2 = 30 ഡിഗ്രിയാണ്. θ1 + θ2 = 30 ഡിഗ്രി. അപ്പോൾ നിങ്ങൾ θ1 വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എടുക്കാം. സോ a θ1 ഒന്നല്ലെങ്കിൽ a sin θ1 is equal to ഇത് സെക്കൻഡ് മിനിമം അല്ലേ, സോ 2 ലാംഡ. സോ ഇത് സെക്കൻഡ് മിനിമമാണ്, സോ 2 ലാംഡ. ഒരു സെക്കൻഡ് മിനിമം ആയതുകൊണ്ട് സെക്കൻഡ് മിനിമം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ sin θ1 is equal to, so sin θ1 is equal to 2 ലാംഡ ബൈ a വരും. അതുപോലെ a sin θ2 is equal to 3 ലാംഡ, കാരണം അത് തേർഡ് മിനിമയാണ്, അത് തേർഡ് മിനിമം. അപ്പോൾ sin θ2 is equal to, so 3 ലാംഡ ബൈ a വരും. ദാറ്റ് ഈസ് equal to 3 ലാംഡ ബൈ a വരും. അപ്പോൾ നമുക്ക് θ1 + θ2 എന്ന് നോക്കാം. ഒന്നല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എടുക്കുക, θ1 + θ2 30 ഡിഗ്രി. അപ്പോൾ θ1, so θ1 is equal to sin inverse 2 ലാംഡ ബൈ a, θ2 is equal to sin inverse 3 ലാംഡ ബൈ a വരും. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യും, അതായത് sin inverse 2 ലാംഡ ബൈ a പ്ലസ് sin inverse 3 ലാംഡ ബൈ a ദാറ്റ് ഈസ് ഈക്വൽ ടു 30 ഡിഗ്രി എന്ന് പറയുമ്പോൾ π/6 വരും. അതൊരു മെത്തേഡ്. അതുകൊണ്ട് ഈ സൈൻ ഇൻവേഴ്സിൻ്റെ ഫംഗ്ഷൻ ഉണ്ടല്ലോ, അതിനൊരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ഇല്ലേ, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതൊരു മെത്തേഡാണ്, പക്ഷെ അത് ലെങ്തിയാണ്. അത് നിങ്ങൾക്ക് ഈ സൈൻ ഇൻവേഴ്സിൻ്റെ മെത്തേഡൊക്കെ യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഞാൻ സ്മോൾ ആംഗിൾ അപ്രോക്സിമേഷൻ, എന്നിട്ട് ഇത് എക്സ്പാൻഡ് ചെയ്തിട്ട് അവിടെ നമ്മൾ ഈ ലാംഡ ബൈ എ അവിടെ സ്മോൾ, അതായത് ബൈനോമിയൽ അപ്രോക്സിമേഷൻ നമ്മൾ അപ്ലൈ ചെയ്യാണ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇവിടെ നേരെ അപ്ലൈ ചെയ്താൽ പോരെ, കാരണം തീറ്റ സ്മോൾ ആയിട്ട് എടുക്കാം. രണ്ടും കൂടെ കൂടുമ്പോൾ 30 ഡിഗ്രി ഉണ്ട്. അപ്പോൾ തീറ്റ സ്മോൾ ആയിട്ട് എടുക്കാം, അപ്പോൾ തീറ്റ സ്മോൾ ആംഗിൾ ആയിട്ട് എടുക്കാം, തീറ്റ സ്മോൾ. അപ്പോൾ സൈൻ തീറ്റ is equal to തീറ്റ ആയിട്ട് എടുക്കുമ്പോൾ സൈൻ തീറ്റ is equal to തീറ്റ എന്ന് എടുക്കുമ്പോൾ തീറ്റ സ്മോൾ ആയതുകൊണ്ട് ഞാൻ അപ്രോക്സിമേറ്റ് ചെയ്യുന്നു സൈൻ തീറ്റ is equal to തീറ്റ. അപ്പോൾ നോക്കുക, സൈൻ θ1 is equal to അത് 2 ലാംഡ ബൈ എ വരും. ആൻഡ് സൈൻ θ2 is equal to θ2 that is equal to 3 ലാംഡ ബൈ എ വരും. രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നോക്കാം, സൈൻ θ1 + θ2 π/6 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു
2 lambda by a plus 3 lambda by a is equal to pi by 6. അപ്പോൾ 5 lambda by a is equal to 5 by 6 വരും. അപ്പോൾ 5 lambda by a is equal to pi by 6 വരും. അപ്പോൾ 5 lambda, ഓക്കെ. അപ്പോൾ ലാംഡ 628 നാനോമീറ്റർ ആണ്. അപ്പോൾ 6 ഇൻറ്റു 5 ഇൻറ്റു 628 10 to the power -9 by a is equal to pi by 6. അപ്പോൾ a is equal to 5 into 6 into 628 into 10 to the power -3 by pi വരും. പൈ എന്ന് പറയുമ്പോൾ 3.14. ഇപ്പോൾ ഇവിടെ നമ്മൾ എടുക്കുമ്പോൾ 5 into 6 അപ്പോൾ 30 വരും. 30 into 628. Sorry, 10 to the power -9 ആണ്. 10 to the power -9. 628 into 10 to the power -10 divided by 3.14. ഇപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ നമ്മൾ എടുക്കുമ്പോൾ 628 അല്ല, അപ്പോൾ അവിടെ 10 to the power. ഇപ്പോൾ കാരണം ഇതിവിടെ നമ്മൾ ചെയ്യുമ്പോൾ ഈ 3.14 ഇന്നും ചെയ്യുമ്പോൾ ഇപ്പോൾ ഇവിടെ 2 into 10 വരും. അല്ല, 200 വരില്ലേ, 200 വരും. 200 വരും, ഇവിടെ 200 വരും. അപ്പോൾ ഇവിടെ നോക്കുക 200 വരും, 200. അപ്പോൾ 30 into 200 into 10 to the power -9. അപ്പോൾ നോക്കുക ഇവിടെ 6 into 10 to the power 3 into 10 to the power -9 മീറ്റർ വരും. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ഇത് 6 into 10 to the power -6 മീറ്റർ വരും. ദാറ്റ് ഈസ് ഈക്വൽ 6 മൈക്രോമീറ്റർ ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ 6 മൈക്രോമീറ്റർ വരും. ഇതിൻ്റെ ആൻസർ 6 മൈക്രോമീറ്റർ. ഇതിൻ്റെ ആൻസർ 6 മൈക്രോമീറ്റർ വരും. ക്വസ്റ്റ്യൻ നമ്പർ 48 അല്ലേ, ക്വസ്റ്റ്യൻ നമ്പർ 48 6 മൈക്രോമീറ്റർ വരും. അപ്പോൾ അതിൻ്റെ ആൻസർ 6 വരും. അപ്പോൾ നിങ്ങൾ സ്മോൾ ആംഗിൾ അപ്രോക്സിമേഷൻ എടുത്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ ഈ സൈൻ ഇൻവേഴ്സിൻ്റെ ഒക്കെ ചെയ്തിട്ട് അവിടെ പിന്നെ ബൈനോമിയൽ അപ്രോക്സിമേഷൻ ചെയ്യേണ്ടി വരും. അതിന് പകരം ഡയറക്റ്റ് ആയിട്ട് ഇവിടെ അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 49. If gamma A is a specific heat ratio monatomic gas A having 3 transition degrees of freedom and YB is a specific heat ratio polyatomic gas B having 3 transition 3 rotational degree of freedom and 1 vibrational mode. ഓക്കെ, അപ്പോൾ നോക്കുക. അപ്പോൾ ഇതിൻ്റെ CV of A എടുക്കുമ്പോൾ CV of A is equal to അത് 5R/2. CV of A എടുക്കുമ്പോൾ 3 ഡിഗ്രി ഓഫ് ഫ്രീഡം അല്ലേ, 3 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ്. സോ 3/2. സോ 3/2 into RT വരും. സോ 3/2 into R വരും, 3/2 into R. അപ്പോൾ അതായിരിക്കും അതിൻ്റെ CV. ആൻഡ് ഓക്കെ, CV of A എന്ന് പറയുമ്പോൾ 3/2 R ആയിരിക്കും. ആൻഡ് CV of CP of A എടുക്കുമ്പോൾ ഇത് 3R/2 പ്ലസ് R വരും. അപ്പോൾ അത് 5R/2 വരും. അപ്പോൾ ഗാമ ഓഫ് A എടുക്കുമ്പോൾ സോ 5R/2 by 3R/2 that is equal to 5/3 വരും. ഇനി CV of B എടുക്കുമ്പോൾ CV of B എന്ന് പറയുമ്പോൾ CV of B എടുക്കുമ്പോൾ 3 ട്രാൻസ്ലേഷൻ ഉണ്ട്. 3 പ്ലസ് ഒരു വൈബ്രേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ 2 ആണ് ഇൻറ്റു R/2 വരും. ഇവിടെ നോക്കുക, ഇവിടെ നമ്മൾ എടുക്കുമ്പോൾ സോ 3 ഇവിടെ, അതായത് 3 റൊട്ടേഷൻ. ഓക്കെ, അപ്പോൾ 3 ട്രാൻസ്ലേഷൻ. അപ്പോൾ 3/2 R പ്ലസ് 3 റൊട്ടേഷൻ, അതിനും 3/2 R, കാരണം 3 into R/2. ഇനി ഒരു വൈബ്രേഷൻ ആകുമ്പോൾ സോ 2 into R/2 വരും. അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ സോ 2 into ഇവിടെ 3 പ്ലസ് 2 into R വരും. ഇവിടെ CV of B എടുക്കുമ്പോൾ നമുക്ക് 6 + 2 8 വരും, 4R വരും. ഇനി ഇതിൻ്റെ CP of B എടുക്കുമ്പോൾ 4R + R 5R വരും. അപ്പോൾ ഗാമ ഓഫ് B is equal to 5R/4R വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 5/4. ദാറ്റ് ഈസ് ഈക്വൽ ടു 5/4 ആണ്. അപ്പോൾ ഗാമ ഓഫ് B is equal to 5/4 വരും. അപ്പോൾ നമുക്ക് ഗാമ A/ഗാമ B ആണ്. സോ ഗാമ A/ഗാമ B എടുക്കുമ്പോൾ സോ 5/3/5/4 that is equal to 4/3 വരും. That is equal to 4/3. That is equal to 4/3. That is equal to 1 + 3/3 വരും. 1 + 3/3 അല്ലെങ്കിൽ 3 + 1/3 എന്ന് പറയുമ്പോൾ 1 + 1/3. അപ്പോൾ ഗാമ A/ഗാമ B is equal to 1 + 1/3. That is equal to 1 + 1/n.
അപ്പോൾ ഗാമ എ ബൈ ഗാമ എ ബൈ ഗാമ ബി ഈസ് ഈക്വൽ ടു 1 + 1 by n, so 1/3, that is equal to 1 + 1 by n, that is equal to n is equal to 3. അപ്പോൾ അതിൻ്റെ ആൻസർ n is equal to 3 ആണ്. n is equal to 3 വരും. അപ്പോൾ ഫൈൻഡ് ദ വാല്യൂ ഓഫ് n, that is equal to 3 ആണ്. n-ൻ്റെ വാല്യൂ 3 വരും. ഇപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 49 അതിൻ്റെ ആൻസർ 3 ആണ്. അപ്പോൾ ഞാൻ ഡയറക്റ്റ് അതിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം വെച്ചിട്ടല്ല, ഡയറക്റ്റ് ആയിട്ട് അതിനൊരു ഇക്വേഷൻ ഉണ്ട്, ഡിഗ്രി ഓഫ് ഫ്രീഡം വെച്ചിട്ട് CPC ഇക്വേഷൻ ഉണ്ട്. ഞാൻ അങ്ങനെ ചെയ്യാതെ ഡയറക്റ്റ് ആയിട്ട് അങ്ങനെ ഓരോന്നിൻ്റെ ഇതെടുത്ത് കണ്ടുപിടിച്ചെന്നുള്ളൂ. കാരണം ഒരു ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുമ്പോൾ r/2 ആണ്. അപ്പോൾ 3 ഡിഗ്രി ഓഫ് ഫ്രീഡം 3r/2 വരും. 3 ട്രാൻസാക്ഷൻ അപ്പോൾ 3r/2. അപ്പോൾ 3 റൊട്ടേഷൻ ആകുമ്പോൾ 3r/2 വരും. ഇനി വൈബ്രേഷൻ ആകുമ്പോൾ അതിന് 2 ഡിഗ്രി ഓഫ് ഫ്രീഡം ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അതിലൊരു വൈബ്രേഷൻ മോഡ് വരുമ്പോൾ അതിനൊരു കൈനറ്റിക് എനർജിയുടെ ടൈം വരും, പിന്നെ അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജിയുടെ ടൈമും കൂടി വരും. അപ്പോൾ അതിന് 2 ആയിട്ട് എടുക്കേണ്ടി വരും. അപ്പോൾ വൈബ്രേഷൻ വരുമ്പോൾ 2 × r/2 എടുക്കണ്ടേ. പിന്നെ ഈ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഓക്കെ, a person traveling on a straight line moves with a uniform velocity v1 for a distance x and a uniform velocity v2 for a next 3/2x distance. The average velocity in the journey is 50/7 meter per second. If v1 is equal to 5 meter per second, then v2. അപ്പോൾ നോക്കുക, അത് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ x ഡിസ്റ്റൻസ് പുള്ളി പോയത് v1 സ്പീഡിലാണ്. പിന്നെ അടുത്ത 3x/2 ഡിസ്റ്റൻസ് പുള്ളി പോയത് v2 സ്പീഡിലാണ്. അപ്പോൾ v ആവറേജ് ഈസ് ഈക്വൽ ടു ഇങ്ങനെ എഴുതാം. അപ്പോൾ ഇവിടുത്തെ ടൈം t1, ഇവിടുത്തെ ടൈം t1 ആണ്, ഇവിടുത്തെ ടൈം t2 ആണ്. അപ്പോൾ v ആവറേജ് ഈസ് ഈക്വൽ ടു, v ആവറേജ് എന്ന് പറയുമ്പോൾ x + 3x/2 ഡിവൈഡ് ബൈ ഇവിടുത്തെ ടൈം t1 എന്ന് പറയുമ്പോൾ ടൈം t1 ഈസ് ഈക്വൽ ടു x/v1, ടൈം t2 ഈസ് ഈക്വൽ ടു 3x/2/v2 വരും. ഇവിടെ x/v1 + 3x/2/v2 വരും. ഇവിടെ നോക്കാം, നമ്മളിവിടെ x കോമൺ അല്ലേ, x കോമണാണ്, x ഇവിടെ കോമൺ, x കട്ട് ചെയ്ത് കളയാം. അപ്പോൾ v ആവറേജ് ഈസ് ഈക്വൽ ഇങ്ങനെ വരും. v ആവറേജ് ഈസ് ഈക്വൽ ടു 1 + 3/2 1/v1 + 3/2v2 വരും. ഓക്കെ, സോ ഇവിടെ v ആവറേജ് ഇവിടെ നോക്കുക. അപ്പോൾ ഇവിടെ 1 + 3/2 എന്നൊക്കെ പറയുമ്പോൾ 5 v ആവറേജ് ഈസ് ഈക്വൽ ടു, ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. v ആവറേജ് ഈസ് ഈക്വൽ ടു 2 + 5/2 വരില്ലേ, 2 + 3 5/2 1/v1 + 3/2v2 വരും. അപ്പോൾ v ആവറേജ് ദിസ് ഈസ് ഈക്വൽ ടു, v ആവറേജ് എത്രയാണ്, v ആവറേജ് 50/7 ആണ്, 50/7 വരും. അപ്പോൾ നോക്കുക, ഞാനിത് ഇങ്ങോട്ടേക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് 50/7 ഈസ് ഈക്വൽ ടു 5/2 1/v1 + 3/2v2 വരും. അപ്പോൾ ഞാൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1/v1 + 3/2v2 ഈസ് ഈക്വൽ ടു 5/2 × 7/50 വരും അല്ലേ. അപ്പോൾ 7 മുകളിൽ പോകും, 50 താഴെ വരും. ഓക്കെ, അപ്പോൾ ഇവിടെ 10 വരും. ആൻഡ് 1/v1 എന്ന് പറയുമ്പോൾ 1/v1 ഈസ് ഓൾസോ 1/v1ൻ്റെ വാല്യൂ 5 ആണ്. v1 ഈസ് ഈക്വൽ ടു 5 ആണ്. v1 5 ആണ്, സോ 1/5 v1 5 വരും. 1/5 + 3/2v1 ഈസ് ഈക്വൽ ടു ഇവിടെ 7/20 7/20 - 1/5 ആണ്. അപ്പോൾ ഇവിടെ 20 കോമൺ ആണ്. അപ്പോൾ ഇവിടെ 7 - 4 വരും. അപ്പോൾ 3/20 വരില്ലേ. അപ്പോൾ 3/2v1 ഈസ് ഈക്വൽ 3/2v1 ഈസ് ഈക്വൽ 3/20 വരും. അപ്പോൾ നോക്കുക, അപ്പോൾ 3 കട്ടായി പോകും. അപ്പോൾ 2v1 ഈസ് ഈക്വൽ 20, സോ 2v1 ഈസ് ഈക്വൽ 20 വരും. സോ v1 ഈസ് ഈക്വൽ 10 വരും. അപ്പോൾ v1 ഈസ് ഈക്വൽ 10 മീറ്റർ പെർ സെക്കൻഡ്. ഇപ്പോൾ v1ൻ്റെ വാല്യൂ 10 മീറ്റർ പെർ സെക്കൻഡ് ആണ്. v1 ഈസ് ഈക്വൽ 10 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ v1 അല്ലല്ലോ, v2 ഇവിടെ v2 സോറി, ഇവിടെ v2 ആണ്, v1 അല്ല v2. അപ്പോൾ ഇവിടെ v2 വരും, ഇവിടെ v2. അപ്പോൾ v2 ഈസ് ഈക്വൽ ടു 10 മീറ്റർ പെർ സെക്കൻഡ് വരും. v2 ഈസ് ഈക്വൽ ടു, v2ൻ്റെ വാല്യൂ 10 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ അതിൻ്റെ ആൻസർ 10 മീറ്റർ പെർ സെക്കൻഡ് വരും. അപ്പോൾ v2 ഈസ് ഈക്വൽ ടു 10 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസർ 10 ആണ്. അപ്പോൾ നമ്മുടെ ഡിസ്കഷൻ കംപ്ലീറ്റ് ആയിരിക്കുന്നു. ഓക്കെ, താങ്ക്സ് ഫോർ ടൈം. ഓക്കെ, താങ്ക് യു. Brilliant Study Center, India's #1 coaching center for NEET and JEE.